sorry. Della mic. കൊടുക്കട്ടെ സാറിന്. ഇങ്ങനെ ചെയ്തിട്ട് കുറച്ച് ലൈവല്ലേ? ലൈവല്ലേ? Hello dear JEE aspirants. Welcome to our first session of JEE main live crash course. I welcome all of you to this session. So നമ്മൾ ഇന്ന് തുടങ്ങാണ്. Welcome to our first session of JEE main live crash. Okay, so നമ്മൾ ഇന്ന് ഫസ്റ്റ് സെഷൻ ആണ്. നിങ്ങൾക്ക് ഓൾറെഡി ഷെഡ്യൂൾ കിട്ടിയിട്ടുണ്ടാവും, how we have designed this course. സോ നിങ്ങൾ ആ ഷെഡ്യൂൾ നോക്കുക. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്സ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, സൊല്യൂഷൻസ്, ട്രിഗ്നോമെട്രി ആൻഡ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി. ഓക്കെ, സോ ഐ വിൽ ജസ്റ്റ് ടേക്ക് എ കപ്പിൾ ഓഫ് മിനിറ്റ്സ് ടു എക്സ്പ്ലെയിൻ ഹൗ ടു ഡിറൈവ് മാക്സിമം ബെനിഫിറ്റ് ഫ്രം ദിസ് കോഴ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഓരോ ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പും വാട്ട് യു ഹാവ് ടു ഡു ഇസ് യു ഷുഡ് ചെക്ക് ഔട്ട് ഈ 3 പ്ലേലിസ്റ്റ് നിങ്ങൾ എന്തായാലും ചെക്ക് ഔട്ട് ചെയ്യണം. സോ ഇതിൽ ആദ്യത്തെ പ്ലേലിസ്റ്റ് ദിസ് ഇസ് കംപ്ലീറ്റ് ക്ലാസ് 12 NCERT റാപ്പിഡ് റിവിഷൻ. ഓക്കെ, ഈ പ്ലേലിസ്റ്റിലെ എല്ലാ വീഡിയോസും നിങ്ങൾ എക്സാമിന് മുമ്പ് എന്തായാലും കണ്ടിരിക്കണം. അപ്പോൾ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ നമ്മൾ ഈ ഓരോ ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് അതിന് റെലവൻ്റ് ആയിട്ടുള്ള റാപ്പിഡ് റിവിഷൻ വീഡിയോ കണ്ടിട്ട് വേണം നമ്മൾ ഓരോ സെഷനും അറ്റൻഡ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലാസ് 11ൻ്റെ ഫുൾ 1 ഷോട്ട് ഉണ്ട്, ക്ലാസ് 12ൻ്റെ ഫുൾ 1 ഷോട്ട് റാപ്പിഡ് റിവിഷൻ വീഡിയോസും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഈ ലൈവ് സെഷൻ്റെ കൂടെ നിങ്ങൾ കാണേണ്ട ഒരു കാര്യം, നമ്മുടെ JEE 2024 ഫസ്റ്റ് സെഷൻ ജനുവരി സെഷൻ്റെ കംപ്ലീറ്റ് ലൈവ് ഡിസ്കഷൻ. ഓക്കെ, അപ്പോൾ ഈ എല്ലാ വീഡിയോസും അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. 10 ഷിഫ്റ്റും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഈ വീഡിയോസ് നിങ്ങൾ എക്സാമിന് മുമ്പ് എന്തായാലും കണ്ടു തീർക്കേണ്ടതാണ്. ഓക്കെ, പിന്നെ ജസ്റ്റ് എ കപ്പിൾ ഓഫ് വേർഡ്സ് അബൌട്ട് ഹൗ വി ഹാവ് ഡിസൈൻഡ് ദിസ് മൊഡ്യൂൾ. അപ്പോൾ നമ്മൾ വിൽ ബി ഡൂയിങ് ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ ദിസ് സെഷൻ ആൻഡ് ത്രൂ ദീസ് ക്വസ്റ്റ്യൻസ് നമ്മൾ തിയറി ഡിസ്കസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ മൊഡ്യൂൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്മൾ അത്രയും കെയർഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു മൊഡ്യൂളാണ്. ഓക്കെ, ആസ് യു ക്യാൻ സീ നമ്മൾ ഇന്നത്തെ ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. ഇത് നമ്മൾ ഹൗ വി ഹാവ് സെലക്ടഡ് ക്വസ്റ്റ്യൻസ് എന്ന് നിങ്ങൾ നോക്കും അല്ലെ. നമ്മൾ ഡിഫറെൻറ്റ് സബ് ഹെഡിങ്സ് ആയിട്ട് ഡിഫറെൻറ്റ് ടോപ്പിക്സ് ആയിട്ട് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം ആ എല്ലാ ഇതും കവർ ചെയ്തിട്ടുള്ള പോലെയാണ് ടോപ്പിക്സ് ചൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ടോപ്പിക് തന്നെ ഇവിടെ ഇക്വിലിബ്രിയം ഓഫ് ചാർജ് പാർട്ടിക്കിൾസ്. നിങ്ങൾ സ്ഥിരം കാണുന്ന ക്വസ്റ്റ്യൻസ് അല്ലേ, 2 ചാർജ് വെച്ചു, മൂന്നാമത്തെ ചാർജ് എവിടെ വെക്കണം സോ ദാറ്റ് the 3 are in equilibrium. അല്ലെങ്കിൽ 3 ചാർജസ് വെച്ചു ആൻഡ് ദി തേർഡ് ചാർജ് സ്ലൈറ്റ്ലി ഡിസ്പ്ലേസ്ഡ്, അപ്പോൾ ഇറ്റ് വിൽ അണ്ടർഗോ SHM. അപ്പോൾ ഇങ്ങനെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെ നമ്മൾ കെയർഫുള്ളി ഗ്രൂപ്പ് ചെയ്ത് അതിനെ അങ്ങനെ ഗ്രൂപ്പ് ചെയ്തിട്ടാണ് ഈ മൊഡ്യൂൾ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ യു ഷുഡ് ഡെഫിനറ്റ്ലി ചെക്ക് ഔട്ട് ദിസ് മൊഡ്യൂൾ. ഇതിൻ്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ യു ക്യാൻ ഡൗൺലോഡ് ആൻഡ് save it for future reference and use it. Okay, so that's it from my side about the course. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് മാക്സിമം ബെനിഫിറ്റ് ഡിറൈവ് ചെയ്യാൻ നോക്കും. ഇതൊരു ഫ്രീ കോഴ്സ് ആയതുകൊണ്ട് ഇതിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടെന്ന് വിചാരിക്കരുത്. ദിസ് ഈസ് ഗോയിങ് ടു ബി completely covering every probable questions, and you have to supplement it with the NCERT റിവിഷൻ വീഡിയോസ്. ഇത് രണ്ടും നിങ്ങൾ ഡിലിജൻ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏപ്രിലിലെ JEE അറ്റംപ്റ്റിന് ഒരു നല്ല പെർസെൻറ്റൈൽ തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. ഈവൻ ദോ ഇറ്റ്സ് എ ഫ്രീ കോഴ്സ് യു ക്യാൻ സ്കോർ എ വെരി ഗുഡ് പെർസെൻറ്റൈൽ ഇഫ് യു അറ്റൻഡ് all these diligently. Okay, so thank you and welcome all of you to this session.
Welcome all. Hello children, welcome. Hello. Start ചെയ്യാം. ഓക്കെ, നമുക്ക് മോഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് എല്ലാം റെഡിയാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. അതിൽ ആദ്യത്തെ സാറ് പറഞ്ഞതുപോലെ ആദ്യത്തെ സെക്ഷനാണ് ഇക്വിലിബ്രിയം ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആൻഡ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വൺസ് അഗെയിൻ ഐ വിഷ് യു all success in your examinations. Okay. So let us begin. Hello, hi. Hello, are you fine? Are you there? Please communicate. Okay, let us begin. Two particles A and B having charges 20 microcoulomb and minus 5 microcoulomb respectively are held fixed with a separation of 5 centimeter. At what position a third charge be placed so that it does not experience any electric force? Here there are two charges. In the vicinity of these two charges, if there is any single point where the resultant electric field is zero, that point is said to be the null point or neutral point. That we have studied. At neutral point there is the resultant electric field due to couple of charges would be zero. So field due to this 20 microcoulomb as well as minus 5 microcoulomb in the vicinity somewhere is zero. We have learned that when these two charges are of equal signs, both plus or both minus, then such a point, neutral point or null point, is found to be in between the two charges along the line joining. Along the line joining the two charges, resultant field is to be zero. Why? The field due to one charge is equal and opposite to the field due to the other charge. For example, let me show that. If you have a point here and a charge Q1 here, another charge Q2 here, both the charges are of same sign, say plus. So Q1 has electric field at this point radially outward from Q1 to that point, and that is E1. Field due to Q2 is a point charge. Field due to Q2 at that point is towards left, and that is E2. And these two fields E1 and E2 are, if equal in magnitude also, already you can see that directions are opposite. If they are equal also, then the resultant field at that point would be zero, and that will be the null point or neutral point. But if these two charges are opposite signs, one is plus, the other is minus, the null point or neutral point is found outside the charges, outside the system of charges, but still along the line joining the two charges. Also, students, it must be remembered that the neutral point is close to the one having, please tell me, one having bigger magnitude or smaller magnitude? Yes, it's smaller magnitude. So the null point or neutral point is found to be close to the one having smaller magnitude. The concept is the same used here. We have to identify the neutral point at what distance from any one of these charges. Here we can see these two charges, 5 microcoulomb has smaller magnitude. That's why neutral point will be close to 5 microcoulomb. Let that be here. Let neutral point be close to minus 5 microcoulomb. It is not because it is minus, it is only because it is having smaller magnitude.
So neutral point or null point is close to the charge which is having smaller magnitude. So here is the null point, let it be called NP, null point or neutral point. At neutral point, let that distance be x from the charge minus 5 microcoulomb. Then field due to 20 microcoulomb at that point is to be numerically equal to field due to minus 5 microcoulomb at that point, because the location we have selected, location is there that we know, then the fields are to be numerically same. The field due to 20 microcoulomb, formula 20 microcoulomb is a single charge. Formula for field due to a monopole, 1 by 4 pi epsilon 0, q by r square is used. Okay, as 1 by 4 pi epsilon 0 common to both charges, we do not write. So q1 by r1 square, q1 is 20 microcoulomb divided by r1 is 5 plus x, but square we needed from Coulomb's law, that's equal to 5 divided by x square. Here you can cancel and 4 appears here. Taking square root, we can say that 2 divided by 5 plus x is equal to 1 by x. That implies, let me write here, 2x is equal to 5 plus x. That's why x is equal to 5. That means null point is found at distance x is equal to 5 centimeter to the right of B. So which option would is correct? Can you say which option is correct? Yes, it's the first option at 5 centimeter from minus 5 microcoulomb on the right side. Okay, so the concept used, I am revising. Concept of neutral point. Resultant electric field at neutral point is 0. Another concept or formula used, Coulomb's law. Formula for electric field due to a monopole in electricity, 1 by 4 pi epsilon 0 q by r square. Then we have employed the vector sum of both the fields to be 0. That principle is called principle of superposition. So these all are the principles employed here. Concept of null point is important. I am revising once again. If two charges are of same sign, null point is found in between the charges along the line joining. If two charges are of opposite signs, one is plus, the other is minus, for example, null point is found along the line joining, but outside also null point is close to the one having smaller magnitude. Okay, but if both the charges are equal and opposite, can you answer where the null point is? Can you answer, please? Yes, come on, first. If both the charges are equal and opposite, where do you find the null point? Yes, there is no null point. If charges are equal and opposite, there cannot be any point in the vicinity of both the charges where the resultant electric field is 0. That means no null point. So no null point for an electric dipole. Electric dipole constitute two equal and opposite charges. Okay, like this, we have covered all this in our live, offline or online classes. We do not have enough time for discussing more in such a short duration program. Anyway, we wish all success and moving to the next question. Second one. Two identical positive charges Q, each are fixed at distance 2a from each other. At the middle, another point charge Q0, small m is the mass of it, is placed, yes, at the middle of the two fixed charges, a small displacement along the line joining the fixed charges. The charge Q0 is said to be executing simple harmonic motion. The periodic time of the charge Q0 is, that question was asked in 2022 very recently. The couple of questions that we have carefully selected, as sir mentioned, is not very old questions, all trending questions, all questions that have been asked close to us, 21, 20, 22, like that. Here, two positive point charges Q each. So we have two positive point charges. Let that charges be Q and Q. Distance of separation is 2a and the line joining the two. Let me draw the line joining the two. Middle of the charge. Middle there is another charge. That charge is namely Q0. So this distance is A. This distance is also A. Okay.
you can see now this charge Q slightly displays towards any side. Let that charge be slightly displaced to this side. Now we can see that the charge has displaced through some distance x. When that charge is displaced towards right side, we know the electric repulsion from the right charge plus Q makes it to move leftward. Okay, and that repulsive force will be more than that exerted before. Before it was at the middle, so the force due to both the charges were same, and middle point was the null point. The concept of null point again employed here. If both the charges are of equal magnitude and equal sign, plus plus or minus minus, midpoint will be the null point or neutral point. So here the middle part is the neutral point, so the charge Q0 is at the null point or neutral point. When the charge is at the null point, then no force, no electric force, no net force, so that's in equilibrium. So for testing whether it is in stable, unstable or neutral equilibrium, we can slightly displace it somewhere. If it is slightly displaced towards right, we can see that the charge at the right side exerts more repulsion over that charge, so that that middle charge is placed towards the initial position. That's why we can say that as it is reinstating the original configuration, we can say that the charge is in stable equilibrium. So the two charges are equal in sign, equal in magnitude, and the middle charge slightly displaced to either side, that charge will be reinstating the original state, original configuration, due to which we can say that the charge is in stable equilibrium. In stable equilibrium, that body displaced from its equilibrium or resting place, unstretched state, it comes back to the earlier stage. The same happens here. That's why the charge Q0, when displaced towards right, it experiences more repulsion. That's why when it is left to free, then it moves towards left, as there is a net force. As long as it remains to the right of the middle, the net force is towards left. That's why it accelerates towards left with a variable acceleration. As the distance x changes, as the charge approaches the middle, the force, the net force decreases, so acceleration decreases. When it exactly comes at the middle, the net force becomes zero, acceleration becomes zero. Now its velocity has become maximum, but due to inertia, the charge Q0 overshoots and goes to the other extreme. But on reaching the other side, it experiences more repulsion from the other side, due to which it retards. That means it starts to search for the mean position, search for settling the mean position always, but it cannot. In the absence of any frictional like forces, it can execute simple harmonic oscillations. The periodic time of that oscillation is asked. For finding time period of simple harmonic oscillations, we have to find out the force, net force, accelerating force when it is slightly displaced. So let us take the present case mentioned in the second picture. The charge has been displaced slightly towards x-axis, much less than we assume 2a. Small displacement is mentioned, so I assume that x is much less than 2a. Then what is the net force acting on that charge Q0 when it is slightly displaced to the right? The net force will be mass times acceleration, and acceleration equal to net force divided by mass. That is net force divided by mass. What is the net force acting on Q0? From Coulomb's law again, first question we have revised it. 1 by 4 pi epsilon 0, 1 by 4 pi epsilon 0, Q1, Q2, that is QQ0. And that QQ0 product is a common factor. 1 by 4 pi epsilon 0 is also common factor. Okay, into 1 by, what is this distance, radial distance between Q and Q0? That is A plus X. This total distance, students, hope that you have find A plus X. So A plus X whole square. A plus X whole square minus 1 by A minus X whole square. Okay, you try to solve this. A equal to QQ0 divided by 4 pi epsilon 0 m into taking LCM in the denominator. A plus B whole square, A square
minus b square format, you can write a plus b into a minus c is a square minus b square, so that a square minus x square whole square numerator, it comes out to be what? It should be, when taking LCM, here comes a square minus a square, here comes plus a square, get cancelled. Here comes minus x square, here comes plus x square, gets cancelled. So only middle terms get added up. Here middle terms come 2ax, that here comes minus 2ax, here middle term is minus 2ax, so minus 2ax plus minus 2ax is minus 4ax. Supply this condition that x is much less than 2a, so neglect x. When comparing with a, x is negligibly small, so a is equal to q0 divided by 4 pi epsilon 0 m into 4a, minus sign also is there, into x divided by, x is neglected, so a square is whole square is a raised to 4, that is a is equal to minus 4 q0 divided by 4 pi epsilon 0 m a cube, and that is times x. And this is the standard equation for simple harmonic oscillations that we have learned. Acceleration of simple harmonic motion, it follows a differential equation, a is equal to minus omega square x. Omega is the angular frequency of that small oscillations. That's why it is a proof that it executes simple harmonic oscillations about the mean position along the axis. When both the charges are of equal magnitude and equal sign, the charge is at the midpoint, that is also positive. All the charges are of same sign, then it can execute simple harmonic motion along the axis with angular frequency omega equal to square root of 4 q0 divided by 4 pi epsilon 0 ma cube. This 4 gets cancelled. Then time period t is equal to 2 pi divided by omega, that is 2 pi divided by omega, that is pi epsilon 0 m a cube. Now this 2 comes inside, becoming 4 inside the root, pi comes inside, so becomes pi square into pi becomes pi cube. So 4 pi cube epsilon 0 ma cube by q0 cube. So correct option is A. First option is the right one. Hope that students, hope that you are clear with this. If any queries, you can raise there in the chat box. Okay, so the concept I am revising. Here two positive charges q and q. Null point is at the middle of the line joining the two. Another charge introduced at the middle of the line joining the two. That introduced charge is at the neutral point, so that is in stable equilibrium for any displacements along the axis of the charges. Okay, but the same charge, if you disturb perpendicular to the axis of the charges, what happens to that charge? That charge will never come back to the resting place, so that is in unstable equilibrium. For this same charge q0 is in unstable equilibrium for any small displacements along the perpendicular bisector to the axial line of these two charges. Okay, and simple harmonic oscillation condition, acceleration equal to minus omega square x, time period 2 pi by omega, acceleration is equal to net force by mass, principle of superposition, concept of null point, concept of equilibrium, stable equilibrium, all that concepts we have covered within this short time. We'll be moving to the next one. Third question, also similar one, so I can do it fast. Two electrons are fixed at distance 2d. Third charge proton, third one is a proton. See the difference? Two electrons. See how carefully we have selected the questions, so that you can have a clear concept regarding this. There's a continuity for all these questions. So don't miss the forthcoming classes also. Please continue with us. Two electrons each are fixed at distance 2d. A third charge proton placed at middle is displaced slightly by distance x. X is much less. X is much less than 2d. Perpendicular to the line joining the two fixed charges, proton will execute simple harmonic motion. Okay, here the two charges are electrons, E minus, E minus, and the line joining the charges. Then
middle a charge proton, protonic charge is E plus. For any small such displacement along the perpendicular bisector, let that electron be displaced upward. Let that electron be displaced upward. E plus is here now. The distance is x. So that will experience their net force downward because of attraction from both the charges. Let this force be F. This force is of also F. That's why that charge will accelerate downward. When it reaches equilibrium, its acceleration is 0, force 0, velocity maximum, kinetic energy maximum, potential energy minimum, all that concepts. Okay. Now, what's the net force acting? What's the net force acting on that? Net force is, if this angle is theta, due to symmetry, this is also theta, the point is the midpoint. So that would be the 2F cos theta is the net force. That's equal to Ma. If M is the mass of that charge, that is proton. Mass of proton is, let it be M. That's given. Charged particle, that's proton. Mass of charged particle, proton is M. So Ma equal to 2F cos theta. So that A is equal to 1 by M times 2 into F cos theta. What is F here? F is the force between these two charges. Let this distance be x. This distance is d. This one is also d. Total distance is 2d. Let this distance be r. Radial distance between that charge E plus and E minus. Radial distance is small r. So F is 1 by 4 pi epsilon 0. Q1, Q2. Q1, Q2. E into E. E square with a minus sign. One is plus, other is minus. 1 by 4 pi epsilon 0. Q square divided by R square. Into, what is cos theta? Cos theta from this right triangle is adjacent by hypotenuse. So students see cos theta equal to x divided by r. So x divided by r. So A is equal to minus E square divided by 2 pi m epsilon 0 x divided by r cube. But we know r is equal to, from Pythagoras theorem, r is equal to square root of x square plus d square. That's why r cube is x square plus d square all raised to 3 by 2. Okay, and for satisfying this condition, x is much less than 2a or 2d. You can neglect x so that a is equal to minus e square divided by 2 pi m epsilon 0 d cube times x. So here also acceleration proportional to minus x, because one which is given in the bracket is a constant. Mass of the charge, small d, epsilon 0, charge on electron, all these constants. So omega equal to square root of e square divided by 2 pi m epsilon 0 d cube, hence periodic time O. Omega itself is asked. Simple harmonic motion omega. Omega equal to square root of e square divided by 2 pi epsilon 0 m 2 pi epsilon 0 m d cube. So option C is the correct answer. Here E, I have made E, but that is Q written there. So E square you can replace by Q square, right? Hope that is also clear. Same concept. Next one. Two identical tennis balls, each having mass m and charge q, are suspended from a fixed point by threads of length L. What is the equilibrium separation when each thread makes an angle theta with the vertical? Okay, here also see the concept of force, how it comes out here. Let this be the vertical, and here is the thread carrying a bead, thread carrying a bead. Okay, here one more thread is there, one more thread is there carrying an identical bead, carrying identical bead. Each beads are of charge q and mass m, q and mass m. As the beads are under repulsive force, they will move away, they will diverge from themselves due to the mutual interaction, and this half angle here observed to be theta. Then this distance of separation between the charges we do not know, let this be taken as x.
x be the distance of separation. That is asked here. What is the equilibrium separation when they repel each other and in divergent consistency stage? When they become consistent in equilibrium after repulsion, the separation, let it be x. The separation is asked here. X is asked. Let L be the length. Then this part length is x by 2. In such a case, we use tangent law. Okay, tangent law says that tan theta is equal to horizontal force acting on that mass divided by its weight. The condition for application of this tangent law is that this PD is acted upon by the electrostatic repulsion towards right, weight towards vertically down. Now three forces are simultaneously acting at that point charge, and that forces are electrostatic force, tension through the suspended string, weight mg. Among these two forces F and mg are perpendicular to one another, and the third force makes an angle theta with the vertical. Third force makes an angle theta with the vertical. This angle is also theta. Then that angle tan theta is equal to ratio of horizontal as well as vertical forces, tan theta equal to F by mg. Okay, this we have done by resolving tension and making two linear equations and taking ratio. We got this. Anyway, you by heart this one, tan theta equal to F by mg, we can employ here. Here tan theta from this right triangle is x by 2 by L. Tan theta is close to sin theta as this angle is mentioned to be small. So small angle approximation. Sin theta close to tan theta if angle theta is 2 less, especially when much less than 10. Here theta is 2 less, so tan theta can be written as x by 2L. That is x by 2L is equal to F by mg. F is the electrostatic force between these two charges, which is 1 by 4 pi epsilon 0 q1 q2 q square divided by distance square, and that distance is x. Okay, divided by mg, don't forget to write mg. Then we need x. Then we got x cube as 2L q square divided by 4 pi epsilon 0 mg. Then x will be the cube root of the same, q square L divided by 2 pi epsilon 0 mg, all raised to 1 by 3. So it should be all raised to 1 by 3. Then q square L square, q square L. So cannot be this, q square L divided by 4 pi epsilon 0 mg. So this 2 can get cancelled. So q square L by 2 pi epsilon 0 mg, 2 pi epsilon 0 m square g, it cannot be. So only this possibility. But here the problem is that due to some mistake, it's written as 1 by 2, careless mistake. The question, some mistakes, that's 1 by 3. 1 by 3. It should be 1 by 3, right? Otherwise, it should be a bonus. Then correct answer is this. You can make a note of it. Hope that it is also clear. The concept is tan theta equal to F by mg, tangent law. Tangent law has a very good number of applications in various situations. Like this, when three forces are simultaneously acting at a point, keeping it in equilibrium, the third force makes an angle theta with the vertical. If the other two forces are right angle, then tan theta equal to horizontal force by the vertical force. Going to the next one, 5. Uniformly charged ring of radius or electric field on its has largest magnitude at distance h. From its center, the value of h is, we know, electric field due to a charged ring. Electric field due to a charged ring. Electric field due to a charged ring along its axis. This is the axis of the ring, and the radius of the ring. The charge on the ring is not mentioned. Let it be capital Q, and capital R be the radius, O be the center 0, X be the distance to that point where we need to find the electric field. The resultant electric field is along the line joining center of the ring, charged ring, and that point. And that electric field E is given by K Q X divided by R square plus X square, all raised to 3 by 2. Let me tell how we have established this relation in a short time.
let this radial distance be r. Divide this total charge capital Q on entire periphery of this ring into numerous number of charges. One among them may be dq. We are going to use Coulomb's law. And dq is assumed to be a point charge. So what's the formula for electric field at this point due to point charge? dq. And that is radially outward dE. Let that make an angle theta. Then dE can be written as 1 by 4 pi epsilon 0 means k. 1 by 4 pi epsilon 0 dq divided by r square. K dq divided by r square. Okay. And that is dE. Like that, there are numerous number of dq's all over the periphery, 2 pi r, periphery of the charged ring. All that fields have dE like this, forming a cone, right circular cone. Resolving dE into rectangular components, you get dE cos theta. dE cos theta along the radial direction, outward direction, mentioned here along the axis, and dE sin theta cancelling each other due to all the other dE's. All the dE's will cancel mutually due to dq's, d sin thetas. D cos thetas get added. That's resultant field E is equal to integration of dE cos theta. Integration of dE cos theta. dE is k dq divided by r square cos theta. Here theta, so this is also theta. Cos theta x by r, so x divided by r. That is E is equal to k into x divided by r cube, as earlier can be written as r square plus x square all raised to 3 by 2 times x. Okay, x I have written already. That's the resultant field. K integral dq becomes q. So k qx divided by r square plus x square all raised to 3 by 2. Okay, at x equal to 0, we know at x equal to 0 field is to be 0. Field at center of charged ring is 0. Field at center of the charged ring is to be 0. Okay, now what happens field at infinity? Okay, field at infinity also it should be 0. At infinity field is 0. So field at center 0, field at infinity 0. Then everywhere field 0, then what is the use of it? It cannot be. That's from center to infinity, the field should increase. It cannot decrease because minimum is 0. So field is to increase. Then it's our choice to find the location along the axis from the center, at what distance the resultant field due to the entire charged ring happens to be its maximum. Okay, for which let us take logarithm on both sides. Log E is equal to log kqx minus 3 by 2 times log r square plus x square, while taking logarithm on both sides and take derivative. Sorry, take integration log E 1 by E dE, that is dE divided by E equal to 1 by kqx into kq, that is 1 by x minus 3 by 2 times 1 by r square plus x square into 2x, 2 gets cancelled. Okay, where the field has its maximum value, its change in electric field should be 0. dE should be 0. We have taken the first derivative. First derivative of log x is 1 by x. So log E 1 by E dE. Log kqx 1 by kqx into kq. Kq gets cancelled. Then minus 3 by 2 times log r square plus s square 1 by r square plus s square into 2x. Then 2 gets cancelled. When electric field has its maximum value, dE becomes 0. So this part becomes 0 if at that x value field is maximum. That's 1 by x is equal to 3x divided by r square plus x square, so that x is equal to r by root 2. So at x equal to r by root 2, field has its maximum value. That's very important question. So field at center 0, at infinity 0, going from center to infinity, field first increases, becomes maximum, then decreases. That's very important. At x equal to r by root 2, the field has its maximum value. You can substitute x equal to r by root 2 to get that magnitude of the field. Let us move to the next one.
an oil drop of radius 2 millimeter with a density 3 gram per cc held stationary under constant electric field in Millikan's oil drop experiment. What is the number of excess electrons in the oil drop? Consider G equal to 9.81. It was a question asked in 2021, recently, very recently. The concept of equilibrium. Constant electric field, uniform electric field. Oil drop has mass. Due to gravity, it has weight, mg. The held stationary means it is in equilibrium. It's at rest. Static equilibrium. For establishing static equilibrium, the net force should be 0. Here there are two forces. One is electric as well as gravitational. These two forces are to be equal in magnitude and opposite in direction. So that, let us write, students, mg is equal to qe. But mass is not given, in place radius is given. So convert mass of sphere is equal to 4 by 3 pi r cube rho, volume into density, into g is equal to q. Q is equal to, from quantization of electric charge, we have learned charge can be the integral multiple of basic unit of electronic charge. That is, Q is equal to n times electronic charge into capital E. Capital E is the electric field. So n is equal to, we can substitute and get the numerical substitutions you can carry. Then answer you can see, find the answer to be 1.73 into 10 to the power 10. Numerical calculations you do not skip, because we have time very precious. We have only covered 6 questions. The concept wise will be more concentrating. So you try to find out this, applying this concept. Weight is equal to electric force. When weight is equal to electric force, the system is in equilibrium. Okay, a similar question was asked in 2019 JEE advanced also. Okay. Gauss's law applications. The next one is very important. Title you can see, Gauss's law application questions. Line charge, plain non-conducting sheet, all that. Electron revolving around infinite cylindrical wire having uniform linear charge density lambda. Uniform linear charge density. Circular path under influence of attractive electrostatic field. It's a uniform positive line charge density. Electron carries negative charge. So there is an attractive force field between the two, due to which electron can undergo circular path, move circular path. Okay, getting the necessary centripetal force. So the necessary centripetal force is supplied by the electrostatic attraction between the line charge as well as the electron. Assume it as an infinite line charge. Yes, it's given. The concept used, electric field due to infinite line charge 2k lambda divided by r. Electric field varies inversely with the radial distance. Lambda is the line charge density, k is electric constant. Now, when that electron moves along this circular path of radius r, it is acted upon by centrifugal force, which is radially outward. That centrifugal force is mv square divided by r. Centrifugal force, which is a pseudo force in rotating frame. And that centrifugal force is counteracted by the electric attraction. Thereby, that electric attraction happens to be the centripetal force. So that electric attraction is electric force between the two. And here charge density is plus lambda. The field at this site is radially outward, and that field is E equal to 2k lambda by r. So the electric force on electron, as it is negative, the force is towards left, and that electric force is E. So we can say that electric charge into electric field is equal to mv square divided by r, and electric field is 2k lambda by r. 2k lambda by r is equal to mv square by r. So that we can write V, r gets cancelled, square root of 2e k lambda divided by m. Square root of 2e k lambda divided by m. You can carry out the substitutions, data given, lambda, linear charge density given, k value you know, 9 into 10 raised to 9,
Then mass of electron n to the power minus 31, m is the mass of electron. E charge on electron, that you know, 1.6 10 to the power minus 19 coulomb. Then only that substitution you will get 8 into 10 to the power 6 meter per second. So here is an integer type, numerical type question, and the answer is 8. Into 10 power 6 multiplier is given, so answer goes to be 8. So correct answer is 8. The concept used is already discussed. Net force, electrostatic force acting on the electron is EE, which is the counteracting force against the centrifugal force. So centrifugal force is equal to electrostatic force. So that electrostatic force is called centripetal force. Next one, question 8, again based on Gauss's law. Cube is placed inside an electric field. Electric field is not a constant. It's 150 y square. Electric field is given 150 y square j cap along y axis. The side of the cube is given to be 0.5 meter and is placed in the field as shown in figure. Some word is missing there. Shown in the figure. It should be there. Is shown in the figure. Sorry, shown in the figure. Then inside the cube, the charge enclosed inside the cube. So this should be written, please, not charge enclosed inside the cube is. Okay, we can apply Gauss's law, states that total electric flux through any closed surface is equal to charge enclosed divided by epsilon 0. So Gauss's law states that total electric flux through any closed surface is equal to charge enclosed divided by epsilon 0. Please. Total electric flux is charge enclosed by epsilon 0. So charge enclosed equal to epsilon 0 times the flux. Charge enclosed by epsilon 0. Total electric flux. Electric flux is equal to charge enclosed by epsilon 0. Okay, here we know electric field is along positive y-axis. Electric field is along positive y-axis. And at y equal to 0, electric field equal to 0, because electric field varies parabolically with y. E proportional y square. So when y equal to 0, E equal to 0. So E and y vary quadratically. EY graph is a parabola, symmetric about E axis. So y 0, E 0. When electric field is 0, there is no flux. That's why there won't be any flux through the lower shaded portion. This no flux, no flux. Also this sides, other 4 sides, 4 vertical sides. Electric field, as it is along y-axis, electric field is moving grazingly. Electric field is passing grazing. Electric field grazes the vertical walls. That's why there is no flux through the vertical walls. But the lower flat ground, lower flat base, their chance of flux is maximum, but there is no field, because it's given that at y0 field is 0. That's why no flux there, but the chance of flux is only at the top surface. So here flux is not 0. What is a flux? Flux equal to field multiplied by area into cos theta. Here theta 0 because field and area vector are in same direction. Field vector is upward, area vector is also upward, area vector is perpendicular to the surface. That all we know. That is flux is equal to field into area. Field is 150 into y square. Y is the distance from origin to that vertical distance, or y coordinate. Y coordinate is to be the side of the cube, because the base corner, lower back corner of the cube is at the origin, close to the origin, right? Then the y coordinate is to be 0.5. So 150 into y square will be 1 by 4. Y is 0.5 means 1 by 2. Y square is 1 by 2 square, 1 by 4. For getting flux, we multiply field and area. Area, side 0.5. So area will be 0.5 into 0.5. 1 by 2 into 1 by 2. Yet another 1 by 4 comes. So 150 into 1 by 4 into 1 by 4. So total flux is 150 by 16. So total flux
through the entire cube is only 150 by 60. That is, charge enclosed is equal to total electric flux is 150 by 16 times epsilon 0. Okay, you can find answer is option A. Calculate epsilon 0, substitute and get 8.3 times 10 power minus 11 coulomb. So once again, Gauss's law states that the total electric flux through any closed surface is given by 1 by epsilon 0 times charge enclosed. Question number 9. The figure, again Gauss's law application, very large plain sheet of positive charges is shown. P1 and P2 are 2 points at distances L and 2L at different distances. We know charge sheet, uniformly charged sheet has electric field sigma by 2 epsilon 0. So electric field due to a very large insulating sheet having surface charge density sigma is given by sigma by 2 epsilon 0 normally. The vector notation, it can be written n cap. N cap is the unit vector perpendicular to the plane of the sheet. If the sheet is in YZ plane, field is along x-axis. If the sheet is in XY plane, field is along z-axis. Field is normal to the surface, and the magnitude, it does not depend on the distance. Magnitude, see, does not depend on distance. Electric field independent of the radial distance. As you move away and away from the infinite sheet of charge, as more number of charges are in the field of view, the effect of more number of charges in the field of view cancels with the distance effect. That's why the field does not depend on the distance. That's a genuine relationship between field and distance. Field does not depend on distance. Okay. Now, then the answer we can easily select at P1 and P2. Even though they are at different distances, fields are remaining same. So E1 is to be E2. E1 is to be E2. E1 equal to E2 only in two options. E1 equal to E2, both equal to sigma by 2 epsilon 0. That's why option C is the right choice. Move to the next one. Question number 10. Let another similar one. Sigma be the uniform surface charge density of two infinite thin sheets electric field in region E1, E2, E3 are respectively. So two sheets each having surface charge density sigma. So surface charge density of first sheet sigma, surface charge density of second sheet also sigma, both plus sigma if minus answer is different. So divided into three sections, 1, 2 and 3. We can see that the field due to the one left plate radially outward, everywhere radially outward, radially outward. Field due to the second plate radially outward, radially outward, radially outward. Outward has both positive. Then let us find out resultant field. Resultant field due to both the sheets in between is to be 0 because both the fields are of equal and opposite. Field due to surface charge density sigma given by sigma by 2 epsilon 0. So sigma by 2 epsilon 0 minus sigma by 2 epsilon 0 becomes 0. And here it becomes sigma by 2 epsilon 0 plus sigma by 2 epsilon 0. That is sigma by epsilon 0. But that is in the negative x direction. Here it should be in the positive x direction when you add, so sigma by epsilon 0. So what should be the correct answer from the options? Anyway, middle one, E2 is to be 0. E2 0, so A cannot be. E1 cannot be because E1 is sigma by epsilon 0. So this also cannot be. So only option C is the right option. C is correct. Okay. You know that also you have learned if these charges are of equal and opposite surface charge densities. One is plus sigma and the other is minus sigma. What happens, students? One is plus sigma and the other is minus sigma. The resultant field in between becomes sigma by epsilon 0 and resultant field outside 1 and 3 it becomes 0. And that called a parallel plate capacitor where no electric field outside, electric field is only inside. And you know that energy in a parallel plate capacitor is stored in the electric field. So energy is stored only in between the plates. The valuables are always securely kept inside. That's why the field inside
stores energy, outside no energy stored. That's the advantage of a parallel plate capacitor. Next one. 11th one, again from Gauss's law. If a charge Q is placed at the center of a closed hemispherical non-conducting surface, the total flux passing through the flat surface would be. It's a very important question. These years, this asked in mains as well as advanced. Last year, advanced also, the similar question was asked. I will tell you, this was asked for mains in 2022. Here, the charge is at the middle. It's a non-conducting hemispherical surface. The total flux passing through the flat surface of this body. In such a case, you cannot readily apply Gauss's law. In such a case, you can't readily apply Gauss's law because it's not symmetrical. It's not symmetrical. It's completely asymmetrical for that charge. For making it symmetrical, bring another identical hemisphere down to that and paste it there. Now this charge has come at the middle. Now you can apply Gauss's law and you can easily tell that the total flux emerging through the entire surface of this sphere is Q by epsilon 0. So total flux is Q by epsilon 0. That's flux through the upper hemisphere Q by 2 epsilon 0. Flux through upper hemisphere Q by 2 epsilon 0. Flux through lower hemisphere Q by 2 epsilon 0. So Q by 2 epsilon 0 plus Q by 2 epsilon 0 equal to Q by epsilon 0. That's what's Gauss's law. The total flux emerging from any closed surface is given by Q by epsilon 0. And that's the sum of 2 Q by 2 epsilon 0s. The upper one is Q by 2 epsilon 0, lower one again Q by 2 epsilon 0, right? Now what is asked here? The total flux passing through the flat surface only. Total flux passing through flat surface. Okay, whatever surface you have imagined here, you just delete that. It is irrespective of whether the surface was a spherical, whatever surface, but it should be, the choice is that it should be a closed one, suggested by Gauss's law. And here this part is a flat one also, it doesn't mind. Maybe it may be a membrane, it may be a membrane, rubber membrane, something like that, soap bubble. Okay, whatever, the flux will be Q by 2 epsilon 0 itself. So flux through the hemisphere is Q by 2 epsilon 0. Okay, now here I choose a small hemisphere of different radius. Q by 2 epsilon 0 is the flux through the flat surface and also flux through the lower hemisphere. Okay, now I am changing this question asked last year, JEE Advanced. And that was like this. It's just looking like an ice cream cone with a scoop of perfect hemispherical ice cream at the top. And it was asked last year, JEE Advanced. Very simple question. Now, the flux through the upper hemisphere, Q by 2 epsilon 0. Flux through the lower conical surface is also Q by 2 epsilon 0. Whatever shape, that doesn't matter. It should be a closed one. Hope that it is clear. So the answer is Q by 2 epsilon 0 is the flux through the flat surface. Flux through hemispherical surface also Q by 2 epsilon 0. Next one, again Gauss's law. This was asked in 2023 mains. Cuboid of dimension 2L, 2L, the similar pattern is followed. Similar pattern, a cuboid. Let me try to make one. A cuboid of side L, 2L by L, 2L by L. Okay, I'm showing the vertical side to be of length L. So this is L and the other is 2L, approximately correct. Diagram is not a perfect one. Okay. So this is 2L, 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 and this one is L, and it's a cuboid. Okay, the charge kept at the middle of where? Surface S of area 4L square, any one of that. Two surfaces are having 4L square area, top and bottom. What is the flux through the opposite face? You cannot readily apply Gauss's law. What you have to do is that
you have to keep another identical cuboid just above this one, keeping the proposed charge Q at the middle of the new body, which is a cube of side 12. Hope that is clear. You just place another identical one, another identical box, cuboidal box, just above this, so that the charge Q is at the exact center of a cubical box of side 12. Okay. So another identical one. Let us try another identical one. Is kept like this. Okay, I have tilted slightly for understanding, that is a different one. Now, here this charge is at the middle of a cube of side 12. Now, total flux through all the 6 phases of the cube is Q by epsilon 0. What is the flux through each phase? Q by 6 epsilon 0. Because charge is at the middle. Charge is inside. If charge is inside anywhere, total flux remains Q by epsilon 0. As charge is at the middle, flux through each phases should be same. And that is Q by 6 epsilon 0. So flux through the lower phase, which is the opposite phase mentioned in the question, is what? Q by 6 epsilon 0, and that is the right choice. So very good question. Concepts questions, very important. Let's move to the next one. 13. Shown in the figure are 2 point charges plus Q and minus Q inside the cavity of a spherical shell. The charges are kept near the surface of the cavity on opposite sides of each of the shell. If sigma 1 is the surface charge on the inner surface and Q1 net charge on it, sigma 2 surface charge on outer surface and Q2 net charge on it, then the basic concept is electrostatic induction. It can be explained in different ways. Let me try to explain in a simple way. Here is a spherical shell. 2 charges plus Q and minus Q. Plus Q above, minus Q below. Plus Q and minus Q. This plus Q when brought, that brings about minus Q at the inner surface and plus Q at the outer surface as induced charges. This minus Q when brought here, that brings a plus Q here and minus Q here. So what is the total charge? What is the total charge on the inner surface of this shell? That is plus Q minus Q becomes 0. Similarly, outer surface plus Q minus Q becomes 0. So total charge is 0. So charge Q1 equal to 0. Q1 is the charge on inner surface due to both the induced charges, 0. Q2 is the charge, total charge present on the outer surface, that is also 0. Okay. Then surface charge densities are also 0. Charge enclosed, charge divided by surface area, it should be the charge density. So sigma 1 0, sigma 2 0, Q1 0, Q2 0. So all 0. Sigma 1 0, sigma 2 0, Q1 0, Q2 0. So fourth option is the right answer. It's a very good question, but simple one. It was asked in online mains examination 2015. Then this can also be explained like this. You can imagine a Gaussian surface surrounding this. Okay, and we know the net charge. Imagine a Gaussian surface here. Net charge enclosed within Gaussian surface is 0. Charge enclosed is equal to 0. As charge enclosed is equal to 0, the flux is also 0. No flux comes out of it. No flux goes inside. As net flux is 0, net electric flux 0, charge enclosed also should be 0. So no charge enclosed, no net charge enclosed. Hence, there is no surface charge density produced on any one of the surfaces. No charges accumulate. That also the possible way. The next one, an electric dipole of moment P equal to
minus I minus 3J plus 2K into 10 to the power minus 29 coulomb meter at the origin 0, 0, 0. Electric field due to this dipole at R is equal to plus I plus 3J plus 5K. It's given. Something is mentioned in bracket that not R dot P equals 0. That is, dot product of the position vector and dipole moment is to be 0. Okay, that's 0, but the students may not see that. Okay, that concept is to be applied here. Okay, most of the students may not see that dot product is to be 0. Is 0 there? Let us check it out. Dot product of P and R. Minus 1 plus 1. Minus 1 product. Minus 3 plus 3. Minus 3 take product. J dot J1. I dot I1. Minus 1 into 1 minus 1. Minus 3 into plus 3. Minus 3 into plus 3. It should be minus 9. It should be minus 9. Minus 9. Then plus 2 into plus 5 is plus 10, and that difference is 0. On taking the sum, you get 0. So R dot B 0 means what? Dot product of two vectors is 0. Two orthogonal. The vectors are orthogonal. That means they are at right angles. So vector R is perpendicular to vector P. Vector R is perpendicular to vector P. So if vector P is along this line, vector R is along this line. What do you mean by that? The position vector of that particle, that point, at that point is perpendicular to dipole moment vector. Dipole moment vector is directed from minus q to plus q. Say the dipole is this, and that is moment directed from minus q to plus q. Then that point will be at right angles. At origin, it was at origin, dipole was at origin. So this is the origin. This is y-axis and this is x-axis. And that point clearly is at this point. The dipole moment vector is towards right. Position vector, it should be this one. So this angle is 90 degree. That means that point lies along the angle bisector of the axis of dipole. We know at any point angle bisector electric potential is 0 and electric field is anti-parallel to the moment. Electric dipole moment is towards right. Electric field along bisector line, along equatorial line is against the dipole moment vector. So angle between vector E and vector P is 180 degree. Vector P is along x-axis, vector E is along negative direction of x-axis parallel to it. So electric field is anti-parallel to P. So electric field vector will be anti-parallel to vector P. It should be then possible options can be selected. Dipole moment is minus I minus 3 plus 2. So it should be plus I plus 3 minus 2. Plus I plus 3 minus 2. So option C is the only one possibility there. So electric field vector is anti-parallel to dipole moment vector. Electric field vector is anti-parallel to dipole moment vector. Students, hope that you are clear with this idea. Then moving to the next one. Question number 15. An electric dipole is formed by two equal and opposite charges Q with separation small d. Charges have same mass M. It's kept in uniform electric field, slightly rotated about the equilibrium, then angular frequency is. You know that when an electric dipole is kept in uniform electric field, it experiences no net force. Okay, if that electric field does not vary with the time or position. The constant electric field, uniform electric field, dipole experiences no net force, but it is likely to experience a net torque when that dipole is kept crossed in the field. Let me explain with a suitable diagram. Suppose the uniform electric field is mentioned like this. Uniform electric field. In this uniform electric field, how to signify uniform electric field? Uniform electric field, at every points on the field lines, if you draw tangents, that tangents are to be parallel to one another. Tangents are to be parallel to one another. Here all straight lines, there is no confusion. Field lines per unit area is to be constant. It should not vary with the time.
Now I have an electric dipole inclined like this, whose moment vector is given by this arrow mark. Minus q and plus q are the charges. And dipole length, charge with separation given small d. We know dipole moment vector p, whose modulus is the product of either of the charges and dipole length. Here dipole length is written as dipole separation, charge separation, dipole length is given small d. Okay. Now the angle between moment and field is theta. Now it experiences a torque tau is equal to Pe sine theta. Okay, for small angle, for slight is given, it's slightly rotated about equilibrium. So angle theta is very small. So that we can say that this is Pe theta. Need not write sine theta, small angle approximation. For small angle, 1 degree, 1 minute like that. Torque tau is equal to I alpha. As this alpha is against angle theta, we can put a minus sign. This acceleration, angular acceleration, is the restoring acceleration. So alpha equal to minus Pe divided by I theta, again compared with omega. Omega root of Pe divided by I. Then omega equals square root of, what is dipole moment? Qd. Electric field E divided by I. I is slightly misleading. I is not current. I is the moment of inertia of the system. In this dipole, two charges have masses. Okay, that's why they have, when in this given situation, there's a rotational effect. So this rotational inertia comes significant. It rotates, it has a rotating chance about its center. When it is slightly displaced anti-clockwise direction and left, it moves clockwise and passes through the mean position and overshoots due to inertia. And it continues oscillating like this back and forth with some angular frequency root Pe by I. Here m is the mass of those charges. So moment of inertia I is equal to m into distance square. Distance from axis to that mass is d by 2. So m into d by 2 whole square is the moment of inertia of one mass into 2, because two such are there, because oscillates about the center. Moment of inertia of a single particle is mass times square of perpendicular distance, mr square. That's employed here. M into d by 2 whole square. D by 2 is the radial distance between the axis and that mass. So two masses are there, so multiplied by 2. That is md square by 4 into 2. That is md square by 2. Substituting. Moment of inertia, m d square divided by 2, and 1d gets cancelled. So omega equal to square root of 2qE by md. Square root of 2qE by md. Option A is the right choice. All the other options are also slightly confusing. From this you can also figure out 2 pi root of I by Pe. Time period 2 pi root I by Pe. The periodic time. Frequency f is equal to omega by 2 pi. That is 1 by 2 pi root of Pe divided by I. So frequency, angular frequency, periodic time. All these are relevant. Repeating, when a dipole is kept in uniform electric field, it experiences no net force, but it is likely to experience a net torque, which is given by Pe sine theta. When the same dipole is displaced slightly about its resting place, when it is in stable equilibrium. Stable equilibrium means when theta equal to 0. Theta equal to 0, dipole will be aligning with this electric field. The axis of the dipole moment will be parallel to electric field. Then theta 0, if theta is equal to 0, what happens to the dipole? Dipole is in stable equilibrium. Now disturb that dipole from dipole moment slightly about that axis, then it comes back to the earlier stage. Okay, and that executes simple harmonic oscillations, and that already proved because this is a differential equation, making sure that the body executes simple harmonic oscillations, and omega, time period, all that we have found. Next one, 16. Question number 16.
A point charge Q is brought. A point charge Q is brought in an electric field. A point charge is brought in an electric field. At a point near to the charge may increase if the charge is positive. A point charge brought in electric field. That's the first statement. A point charge is brought in an electric field. At a point near to the charge may increase if the charge is positive. An electric dipole placed in non-uniform electric field, net electric force on the dipole will not be zero. If an electric dipole is placed in non-uniform electric field in the sense, if it is in the sense that everywhere electric fields are of different magnitude and directions, then net electric force on the dipole will not be zero. Is a wrong will not be zero. Yes, it can be zero if the electric field is uniform. If it is non-uniform, net force will not be zero, so that should be correct. So the second statement should be correct one. A point charge is brought, first statement is not clear, but a point charge is brought in an electric field at a point near to the charge may increase if the charge is positive. It may be indicating that the electric field near the point charge, the field strength is more. When you move away from the point charge, the field strength is less. Okay, at a point near the charge, electric field may increase if charge is positive. If charge is positive or negative, strength of electric field will be more when that point is close to the charge. Okay, but then some word is missing there. Anyway, I will make you clear if this question is like this. If a charge Q plus Q, if you have a point P here, electric field at this point P is less when it is far away and is more when it is close. So P1 and P2, electric field and 1 is greater than electric field of at 2. Okay, if it is irrespective of whether charge is positive or negative. So that may be the meaning. A point charge is brought in an electric field. At a point near the charge may increase if the charge is positive. Or sometimes it may be meaning that if another charge Q is brought here at a point near, this charge has a field like this and this charge has a field like this. So near this charge the field has a reduced magnitude. Okay, then at this point, some other point here, but the charge when brought here, the field due to this one is towards the right. Field due to this one is also towards the right. So at the far away point, field is more. So electric dipole, point charge is brought in an electric field at a point near the charge may increase if the charge is positive. If this charge is positive, okay, then that increase means that is meaningless because that decreases. At the other side it decreases, right? Other side it increases, near side it decreases, right? So it should be the first statement false and second statement true. Should be the correct answer. Going to the next one. An electric dipole of moment given 6 into 10 power minus 6 coulomb meter placed in uniform electric field 1.5 10 to the power 3 Newton per coulomb in such a way that dipole moment is along the electric field. The work done in rotating the dipole by 180 degree in this field will be in millijoule. What millijoule? It's a numerical type question asked in 2023. Okay, dipole when placed in stable equilibrium, its potential energy is minimum. Okay, when placed in unstable equilibrium, its potential energy is maximum. So let me tell you that once again, the concept as we have studied before. Uniform electric field is here and electric dipole placed like this. Okay, making an angle theta. When this dipole is like this, you can see here, theta 0, stable equilibrium. Stable equilibrium means theta equal to 0, moment parallel to field. Electric field and dipole moment are parallel to one another. Theta 0, torque equal to 0, potential energy is minimum. Potential energy of dipole in external uniform electric field is given by minus Pe cos theta or U equals minus P dot E.
So theta 0, torque 0, potential energy minimum, and minimum potential energy is minus PE. Minimum potential energy is what? Minus PE. Torque 0, potential energy minimum is minus PE. Okay. Now, the dipole when inclined like this, theta becomes 90. Theta 90, potential energy becomes 0 and torque becomes maximum. When theta equal to 180 degree, field is anti-parallel to the moment. What happens to the potential energy? Potential energy becomes maximum, that is minus PE into cos 180, that is minus PE into minus 1, that is plus 2 PE. So potential energy is maximum, but in stable equilibrium potential energy minus PE, unstable equilibrium potential energy plus PE, and that is maximum. So here asked what is the work done in rotating dipole by 180 degree in this field when it was in stable equilibrium. Dipole moment is along the field, means that is in stable equilibrium initially. Now it's turned through 180 degree. What's the work done? So work done is equal to, magnitude of work done is equal to the change in potential energy. So the general formula for finding out that work, you can use this shortcut MB into cos theta 1 minus cos theta 2. M is the moment and B is the external uniform field. So MB into theta 1 0 cos 0 1 minus cos 180 minus 1, that you get 2 MB. So answer you can directly substitute and get delta W equal to 2 times MB. What is M here? 6 into 10 to the power minus 6 coulomb meter times B. B 1.5, it's not magnetic field, sorry, electric field. ME, electric field. The same arguments can be made in electric field or magnetic field also. Same formula can be used there. Okay, potential energy minimum minus PE. Okay, here it was written B is E. So into electric field 1.5 into 10 to the power 3. So 2 times this one. Then what should be the correct answer? 2 into moment in SI, and electric field is also in SI system. That is, this can be written as 3 by 2 and 2 gets cancelled. So 3 into 6, 18. So 18 into 10 to the power minus 3 joule, that is 18 millijoule. So the correct answer should be 18 millijoule. 18. So 18 is the integer. Next one, 18th one. Electric potential field potential gradient 64 conducting drops, each of radius 0.02 meter and each carrying charge 5 microcoulomb are combined to form a bigger drop. So several drops are there, several liquid drops, several liquid drops like this combined to form a big drop. Big one radius capital R, small one radius small r. Okay. Now the concept is that charge conservation. Many concepts. Total charge on the bigger sphere is Q. Q is equal to N times charge on each. Each one have charge Q. Now volume conservation. Total volume is 4 by 3 pi capital R cube is equal to N times 4 by 3 pi small r cube. 4 by 3 pi gets cancelled. Then we get R cube equal to NR cube, and R is equal to N raised to 1 by 3 times R. Capital R equal to N raised to 1 by 3 times small r. Capital R is equal to N raised to 1 by 3 times small r. Now ratio of surface charge density of bigger drop to smaller drop. Surface charge density formula, charge divided by surface area 4 pi r square. So ratio of surface charge density of bigger to each of the smaller, sigma big to sigma small. Sigma big is equal to total big charge, total charge, capital Q divided by 4 pi capital R square divided by sigma of small q divided by 4 pi small r square. 4 pi and 4 pi gets cancelled. That's equal to capital Q can be written as N times small q. Capital Q N times small q into small r square divided by capital R square.
r square can be written as n raised to 2 by 3 times r square. So n raised to 2 by 3 times r square. Okay, then r square gets cancelled. Q is also here. Q gets cancelled. So you get n raised to 1 minus 2 by 3. That's n raised to 1 by 3. Here n is 64. So 64 raised to 1 by 3. 64 can be written as 4 cube. 4 cube raised to 1 by 3 can be 4. So the answer is 4 is to 1. So option B is the right choice. Okay. So this question is also very important one asked in 2022 mains. Next one, question number 19. For a uniformly charged thin spherical shell, the electric potential radially away from the center. Shell can be graphically represented as. It's a uniformly charged thin spherical shell of radius r. Mention what's the variation of potential. How is the variation of potential? We have time, that's why I can try to explain all that. If r is the radius of the uniformly charged thin spherical shell, it's a thin spherical shell. The charge enclosed inside is 0. So field inside 0. Field at surface is 1 by 4 pi epsilon 0 q by r square. R is the radius. Field outside decreases linearly with the inversely proportional distance. That is inverse square law, it follows 1 by r square, 1 by 4 pi epsilon 0 q by r square. Potential inside is a constant as field is a constant. Field is 0. Field inside is 0, so potential inside is a constant. Why potential is a constant? Potential at a point is defined as the work done in bringing unit positive charge from infinity to that point without acceleration. If any unit positive charge is brought from infinity to the surface, some work is done. The same amount of work is done when it is taken from infinity to any point inside. Why? No extra work is needed from taking that charge from surface to inside, because inside there is no field. That's why electric field inside is 0, so potential inside is a constant. So what is the potential inside? Potential inside is equal to 1 by 4 pi epsilon 0 q divided by r, which is same as the potential at the surface. So no extra work is needed in taking any charge from surface to inside. So potential inside is a constant. Potential at surface is also same. Potential at surface is same, but potential outside will be 1 by 4 pi epsilon naught q divided by small r, and that varies rectangular hyperbolically outside. Outside V proportional 1 by r, V outside 1 by r. Okay, and V inside is a constant. So V inside is a constant from center to surface. Center to surface V is a constant. Surface to outside it varies rectangular hyperbolically. Then it should not be a linear one. Then correct answer is option B. But rather if the field was asked, how the variation of field mentioned here? We have time, that's why I can explain variation of field also. If field is plotted on y-axis and distance on x-axis, you will get field distance graph. Field inside is constant and becomes 0. Field inside is 0 and constant. At surface field is maximum. When going from surface to outside, field decreases hyperbolically 1 by r square. So outside field 1 by r square. Here in between there is a sudden change in the field in very small, very infinitesimally small distance. So inside field 0, outside field decreases hyperbolically, at surface field is maximum. Here field has its maximum value and this is maximum. And field is maximum at surface, 0 inside, outside decreases. Potential is constant inside and also at surface, but decreases when you go outside. Okay, it's about a uniformly charged thin spherical shell. Okay, but if you have another case where this is a uniformly
charged solid sphere. If it is a uniformly charged solid sphere, things are different. Okay, let me explain using another example. And if it is a uniformly charged solid sphere, we have a uniformly charged solid sphere of radius r. Radius of the sphere is r. Uniformly charged solid sphere means it has a volume charge density rho. It may be a charge sphere of charges, maybe sphere of charges. Many charges are there. A built-in sphere made of charges. Okay, and the distribution of charges is volumetrically uniform. Then the potential at any point inside, you can use this formula K q divided by 2 r cube into 3 r square minus x square, where x is the distance from center to that point. X is the distance from center to that point. Let this distance be x. And at center, if x equal to 0, the potential at center becomes k q divided by r cube into 3 by 2. So 3 by 2 kq by r cube into r square also there. That r square and r cube get cancelled. So you get 3 by 2 kq by r. So feel that potential at center 3 by 2 kq by r. Potential at surface becomes kq by r. Potential at surface means x equal to r. X square r square, 3r square minus r square, 2r square, that 2 cancels, you get kq by r. So potential at surface kq by r. Potential at center 3 by 2 times kq by r. Okay, if that charge is positive, potential is positive, but charge is negative, potential is negative. The same situation can be employed in gravitation. In case of a spherical planet having uniform volume charge distribution, mass density distribution, rho is a constant, density of that planet is a constant. And normally we deal with all cases where density of the planet is constant. In such a case, the gravitational potential at the center of the planet, spherical planet or spherical distribution of mass with uniform density, we can use minus 3 by 2 gm by r, k replaced by g, k electric constant replaced by gravitational constant, and q electric charge replaced by mass. So minus 3 by 2 gm by r, that formula can be used. And the same shortcut can be used there also, minus gm by 2r cube into 3r square minus x square. Okay, this regarding uniformly charged solid sphere. Okay, what about electric field inside this? The same case, electric field inside. We have time, that's why I'm telling this also in addition to that in our topic. Electric field inside is equal to, you can use this formula, rho r divided by 3 epsilon 0. Okay, we have done few videos. You can see the our channel and you can go through that videos. We have done several questions based on these questions for advanced. E inside is equal to rho r by 3 epsilon 0, electric field proportional to the radial distance. If r is equal to 0, field is 0. So field at center of this uniformly charged solid sphere is 0. As you move away from the center to surface, field increases linearly with the distance, and at surface it becomes maximum. Okay, and the formula for field inside at any point, distant r from the center is rho r by 3 epsilon 0. Okay, right? So let us move to the next one, 20th one, and the last one. If the electric potential at any point, XYZ, in space is given by V equal to 3x square volt, electric field at the point 1, 0, 3 will be. We know electric field is the negative gradient of potential. E is equal to minus dV divided by dx. Ex is equal to minus dV by dx. Ey equal to minus dV by dy. Ez is equal to minus dV by dz. Okay, here electric field potential x variation only mentioned. So electric field along x is equal to minus of d by dx of 3x square. That's equal to minus
6x. So it's minus 6x. Okay, but what is the value of x? X is 1. So at x equal to 1, Ex is equal to minus 6 into 1, that is minus 6. So it should be minus 6. What's the meaning of that? 6 volt per meter directed along positive or negative axis. Negative axis, so option D is the right choice. D will be the correct one. So potential is equal to 3x square. Electric field is minus 6x. E equal to minus dV by dx. Electric field is the negative gradient of potential. That also needs some explanation. We have time, that's why I will try to explain utilizing the rest of the time. Electric field is equal to negative gradient of potential. What is the meaning of that? Electric field E is equal to minus dV by dr. It's a very well-known equation that we have learned. This applied for all conservative electric fields. It indicates that the potential, electric potential, decreases from one point to other point, and the electric field will be along that direction. So electric field will be in a direction in such a way that the potential decreases steepest. I can explain this idea by using this concept. Say I have here a 3, 4, 5 triangle, points ABC, AB and C. The direction of electric field, say, the direction of electric field may be along this line or this line, whatever line. Okay, let this be along this line. Electric field is directed along this line. Okay, now what is the potential? Uniform electric field is directed towards right. And we have a triangle like this, 3, 4, 5 triangle. Vertices are ABC respectively, as mentioned. Then, what is the potential difference between A and B? See, A and B lies along the bisector line of electric field. So, there is no change in the linear dimension in the direction or opposite direction of electric field. That's why VAB equal to 0, VA equal to VB. So, drawing any line perpendicular to the electric field, the potential difference is to be 0, VAB equals 0. Okay. And such a line can be called an equipotential line where at all those points electric potential is constant. So, we have the electric field, uniform electric field towards right, and this straight line is perpendicular to electric field vector. So, choose any point on this line, the potential is a constant. So, potential difference is 0, VAB equal to 0, AB can be called an equipotential line. Now, what is the potential difference between A and C? Potential difference between A and C. The formula used here, E equal to minus dV by dx. So, dV equal to minus E dx. Modulus of dV equal to E dx. So, what is the potential difference? We have a confusion that potential difference equal to electric field into distance of separation. Electric field is E. Let its magnitude be 2 volt per meter. Electric field has its magnitude 2 volt per meter. So, potential difference is equal to 2 multiplied by 5 or 4 or 3. 2 into 5, 10, 2 into 4, 8, 2 into 3, 6. It should be 2 into 4. This distance should be in the direction of electric field. So, potential has decreased when you move from A to C. Potential has decreased when you move from B to C. Also, while moving from A to C or B to C, the observer has undergone equal potential changes. But while moving through B to C path, the potential change noticed by the observer is in a quick succession. So, in which case, potential has decreased steepest, B to C, and that is the direction of electric field, or electric field is parallel to that line.
electric field is in a direction such that potential decreases steepest. It's a wordings mentioned in NCERT textbook. Hope that you are clear with this idea. Electric field is the negative gradient of potential. It means what? Potential decreases in the direction of electric field. That's true. Then field is along AC or BC. Field is along parallel to BC or along BC. Because for same potential changes from A to C or from B to C, VA equal to VB. But VAC equal to VBC. That's also true. VAC equal to VBC. VAC equal to VBC. VA equal to VB. For same potential changes along VAC and VBC, the path BC has taken short step, but path AC has taken a longer step. So the direction of electric field is in such a way that the potential decreases steepest. Okay. So this much is sufficient. Let us revise from the first question itself. We have a few more minutes left. So we'll be revising each and every questions. This is our precious time, that you are also precious time. We are not losing. We are revising the concept of null point. First one, in a quick recap. First question, concept of null point. What is the concept of null point? At null point or neutral point, the resultant electric field is zero. Okay, if numerous number of charges are there, fields due to all those charges have zero resultant. At any point, that point is a null point. If any charge is kept at null point, it doesn't experience any force. Two charges having equal magnitudes and equal signs, the neutral point is found to be exactly at the midpoint of the line joining the two charges. Okay, if the two charges are of same sign but different magnitudes, neutral point is found to be along the line joining the two but not at the midpoint. But still, it's close to the one having smaller magnitude. Another possibility. Both the charges are of different signs and different magnitudes. Both the charges are of different signs and different magnitudes. Null point is never found between the line joining. Found but outside, along the line joining, outside the charges, close to this one having smaller magnitude. Okay, but if there are two charges having same magnitude but opposite signs, no null point. You cannot see any null point there. That's why an electric dipole has no null point. Electric dipole has no null point. Electric dipole has no null point. Okay, here in this question, there were two charges, 20 microcoulomb and 4 microcoulomb. Null point is close to the, not 4, -5. Null point was calculated to be close to -5 microcoulomb at distance 5 centimeter from it by using superposition principle and also Coulomb's law, concept of null point. Next one, two identical charges Q and Q separated by distance 2a. Another charge Q0 is placed at the middle. As it is at the null point or neutral point, it experiences no net force, so no acceleration, but it slightly displays towards right or left. It remains in stable equilibrium, so it tends to come back to the previous stage. When the displacement x made is much less than the separation between the charges, the charge is likely to undergo simple harmonic oscillations. And the time period or frequency of simple harmonic oscillations we have already calculated based on the simple harmonic arguments. A proportional to -x. Acceleration of body executing simple harmonic motion is proportional to -x. A proportional -x, A equal to minus omega square x, where omega is a constant called angular frequency of SHM. Here we have found the angular frequency and period also by this calculation.
for any displacements parallel to the line joining the charges, for any displacements parallel to line joining the charges, the body or the charge Q0 is in stable equilibrium. At the same time, the same charge when undergoes a small displacement or big displacement along the equatorial line, that will be in unstable equilibrium because that cannot come back to the previous stage. The next one also let us revise. Two electrons each fixed at distance 2d. A proton introduced at the middle, and when displaced slightly along the transverse bisector, that remains in stable equilibrium. As in the previous case, it can undergo simple harmonic oscillations along the angle bisector. And it angular frequency, time period, all we have found. Same arguments made there. Next one. Two identical tennis balls suspended, each having mass m, charge q, and two threads identical length L suspended. Due to mutual repulsion as shown in figure, the charges diverge away from each other. Initial separation of the charges be x. Then we have used tangent law. How the tangent law was established, it was explained. Then three forces keeping a point in equilibrium, two among them are perpendicular. Third one is perpendicular to the, third one makes an angle theta with the vertical. Then tan of that angle theta is equal to the horizontal force by vertical force. Tan theta equal to F by mg. This idea can be employed in various situations. And here, tan theta substituted as x by 2l. Why x by 2l? Because the separation between charges is x. Then half of that separation is x by 2. So tan theta x by 2l. X by 2l is equal to F by mg. Following, we completed that. You can again see that video once again. Uniformly charged ring. Uniformly charged ring has electric field at its center 0. Field increases as you progressively move along the axis, and it becomes its maximum value at distance x is equal to r by root 2. That's the conclusion. And on going further, it decreases, and once again it becomes 0 at infinity. So field at center of charge ring is 0. Field at infinity also 0. So field increases first, becomes maximum, then decreases. So field increases, becomes maximum, then decreases. That happens here. Okay, at what distance along the axis field has its maximum value? At distance r by root. Okay, another one. Oil drop of radius 2 mm with density. Density given, held stationary under constant electric field. Millikan's oil drop experiment. What is the number of excess electrons in that oil drop? The concept of equilibrium. When that oil drop is held stationary, the weight of the oil drop is to be balanced with the electric force. Electric force is to be acting upward. So mg is equal to QE, where Q from quantization Q equal to Ne. Mass not given, instead volume into density mass we supplied, and radius is given. So substituting this, you get that answer. Next one. Applications of Gauss's law. We have an infinite line charge lambda. Field due to infinite line charge E equal to 2k lambda by r. E proportional lambda by r. Electric field, you see, electric field does not depend on length of it. Okay. So what is the field at this point? Field at this point is along this line, and that is 2k lambda by r. That does not depend on length of the wire, but field inversely varies with the distance. That's important. And an electron circulates around this uniformly positively charged wire. Electron is negative charge. So this charged positively charged wire attracts that electrons, and that system is bound. Okay, electron circulates during circular path. Electron experiences radially outward force, centrifugal force, counteracted by the electrostatic attraction from Coulomb's law or Gauss's law. We can arrive the same result. And that balancing of electric force and centrifugal force gives the answer.
Next one, regarding Gauss's law, states that total flux through any closed surface equal to 1 by epsilon 0 times the charge enclosed. 1 by epsilon naught times the charge enclosed. Here is a cube given, cube of side 0.5 meter. And electric field is along y-axis. Electric field varies parabolically with y-axis, E proportional y square. Electric field is only along y-axis. That's why all those four vertical walls, vertical planes, vertical side, vertical faces, field is grazing. That's why no flux. But through the top face and bottom face, field penetrates. Field penetrates. So flux can be there. But at the bottom face, as it is at the origin, y equal to 0, so E equal to 0. Or even though it's not at the origin, it's along x-axis. That's why its y coordinate is 0. So the bottom plane has y coordinate 0. That's why electric field is 0. So no choice of flux. That's why bottom face flux 0. Top face, but flux is not 0. Top face flux is equal to field multiplied by area. Flux is maximum. So you just take the ordinary product, not dot product. Field 150 into y square. Y is the y coordinate of the top plane. Y coordinate of top plane should be the side of the cube. And that is 0.5. 150 into 0.5 square is 150 by 4 into area. Side square, side 0.5. So area 1 by 4. Now like that, 150 by 16 is the total flux. So charge enclosed equal to total flux multiplied by epsilon naught. And you will get the correct answer in that way proceeding. Here, field due to infinite sheet of charge is sigma by 2 epsilon 0. It does not depend on the radial distance. Another one, field due to charge sheet is sigma by 2 epsilon 0. Here two sheets are there. In different regions, how fields are being distributed. I have also explained how a capacitor behaves in such a situation. Here, in such a case, the fields in between is 0, E2 0, because charge densities are same. If charge densities are equal and opposite, field in between becomes maximum, sigma by epsilon 0. That's why in a parallel plate capacitor, field between plates becomes sigma by epsilon 0. Next one, charge q placed at center of closed hemispherical non-conducting surface. Total flux through the flat surface. The flat surface of curved surface or whatever closed surface, it is immaterial. The flux will be q by 2 epsilon 0, because total flux through the newly derived surface, newly derived closed surface, and also the closed surface already present is to be q by epsilon 0 from Gauss's law. Upper part carries q by 2 epsilon 0. So lower part, whatever shape, maybe area, more area or less area, it should be closed. It should carry q by 2 epsilon 0. Next one. Next one, again Gauss's law. Cuboid of dimension 2L by 2L by L. Q placed at center of surface having area 4L square. Here also we can apply Gauss's law by placing one more identical cube above this, so that the charge is at the symmetric center. Total flux q by epsilon 0. Flux through any one of the 6 faces of side 2L. Earlier it was a cuboid, now it has become a cube of side 2L. Now charge is at the middle of the cube of side 2L. So flux through any one of the faces is q by 6 epsilon 0. That's why flux through the opposite face mentioned in this question is also q by 6 epsilon 0. Here, imagine a Gaussian surface surrounding this. Then total flux through the Gaussian sphere is 0. That's why charge enclosed 0. That's why charge densities and charges at every point remain 0. Another one, electric dipole r dot b mentioned to be 0. That's why dipole moment perpendicular to position vector. That's why along the transverse bisector, electric field is against. Electric field is opposite to the dipole moment vector. That's why electric field is having negative sign of dipole moment vector. That's why option C. Next one.
Electric dipole in uniform electric field experiences a torque due to which when it is slightly displaced, it tries to regain the original configuration. It may undergo simple harmonic oscillations with period 2 pi root I by PE. Next one, this was that assertion result. Electric dipole moment, work, maximum work is done when turning from stable equilibrium to unstable equilibrium, that is 2 PE. 2 PE. 2 PE. Okay, I have written ME, it was P. 2 PE. Okay, it was written PE here. Is make a correction. It is P. Okay, it's applicable for M also. Here also we have discussed charge conservation, volume conservation while taking the surface charge density problem. Here also you can by heart this ratio, that n raised to 1 by 3. N raised to 1 by 3 is to be used for getting the ratio of surface charge density of bigger and each of the smaller ones. And here the potential variation. Potential inside is a constant, surface maximum, outside decreases rectangular hyperbolically. And last one, electric field is the negative gradient of potential. With that, we end up this session. We'll be meeting again. Thank you. Hello children, we'll start the class maths, trigonometry and inverse trigonometric functions. First we'll discuss one concept and the session namukku adilthe questions cheyam. First concept, 60 plus a, 60, 60 minus a. This is a concept concerned with idana cos a, cos 60 plus a, cos 60 minus a. ഇങ്ങനെ മൂന്ന് റിസൾട്ട്സ് ഉണ്ട്.
ഇതാണ് 60, 60 plus a, 60 minus a യുടെ 3 റിസൾട്ട്സ്. There are 3 results. Cos 60, cos a, cos 60 plus a, cos 60 minus a. The value of this is 1 by 4 cos 3. In the same manner, you have 3 results. In terms of cos, in terms of sine, then tan, cot. What is the corresponding result in sine? Sine case sine a, sine 60 plus a, sine 60 minus a. Isn't the value 1 by 4 sine 3a. But from this result, trivially you have another 2 results. ഏതൊക്കെയാ 2 results വരിക? ഇത് ഡിവൈഡ് ചെയ്താൽ cot a, cot 60 plus a, cot 60 minus a is cot 3a. Just cot 3a. 1 by 4, 1 by 4 will get cancelled. Then the divide ചെയ്താൽ sin 3a. അങ്ങോട്ട് ഡിവൈഡ് ചെയ്താൽ tan a, tan 60 plus a, tan 60 minus a is tan 3a. അപ്പോൾ ഈ 4 റിസൾട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു ചോദ്യം സാധ്യതയുണ്ട്. അപ്പോൾ the question is here this 16 sin 20 sin 40 sin 80. You have to understand ഇത് theta അടിഞ്ഞിരിക്കുക. You can see that this is 60 minus theta, right? This is 60 plus theta. For theta stands for 20. Correct? Theta stands for 20. But what is the value of this? Is 16 into 1 by 4 sine 3 into 20. Sine 3 theta. This is sine 60. You know sine 60 is root 3 by 2. This is 4 will go here. It is 4 into root 3 by 2. Answer is 2 root 3. B is answer. Very simple question. Therefore, you have to, ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ അതേ സിമിലർ ആയിട്ട് അനലോഗസ് ആയിട്ട് ടാനിൽ ചെയ്യുക, കോട്ടിൽ ചെയ്യുക, കോസിൽ ചെയ്യുക. The same result you have, more or less same result. Same result you have cos and sine, then tan and cot without 1 by 4. അത്രയേ ഉള്ളൂ. റൈറ്റ്. അടുത്ത ചോദ്യം ഇതാണ് കൺസെപ്റ്റ്. Cos A, cos 2a, ആംഗിൾ ഇങ്ങനെ ഡബിൾ ചെയ്യണം. A, 2a, 4a, എക്സെട്ര. ഇത് 2 raised to ഇങ്ങനെയാണ് കേട്ടോ. This is 2 raised to n minus 1 ആണ്. This is 2 raised to n minus 1 a. അപ്പോൾ cos a, cos 2a, cos എക്സെട്ര, cos 2 raised to n minus 1 a. അങ്ങനെ എത്ര ടേംസ് ഉണ്ട് അതിൽ? n ടേംസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 2 raised to n sin a into sin 2 raised to n. ഒരു എക്സാമ്പിൾ പറയാം. What is the value of cos A, cos 2a, cos 4a? What is the value of this? On the guess you. What is the value of this? Cos A, cos 2a, cos 4a. നോക്കൂ, ഇവിടെ എയുടെ ഡബിൾ ചെയ്യുന്നു 2a, 2യുടെ ഡബിൾ ചെയ്യുന്നു 4a. 3 ടേംസ് ഉള്ളത്. അപ്പോൾ 3 ടേംസ് ഉള്ളതാകുമ്പം 1 by 2 cube sin a into എന്താണ് sin 2 cube a. അപ്പോൾ ഇത് 4 ടേം ഉണ്ടെങ്കിലോ 1 by 2 raised to 4 sin a into sin 2 raised to 4a. 5 ടേം ഉണ്ടെങ്കിലോ 1 by 2 raised to 5 sin a into sin 2 raised to 5a. അപ്പോൾ ഇവിടെ n ടേംസ് ഉണ്ട്. അതുകൊണ്ടാണ് 2 raised to n sin a താഴെ വരുന്ന, മുകളിൽ sin 2 raised to n minus 1, 2 raised to n a വരുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ this result holds good only for cos. കോസിന് മാത്രമേ ആ റിസൾട്ട് ഉള്ളൂ. സൈൻ റിസൾട്ട് ഇല്ല, ടാനില്ല, കോട്ടിനില്ല. പ്രോഡക്റ്റിന് ആകെ കോസിന് മാത്രമേ ഫോർമുല ഉള്ളൂ. ഓക്കെ. അപ്പോൾ കോസിൻ്റെ ഫോർമുലിനെ എപ്പോഴാണ് വർക്ക് ചെയ്യുക? ആംഗിൾ ഇങ്ങനെ ഡബിൾ ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കൂ, ഇതെല്ലാം സൈനിലാണ്. അപ്പോൾ ഇവിടെ കൺവേർട്ട് ദാറ്റ് ഇൻ ടേംസ് ഓഫ് കോസ്. സൈനെ കോസിലാക്കാനുള്ള പരിപാടി എന്താ? കോസ് തീറ്റ is equal to sin 90 minus theta, right? Sin 90 minus theta. ഈ റിസൾട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ റിസൾട്ട് ഉപയോഗിക്കുമ്പം if you use this result, what do you get? What is sin pi by 12? Sin pi by 2 minus what is cos sin pi by 2? Sin pi by 12 ne, can you convert sin pi by 22 in terms of cos? Okay. Sin theta, that is sin pi by 22, is equal to cos pi by 2 minus pi by 22. ഇങ്ങനെ എഴുതി കൂടെ നമുക്ക് അല്ലേ? അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്താൽ യു വിൽ ഗെറ്റ് കോസ്, ഇവിടെ 22 11 അല്ലേ, 11 വരും, 10 pi by 22 വരും. അപ്പോൾ ഇവിടെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, ശ്രദ്ധിക്കാം. a plus b pi by 2 ആണെങ്കിൽ sin a എന്ന് പറയുന്നത് cos b ആയിരിക്കും.
ഇതൊക്കെ അറിയുന്നതാണ് നിങ്ങൾക്ക്. എ എന്ന് പറയുന്നത് ഇഫ് എ പ്ലസ് ബി ഇസ് പൈ ബൈ ടു, എ വിൽ ബി പൈ ബൈ ടു മൈനസ് ബി. അപ്പം രണ്ട് ആംഗിൾസ് കൂട്ടിയാൽ കോംപ്ലിമെൻ്ററി ആണെങ്കിൽ സൈൻ ബിക്കംസ് കോസ്, ആൻഡ് ഇമ്മീഡിയറ്റ്ലി യു ക്യാൻ റൈറ്റ് കോസ് ബിക്കംസ് സൈൻ. കോസ് എ വിൽ ബി സൈൻ ബി, ടാൻ എ ഈസ് കോട്ട് ബി, സീക്കൻഡ് എ ഈസ് കൊസിക്കൻഡ് ബി, എക്സെട്ര. ഓക്കെ, അങ്ങനെ കുറേ റിസൾട്ട്സ് വരും. അതേപോലെ എ പ്ലസ് ബി പൈ ആയാൽ എന്താ സംഭവിക്കുക? എ പ്ലസ് ബി പൈ ആയാൽ what happens? Sin A is equal to എന്തായിരിക്കും? A is pi minus b, sin A is sin b, right? What is cos A? Cos A will be cos pi minus b, it is minus cos b. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ വെറുതെ നോട്ട് ചെയ്യാം. ആംഗിൾസ് കോംപ്ലിമെൻ്ററി ആയാൽ സൈന് കോസ് ആവും, അതേപോലെ കോസ് സൈൻ ആവും, ടാൻ കോട്ട് ആവും, കോട്ട് ടാൻ ആവും, സിക്കൻഡ് കൊസിക്കൻഡ് ആവും. എ പ്ലസ് ബി സപ്ലിമെൻ്ററി ആയാൽ എയും കൂടി ബിയും കൂടി കൂട്ടി പൈ ആവുകയാണെങ്കിൽ 180 ആവുകയാണെങ്കിൽ സൈനും സൈൻ ബി സെയിം ആവും. കോസ് എ വിൽ ബി മൈനസ് കോസ് ബി. ഇത് ഉപയോഗിച്ചിട്ട് കുറേ പ്രോബ്ലംസ് ഉണ്ട്, ദാറ്റ് വിൽ ഡിസ്കസ് ലേറ്റർ. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു സൈൻ പൈ ബൈ 22നെ നമുക്ക് എങ്ങനെ എഴുതാം? കേട്ടോ, സൈൻ പൈ ബൈ 22 ഇസ് കോസ് 10 പൈ ബൈ 22. കൊടുക്കൂ, 10 പൈ ബൈ 22 11 പൈ ബൈ 22 കൂടി കൂട്ടിയാൽ 11 പൈ ബൈ 22 ആണ്. ഇറ്റ് ഇസ് പൈ ബൈ 2. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ പൈ ബൈ 2 ആണ്. കണ്ടോ, രണ്ടും കൂടി പൈ ബൈ 2 ആണ്. അങ്ങനെയാണ് കോസിലേക്ക് ആക്കാം. അപ്പോൾ 2 ഇൻറ്റു കോസ് 10 പൈ ബൈ 22 ഇൻറ്റു സൈൻ 3 പൈ ബൈ 22. നോക്കൂ, 3 പൈ. അപ്പോൾ 3 പൈ എന്തിനോട് കൂട്ടിയാലാണ് പൈ ബൈ 2 ആവുക? പകുതി എടുക്കുക, 11. അപ്പം 11ലേക്ക് 3 എത്ര പോവും? 11 പൈ മൈനസ് 3 പൈ, ഇറ്റ് ഇസ് 9 അല്ലേ? അല്ല 8. അപ്പോൾ 8 പൈ, ഇറ്റ് ഇസ് കോസ് 8 പൈ ബൈ 22. കേട്ടോ, 8 പൈ ബൈ 22 പ്ലസ് 3 പൈ ബൈ 22 11 പൈ ബൈ 22 അല്ലേ? പൈ ബൈ 2 അല്ലേ? അതേപോലെ ഇൻറ്റു കോസ്, കണ്ടോ 5 ആണ്. അപ്പോൾ 6 പൈ ബൈ 22 എഴുതിയാൽ പോരെ? കാരണം 6 പൈ ബൈ 22 പറഞ്ഞാൽ 11 പൈ ബൈ 22 ആണ്, പൈ ബൈ 2 ആണ്. അതേപോലെ ദിസ് ഇസ് കോസ്, ഇവിടെ 7 ആണ്. 7 ആകുമ്പം 4 മതി, കാരണം 7 പ്ലസ് 4 ഇസ് 11. 4 പൈ ബൈ 22 ഇൻറ്റു കോസ് 9 ആണ്. 9 ആകുമ്പോൾ 11 ആവണമെങ്കിൽ 2 ആക്കിയാൽ മതി. കോസ് 2 പൈ ബൈ 22. അപ്പോൾ ഇതിൽ കണ്ടോ എത്ര വേഗം പെട്ടെന്ന് ചെയ്യാൻ പറ്റിയത് എന്തുകൊണ്ട്? ഇത് കൂട്ടിയാൽ പൈ ബൈ 2 ആണ്, 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 ഇത് കൂട്ടിയാൽ പൈ ബൈ 2 ആണ്. അപ്പോൾ കൂട്ടിയാൽ പൈ ബൈ 2 ആണെങ്കിൽ സൈൻ ക്യാൻ ബി റിപ്ലേസ്ഡ് ആസ് കോസ്. അത്രയേ ഉള്ളൂ. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഈ റിസൾട്ട് ഉപയോഗിക്കാം. റിസൾട്ട് ഇസ് ഓൺലി ഫോർ കോസ്. അപ്പോൾ നോക്കൂ, കോസിൻ്റെ റിസൾട്ട് ഉപയോഗിക്കണമെങ്കിൽ എന്താ കണ്ടീഷൻ? ആംഗിൾ ഷുഡ് ഗെറ്റ് ഡബിൾഡ്. കണ്ടോ, എ കഴിഞ്ഞാൽ 2a ആവണം. കണ്ടോ, 2 പൈ ബൈ 12, 4 പൈ ബൈ 12, 8 പൈ ബൈ 12. അത് ഓക്കെ അല്ലേ? ഇത് ഡബിൾ ചെയ്യുന്നുണ്ട്. 2 പൈ ബൈ 12 22, sorry 2 pi by 22, 4 pi by 22, 8 pi by 2. Angles are being doubled. 3 terms are there. അപ്പോൾ എന്താ എഴുതാം? 1 by 2 cube sin 2 pi by 12 22 into sin 2 raised to 3 into 2 pi by 22. അല്ലേ? ദിസ് ഇസ് ആ ഫോമിൽ ഉപയോഗിക്കുകയാണ്. ഇറ്റ് ഈസ് സൈൻ 2 raised to 3 into 2 pi by 22. That's all. Now take these two terms. Sin 6 pi by 22, cos 10 pi by, double ആവണില്ല. ഇവിടെ 6 ആവണമെങ്കിൽ 22 ആവണ്ടേ? അല്ല 11 ആവണം, 12 ആവണ്ടേ? 6ൻ്റെ ഡബിൾ അല്ലേ 12? അപ്പം ഇവിടെ 12 ആവണം. നോക്കൂ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇത് രണ്ടും കൂടി കൂട്ടിയാൽ ഈ 11 pi by 12 22നെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? കോസ് തീറ്റ ഈസ് കോസ് പൈ മൈനസ് തീറ്റ. അപ്പോൾ കോസ് 10 pi by 22നെ നമുക്ക് എങ്ങനെ എഴുതാം? Cos of, what is cos of pi minus 10 pi by 22? It is minus cos 10 pi by 22, right? Cos of pi minus theta is minus cos theta. Therefore, this is equal to cos 12 pi by 22, right? 12 pi by 22. Therefore, cos minus cos 10 pi by 22 ആണ് cos 12 by 22. അതിൻ്റെ അർത്ഥം ഈ cos 10 pi by 22നെ എങ്ങനെ എഴുതാം? minus cos 12 pi by 22 എഴുതാം. This is a very important transformation. അപ്പോൾ ആറിൻ്റെ ഇരട്ടിയാണ് 12. ആറിൻ്റെ ഇരട്ടി 12 ആണെങ്കിൽ again you can apply this idea. അപ്പോൾ what you get? ഇവിടെ ഓൾറെഡി 2 ഉണ്ട്, അപ്പോൾ what you get? This is equal to 2 into, ഇവിടെ ഒരു മൈനസ് ഓൾറെഡി ഉണ്ട്, മൈനസ് ഉണ്ട്, പിന്നെ കോസ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 1 by 2 square cos 6 pi by 22 മുകളിൽ സൈൻ 2 square into 6 pi by 22. That's all. Okay, again you are using this idea.
ഇനി നോക്കൂ, ഇവിടെ 2 ഉണ്ട്, 2 സ്ക്വയർ 2 raised to 4 വരും, മൈനസ് 1/16 വരും അല്ലേ, മൈനസ് 1/16 വരും. ഇനി നോക്കൂ, ഇത് എത്രയാ, 6 4 24. നോക്കൂ, ദിസ് ഇസ് 6π/22. ദിസ് ഇസ് ഇവിടെ സൈൻ ആണ്, കോസ് അല്ല സൈൻ ആണ്. ദിസ് ഇസ് സൈൻ 6π/22. അപ്പോൾ ഇവിടെ നോക്കൂ, 6π/22 ഇത് എത്രയാ, 8 to 16 അല്ലേ, 16 + 6 എത്രയാ, 22 അല്ലേ. അപ്പോൾ ദിസ് ഇസ് സൈൻ 16π/22 6π/22 കൂടി കൂട്ടിയാൽ പൈ അല്ലേ കിട്ടുക. ഈ ആംഗിളും ഈ ആംഗിളും കൂടി കൂട്ടിയാൽ പൈ ആണ് കേട്ടോ. a + b പൈ ആണെങ്കിൽ സൈൻ എയും സൈൻ ബിയും ഈക്വൽ ആണ്. അപ്പോൾ ഈ ടേമും ക്യാൻസൽ ആവും, റൈറ്റ്. നൗ ദിസ് ഇസ് 6 4 24π/22. 24π/22 is, what is 24π/22? 24π/22 is, എങ്ങനെ എഴുതാം, പൈ പ്ലസ് 2π/22, റൈറ്റ്. ഇങ്ങനെ എഴുതിക്കൂടെ. വാട്ട് ഇസ് സൈൻ പൈ പ്ലസ് തീറ്റ, മൈനസ് സൈൻ തീറ്റ. അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് മൈനസ് സൈൻ 2π/22. and this will get cancelled. അപ്പോൾ ഇവിടെ ഒരു മൈനസ് വരും, അപ്പോൾ ഇവിടെ പ്ലസ് ആവും. ഈ മൈനസും കൂടി ആകുമ്പോൾ പ്ലസ് ആവും. ആൻസർ ഇസ് 1/16 ഇസ് ദ ആൻസർ. ബി ഇസ് ദ ആൻസർ. ഇത് ആ റിസൾട്ട് ഉപയോഗിക്കുന്നു എന്ന് മാത്രം ആലോചിക്കുക. സൈനിൻ്റെ കേസിൽ പ്രോഡക്റ്റിന് പറ്റില്ല, കോസിന് മാത്രമേ പ്രോഡക്റ്റിൽ ഫോർമുല ഉള്ളൂ, റൈറ്റ്. ഇനി ഹാഫ് ആംഗിളിന് ഏതൊക്കെയാണ് ഹാഫ് ആംഗിൾസ്? ഇപ്പോൾ 7.5 ഒരു ഹാഫ് ആംഗിളാണ്, 15 ഒരു ഹാഫ് ആംഗിളാണ്, 22.5 ഒരു ആംഗിളാണ്. ഈ 22.5 ആക്ച്വലി π/4 ആണ് 45. അപ്പോൾ ഇത് π/8 ആണ്, ഇത് π/12 ആണ്, ഇത് π/24 ആണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവണം എന്നാണ്. 7.5ൻ്റെ ടാനും കോട്ടും കയ്യിലുണ്ടാവണം. ടാൻ 15 അറിയണം, കോട്ട് 15 അറിയണം, സൈൻ 15 അറിയണം, കോസ് 15 അറിയണം, ടാൻ 22.5 അറിയണം, കോട്ട് 22 അറിയണം. ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ആണ്. അപ്പോൾ ഇതെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു മാർഗമുണ്ട്. 1 - cos 2θ ഡിവൈഡഡ് ബൈ സൈൻ 2θ. ഇതിൻ്റെ വാല്യൂ ടാൻ തീറ്റയാണ്. ദിസ് ഇസ് വൺ റിസൾട്ട്. ഈ ഹാഫ് ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും ഉചിതമായിട്ടുള്ള ഫോർമുല അത്. അതേപോലെ 1 + cos 2θ, 1 + cos 2θ ബൈ സൈൻ 2θ. ദിസ് ഇസ് ഈക്വൽ ടു ടാൻ അല്ല കോട്ട് തീറ്റയാണ്. ഇത് സിമ്പിളാണ്, നമുക്ക് വെറുതെ സിംപ്ലിഫൈ ചെയ്ത് നോക്കിയാൽ മതി. കാരണം 1 - cos 2θ പറഞ്ഞാൽ 2 sin² തീറ്റയാണ്, ബൈ 2 sin θ cos θ വെട്ടിപ്പോയാൽ ടാൻ തീറ്റ വരും. ഇത് 2 sin² തീറ്റയാണ്, വെട്ടിപ്പോയാൽ 2 cos² തീറ്റയാണ്, വെട്ടിപ്പോയാൽ കോട്ട് തീറ്റ വരും. എന്താ അതിൻ്റെ ഗുണം? നമുക്കിപ്പോൾ ടാൻ 15 കാണണം വിചാരിച്ചോളൂ. സപ്പോസ് യു വാണ്ട് ടു ഫൈൻഡ് ടാൻ 15. ടാൻ 15 പറഞ്ഞാൽ തീറ്റയ്ക്ക് വരും 15 കൊടുത്താൽ 1 - cos 30 ബൈ sin 30 വരും. ചെയ്തൂടെ? അപ്പോൾ യു ക്യാൻ സീ ദാറ്റ് ടാൻ 15 ഇസ് 2 - √3. ഇനി കോട്ട് 15 കാണണം ചോളൂ, തീറ്റയ്ക്ക് പകരം 15 കൊടുക്കാം. തീറ്റയ്ക്ക് പകരം 15 കൊടുത്താൽ അവിടെ 30 ആവും, റൈറ്റ്. അപ്പോൾ ടാൻ 15 കാണാം, കോട്ട് 15 കാണാം. ഇനി 7.5 ആണ് കാണുന്നത്, ഇവിടെ 7.5 ആണ്, കണ്ടോ? 15ൻ്റെ പകുതിയല്ലേ ഇത്, 7.5 ആണ്. അപ്പോൾ 7.5 കോട്ട് 7.5 ആണ്. അപ്പോൾ ഇതാ ചോദിച്ചത്. അപ്പോൾ കോട്ട് 7.5 എന്തായിരിക്കും? കോട്ട് 7.5 that is π/24 is equal to 7.5 ആണ്. അപ്പോൾ this is 1 plus, you are putting 7.5 here, 2 into 7.5 is 15. It is 1 plus cos 15 divided by sin 15. ഇനി cos 15ൻ്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് cos 15? cos 15 അറിയില്ലെങ്കിൽ cos 45 - 30 ചെയ്താൽ മതി. അറിയാലോ, cos A plus B is cos A cos B minus sin A sin B. Substitute here, simplify here. You can see that cos 15 is, in the cos 15 value cos A cos B minus sin A sin B ആണ്. അപ്പോൾ √3 അല്ല 45 - 30 അല്ലേ, അപ്പോൾ √3 + 1/2 √2 ആണ്. ഇവിടെ sin 15 is √3 - 1/2 √2. ഇത് സിംപ്ലിഫൈ ചെയ്യുക, യു വിൽ ഗെറ്റ് 2 √2 + √3 + 1 ഡിവൈഡഡ് ബൈ √3 - 1 വരും. ഇത് മുകളിലും താഴെയും കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. വാട്ട് ഇസ് എ കോൺജുഗേറ്റ്? √3 + 1 കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഡിനോമിനേറ്റർ 2 വരും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, യു വിൽ ഗെറ്റ് ആൻസർ ആസ് ഡി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോട്ട് 15 കോട്ട് 7.5 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇതേ ലോജിക് ഉപയോഗിച്ചിട്ട് ടാൻ 7.5 കാണാം, ടാൻ π/8. ഇത് ഹോംവർക്കായിട്ട് ചെയ്യാം നിങ്ങൾ. എങ്ങനെയാണ് കോട്ട് 7.5 കാണാം? കോട്ട് 7.5 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇറ്റ് വിൽ ബി 1 - cos 15 ബൈ sin 15. ഇതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതേ സ്റ്റൈലിലാണ് വരിക. ഇതിലിടയ്ക്ക് രണ്ട് സ്ഥലത്ത് മൈനസ് ഉണ്ടാവും.
അപ്പോൾ യു മസ്റ്റ് നോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം? tan 15, cot 15, sin 15, cos 15, tan 7.5, cot 7.5, tan 22.5, cot 22. You can see that tan 22.5 is tan 22.5 ചെയ്യാം. tan 22.5 എന്തായിരിക്കും? pi by 8. ഇതിൻ്റെ വാല്യൂ √2 - 1 ആണ്. cot 22.5ൻ്റെ വാല്യൂ എന്താ? ഇറ്റ് ഇസ് √2 + 1. ഇതൊക്കെ കയ്യിലുണ്ടാവണം. പിന്നെ ഇതേപോലെ കയ്യിലുണ്ടാവേണ്ട 2 റിസൾട്ട് കൂടി ഉണ്ട്, അതും കൂടി പഠിച്ചോളൂ. sin 18, cos 36. ഇത് വളരെ പ്രധാനമായിട്ടുള്ള 2 റിസൾട്ട്സ് ആണ് കയ്യിലുണ്ടാവണം. sin 18 and cos 36. What is sin 18? Sin 18 is √5 - 1/4. And cos 36 is √5 + 1/4. √5 + 1/4. ഈ റിസൾട്ട് കൂടി നിങ്ങൾ കയ്യിലുണ്ടായിക്കോട്ടെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് tan 15ൻ്റെ റിസൾട്ട് അറിയണം, cot 15 അറിയണം, sin 15, cos 15, tan 7.5, cot 7.5, പിന്നെ tan 22.5, cot 22.5, പിന്നെ sin 18, cos 36. ഇതൊരു ടേബിളായിട്ട് NCERT ടെക്സ്റ്റിൽ ഉണ്ടാവും, അത് നോക്കിയാൽ മതി. ഓക്കെ, അത് നോക്കിയിട്ട് ഇതുപോലത്തെ ബാക്കിയുള്ള ചോദ്യങ്ങൾ ചെയ്തു നോക്കാം കേട്ടോ. ഓക്കെ, നൗ സ്റ്റാർട്ട് വിത്ത് ദിസ് ക്വസ്റ്റ്യൻ. ഫോർത്ത്, given both theta and phi are acute angles and sin theta is equal to 1/2. അപ്പോൾ sin theta 1/2 ആണെങ്കിൽ എല്ലാവർക്കും അറിയാം തീറ്റയുടെ വാല്യൂ എന്താ? 60 ആണ്, അല്ല 30 ആണ്. അപ്പോൾ pi/6 ആണ് അല്ലേ? cos phi is equal to 1/3. അപ്പോൾ cos phi 1/3 ആയാൽ എവിടെയാ pi 1/3? ചോദിച്ചത് എന്താ? തീറ്റ പ്ലസ് ഫൈ ഏത് ഇന്റർവെല്ലിൽ കിടക്കുന്ന ചോദ്യം. വേർ വിൽ തീറ്റ പ്ലസ് ഫൈവ് കിടക്കുക. അപ്പോൾ തീറ്റ കിടക്കുന്ന ഇന്റർവെൽ ഒന്ന് നോക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, കോസിൻ്റെ ഗ്രാഫ് ഒന്ന് വരയ്ക്കാം. ഏകദേശം കോസിൻ്റെ ഗ്രാഫ് എന്താ? 0 ആകുമ്പോൾ 1 ആണ്, pi/2 ആകുമ്പോൾ എങ്ങനെയാണ്? 0ൻ്റെയും pi/2 എക്യൂട്ട് ആംഗിൾ ആണ്. അപ്പോൾ pi/2 വരെ പോകുന്നുള്ളൂ അല്ലേ? അപ്പോൾ കോസ് ഇങ്ങനെയാണ് ഗ്രാഫ്, ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകും. അപ്പോൾ വി നീഡ് നോട്ട് കെയർ അബൌട്ട് ഇറ്റ്. 0 to pi/2 മാത്രം എടുത്താൽ മതി. അപ്പോൾ 0ൻ്റെയും pi/2 ഇടയിൽ ഗ്രാഫ് ഡിക്രീസിങ് ആണ്, കോസ് ഇങ്ങനെ കുറയുക ചെയ്യും. കുറയുമ്പം നോക്കൂ, ഇതാണ് ഇപ്പം ഇവിടെയാണ്, ഇതാണ് 1/3 ഉണ്ടാവുക, ഇതാണ് 1. ഈ പോയിന്റാണ് 1/3 ഉള്ളത്. അപ്പോൾ 1/3യുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോസിൻ്റെ വാല്യൂ ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈ. cos phi is equal to 1/3, റൈറ്റ് അല്ലേ? cos phi is 1/3. അപ്പോൾ 1/3നേക്കാൾ കുറച്ചുകൂടി മേലെയാണ് 1/2 ഉണ്ടാവുക. 1/2 ഉണ്ടാവുക. അപ്പോൾ 1/2ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്തായിരിക്കും? ഏത് ആംഗിളിനാണ് കോസ് തീറ്റ 1/2 ആവുക? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, pi/3യിലാണ്. അപ്പോൾ ഇത് pi/3 ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പാണ്, ഫൈ വിൽ ലൈ ബിറ്റ്വീൻ pi/3 ആൻഡ് pi/2. ഫൈ എപ്പോഴും pi/3ൻ്റെയും pi/2ൻ്റെയും ഇടയിലാണ് കിടക്കാൻ ഉറപ്പാണ്. pi/3ൻ്റെയും pi/2ൻ്റെയും ഇടയിലാണ് കിടക്കുക. ശരിക്കും ഫൈ pi/2ൻ്റെയും pi/4ൻ്റെയും pi/2ൻ്റെയും ഇടയിൽ കിടക്കാൻ പറയാം അല്ലേ? ഇവിടെയൊക്കെ pi/4 ഉണ്ടാവുക. എന്തായാലും pi/3ൻ്റെയും pi/2ൻ്റെയും ഇടയിലാണ് ഫൈ കിടക്കുക. ഓക്കെ, അപ്പോൾ തീറ്റ പ്ലസ് ഫൈ എവിടെ കിടക്കുന്നു എന്ന് ചോദിച്ചാൽ, അപ്പോൾ തീറ്റ പ്ലസ് ഫൈ എവിടെ കിടക്കുക? തീറ്റ നിങ്ങൾക്ക് അറിയാം, തീറ്റ എത്രയാ? വാട്ട്സ് ദി വാല്യൂ ഓഫ് തീറ്റ? pi/6 ആണ്. അപ്പോൾ മൊത്തമായിട്ട് pi/6 കൊണ്ട് ആഡ് ചെയ്യാം. അപ്പോൾ pi/6 + pi/3 പ്ലസ് pi/6 + pi/2. അപ്പോൾ തീറ്റ പ്ലസ് ഫൈ ഇതിൻ്റെ ഇടയിൽ കിടക്കുന്നു എന്ന് പറയാം. pi/6 + pi/3 സിംപ്ലിഫൈ ചെയ്ത് എത്ര കിട്ടും മക്കളെ? 6 LC എടുക്കുക. ഇവിടെ 2 ആകുമ്പോൾ 3 pi/6 വരുമോ? 3 pi/6, pi/3, pi/6 ആഡ് ചെയ്യാം. തീറ്റ പ്ലസ് ഫൈ, അതെ, തീറ്റ പ്ലസ് ഫൈ ആഡ് ചെയ്യാം. ലെസ് ദാൻ പിന്നെ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഇവിടെ ആഡ് ചെയ്യുമ്പം 6 LC അല്ലേ? ഇറ്റ് ഇസ് pi പ്ലസ് 3 pi. അപ്പോൾ 4 pi/6 വരും, 2 pi/3 വരും. അപ്പോൾ ദിസ് ഇസ് വെട്ടിപ്പോകുമ്പോൾ pi/2 അല്ലേ വരിക? pi/2 ലെസ് ദാൻ തീറ്റ പ്ലസ് ഫൈ ലെസ് ദാൻ 4 pi/6 or it is 2 pi/3. അപ്പോൾ ഇതാണ് ആൻസർ. ഇറ്റ് ലൈസ് ബിറ്റ്വീൻ pi/2 ആൻഡ് 2 pi/3. ഇത് വളരെ സിമ്പിൾ ചോദ്യമാണ്. ഓൺലി തിങ് ഇസ് ദാറ്റ് യു മസ്റ്റ് നോ cosine is decreasing. കണ്ടോ, അതാണ് ഹാഫ് ഫൈ വിൽ ലൈ ബിറ്റ്വീൻ pi/3 ആൻഡ് pi/2 എന്ന് മനസ്സിലാക്കുക. അതാണ് പഴയ IIT ക്വസ്റ്റ്യൻ ആണ്, 2004. ഇനി ഈ ചോദ്യം നോക്കൂ, cos x + sin x. എക്സ് 0ൻ്റെയും പൈയുടെ ഇടയിലാണ്. 0ൻ്റെയും പൈൻ്റെ ഇടയിൽ പറഞ്ഞാൽ എക്സ് ഇസ് ലൈങ് ബിറ്റ്വീൻ ഐദർ ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് ഓർ ഇൻ ദ സെക്കൻഡ് ക്വാഡ്രന്റ്. cos x + sin x 1/2 ആണ്. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് tan x?
Sin x plus cos x 1 by 2 ആണ്. അപ്പോൾ cos x plus sin x 1 by 2 ആണെങ്കിൽ sin x ആണ് ചോദിച്ചത്, അല്ല tan x ആണ് ചോദിച്ചത്. ഇത് സ്ക്വയർ ചെയ്താൽ എന്താ കിട്ടുക? Sin cos x plus sin x square is equal to 1 by 2 square. You know 1 by 2 square is 4. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്താൽ cos square x plus sin square x plus 2 sin x cos x അല്ലേ is equal to 1 by 4 വരും. അപ്പോൾ you know 2 sin x cos x is sin 2x. But it is 1 plus sin 2x is equal to 1 by 4. Sin 2x in a tan term എഴുതി കൂടെ? You can write sin 2x in terms of tan. What is sin 2x in terms of tan? 2 tan square x by 1 plus tan square x. 1 plus 2 tan square x divided by 1 plus tan square x. അത്രയേ ഉള്ളൂ. അതൊന്ന് tan x കണ്ടാൽ പോരെ? 2 tan x. 2 tan x by 1 plus tan square x. അപ്പോൾ ഇറ്റ്സ് എ ക്വാഡ്രാറ്റിക് ഇൻ tan. ടാനിൽ ക്വാഡ്രാറ്റിക് ആണ്, ടാനിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ടാനിന് പകരം ടി കൊടുത്തോളൂ, ടാൻ എക്സിന് ടി കൊടുത്തോളൂ. എന്നിട്ട് വേഗം ടാൻ്റെ ടി ഒരു ക്വാഡ്രാറ്റിക്കിന് ടി ആ വരാം. അപ്പോൾ എന്താ കിട്ടുക? 1 plus t square plus 2t divided by 1 plus t square is equal to 1 by 4. It can be simplified as 4 plus 4t square plus 8t is equal to 1 plus t square. Simplify, it is 3t square plus 8t plus 3 is equal to 0. You find the value of t. അപ്പോൾ ടിയുടെ വാല്യൂ എന്താണ്? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 64 മൈനസ് 4 into 9 36 അല്ലേ ഡിവൈഡഡ് ബൈ 6. സിംപ്ലിഫൈ ചെയ്യുക. മൈനസ് 8 പ്ലസ് ഓർ മൈനസ് 64 മൈനസ് 38 is 36 is 28. 28 is 2 root 7. It is 2 root 7 by 6, right? But it is minus 4 plus or minus root 7 by 3. ഇതാണ് tan x-ൻ്റെ വാല്യൂ. രണ്ട് വാല്യൂസ് ഉണ്ട്. ഏതൊക്കെയാണ് രണ്ട് വാല്യൂസ്? -4 പ്ലസ് റൂട്ട് 7 by 3, -4 മൈനസ് റൂട്ട് 7 by 3 അല്ലേ? രണ്ടും നെഗറ്റീവ് തന്നെയാണ്. റൂട്ട് 5 റൂട്ട് 4 മൈനസ് രണ്ടും നെഗറ്റീവാണ്. രണ്ട് നെഗറ്റീവ് ഓക്കെയാണ്. എക്സസ് ലൈൻ ബിറ്റ്വീൻ 0 and π രണ്ടും അഡ്മിസിബിൾ വാല്യൂ ആണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് വാല്യൂ വരിക? 1 മൈനസ് അല്ല, 4 മൈനസ് അല്ല, മൈനസ് ആ ഇത് ശരിയാണ്. സി ഇസ് ആൻസർ. സി ഇസ് ആൻസർ. ഓക്കെ, രണ്ട് വാല്യൂസും ഓക്കെയാണ്. ടാൻ എക്സിന് വാല്യൂ. Minimum value of 2 raised to sin x plus 2 raised to cos x is. ഇത് maximum minimum value of linear combination of sin and cos. നോക്കൂ, ഈ ഒരു റിസൾട്ട് ഉണ്ട്. a sin theta plus b cos theta. ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്താണ്? ഇതിൻ്റെ മിനിമം വാല്യൂ എന്താണ്? a sin theta plus b cos theta മാക്സിമം വാല്യൂ അണ്ടർ റൂട്ട് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ ആണ്. മിനിമം വാല്യൂ മൈനസ് അണ്ടർ റൂട്ട് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 3 sin x പ്ലസ് 4 cos x. ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്താ? 5 ആണ്. മിനിമം വാല്യൂ എന്താ? -5 ആണ്. sin x പ്ലസ് cos x. ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്തായിരിക്കും? √2. മിനിമം വാല്യൂ എന്തായിരിക്കും? -√2. റൈറ്റ്? അപ്പോൾ ഇവിടെ മിനിമം വാല്യൂ ഓഫ് 2 raised to sin x plus 2 raised to cos x എന്താണെന്ന് ചോദ്യം. അപ്പോൾ ആദ്യം വേറൊരു കൺസെപ്റ്റ് എന്താ വെച്ചാൽ, ഈ പോസിറ്റീവ് ടേംസ് ആണെങ്കിൽ, പോസിറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ, അരിത്മെറ്റിക് മീൻ ഓഫ് പോസിറ്റീവ് നമ്പേഴ്സ് വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജോമെട്രിക് മീൻ. ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ്. ആൻഡ് ഈക്വാലിറ്റി ഹാപ്പൻസ് ഇഫ് ദ നമ്പേഴ്സ് ആർ സെയിം. പോസിറ്റീവ് ആണ്, നിർബന്ധമായിട്ടും നമ്പേഴ്സ് പോസിറ്റീവ് ആണ്. AM എന്ന് പറഞ്ഞാൽ എന്താ? അരിത്മെറ്റിക് മീൻ. എല്ലാം കൂടി കൂട്ടുക, എത്ര ഉണ്ടെന്ന് വെച്ചാൽ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. ജോമെട്രിക് മീൻ പറഞ്ഞാൽ ടേക്ക് ഓൾ ദ പ്രോഡക്റ്റ് ആൻഡ് ടേക്ക് ദ nth റൂട്ട്. n elements ഉണ്ടെങ്കിൽ nth root of the product. അതാണ് GM. What is AM? Sum of all the terms divided by number of terms. അതാണ് AM. അപ്പോൾ AM പോസിറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ AM എപ്പോഴും GMനേക്കാൾ വലുതോ ഈക്വലോ ആയിരിക്കും. എപ്പോഴാണ് ഈക്വൽ ആവുക? എല്ലാ ടേംസും സെയിം ആയ. അപ്പോൾ ഇവിടെ 2 raised to, അപ്പോൾ അത് ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ what is 2 raised to sin x plus 2 raised to cos x. ഇത് എന്തായാലും എക്സ്പോണൻ്റ് ആയതുകൊണ്ട് ഇതും sin x ഉം cos x ഉം whatever be the value, it will be positive. എക്സ്പോണൻ്റ് ആണ്. e raised to x പോലെയാണ്. 2 raised to x is 2 raised to sin x is always positive, no matter what is sin x. അപ്പോൾ ഇതും പോസിറ്റീവ് ആണ്, ഇതും പോസിറ്റീവ് ആണ്. അപ്പോൾ AM എന്ന് പറഞ്ഞാൽ /2 ആണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു GM. GM എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് ദ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് ദ പ്രോഡക്റ്റ് എന്താ? 2 raised to sin x into 2 raised to cos x. റൈറ്റ്? അങ്ങനെ വരാം. 2 raised to sin x into 2 raised to cos x. ഇത് ആക്ച്വലി എന്താ? ഇറ്റ് ഇസ് റൂട്ട് ഓഫ് 2 raised to sin x plus cos x.
അല്ലേ? 2 raised to sin x plus cos x. അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് ഈക്വൽ ടു 2 raised to sin x plus cos x plus cos x by 2 raised to half അല്ലേ, by 2. അപ്പോൾ ഇതിൻ്റെ മിനിമം വാല്യൂ ചോദിച്ചു, അതായത് ഇതിൻ്റെ, അപ്പോൾ ഇത് ഈ 2 അങ്ങോട്ട് എടുത്താൽ therefore 2 raised to sin x plus 2 raised to cos x എന്തായിരിക്കും മക്കളെ? cos x will be greater than or equal to 2 into 2 raised to sin x plus cos x by 2 അല്ലേ? sin x plus cos x by 2. ഇത് എപ്പോഴും ഇതിനേക്കാൾ വലുതായിരിക്കും. ഈ 2 raised to sin x plus 2 raised to cos എപ്പോഴും ഇതിനേക്കാൾ വലുതായിരിക്കും. അപ്പോൾ ഇനി ഇതിൻ്റെ മിനിമം വാല്യൂ ആയിക്കില്ലേ? അപ്പോൾ ഇതിൻ്റെ മിനിമം വാല്യൂ, അപ്പോൾ ഇതിൻ്റെ മിനിമം വാല്യൂ എന്താ? ഇതിൻ്റെ മിനിമം വാല്യൂ എന്താ? ഇതിൻ്റെ മിനിമം വാല്യൂ എന്താ? ഇതിൻ്റെ മിനിമം വാല്യൂ, അതായത് 2 raised to ഇതിൻ്റെ മിനിമം വാല്യൂ എന്തായിരിക്കും? ഇതിൻ്റെ മിനിമം വാല്യൂ എന്താ? ഇതിൻ്റെ മിനിമം വാല്യൂ sin x plus cos x ന്, sin x plus cos x ന് മിനിമം വാല്യൂ എന്താ? -√2 ആണ്. therefore the minimum value is ഇതിൻ്റെ മിനിമം വാല്യൂ, ഇതിൻ്റെ മിനിമം വാല്യൂ എന്താ? is equal to 2 into 2 raised to -√2 by 2, right? 2 into -√2 by 2 അല്ലേ? ഇതിൻ്റെ വാല്യൂ sin x plus cos x ൻ്റെ വാല്യൂ -√2 ആണ്. sin x plus cos x ൻ്റെ വാല്യൂ മിനിമം വാല്യൂ -√2 ആണ്. അപ്പോൾ the value will be 2 raised to 1 ആണ്. 1 -√2 by 2 എന്താ? 1/√2 ആണ്. 1/√2. അപ്പോൾ ഇതാണ് മിനിമം വാല്യൂ ഓഫ് 2 raised to sin x plus 2 raised to cos x. ഇത് എപ്പോഴും ഇതിനേക്കാൾ വലുതാണ്. അപ്പോൾ ഇതിൻ്റെ മിനിമം വാല്യൂ ആണ് മിനിമം വാല്യൂനേക്കാൾ വലുതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ മിനിമം വാല്യൂ അതായിരിക്കും. 2 raised to 1 minus എന്താ? 2 raised to 1 minus 1/√2. യെസ്, സി ഇസ് ദ ആൻസർ. ഇത് 2020 ചോദിച്ചാണ്, ശ്രദ്ധിക്കണം കേട്ടോ. മാക്സിമം വാല്യൂ വെച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ മാക്സിമം വാല്യൂ ഉണ്ടാവും മതി, ഗ്രേറ്റർ തന്നെ അല്ലേ? അപ്പോൾ അതിനേക്കാൾ വലുതായിരിക്കും, മാക്സിമം വാല്യൂ അതായിരിക്കും. ഓക്കെ, റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് എന്താണെന്ന് ചോദ്യം. ഇത് വളരെ വിചിത്രമാണ്. log of √2 into ബ്രാക്കറ്റ്, ഫുൾ ബ്രാക്കറ്റ് എടുത്താൽ ഈ ബ്രാക്കറ്റ് അവസാനിക്കുന്നത് ഇവിടെയാണ്, log of the bracket. അപ്പോൾ ആദ്യം ആ ഫംഗ്ഷന് വൃത്തിയിൽ എഴുതണം. എങ്ങനെയാണ് വൃത്തിയിൽ എഴുതാം? ഇവിടെ നോക്കൂ, cos a plus b ഉണ്ട്, കണ്ടോ? cos a minus b ഉണ്ട്. ഇവിടെയും cos a plus b ഉണ്ട്, cos a minus b ഉണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് റിസൾട്ട് ഓർക്കാം. വാട്ട് ഈസ് cos a plus b? എന്താ cos a plus b യുടെ ഫോർമുല? ഇറ്റ് ഈസ് cos a cos b മൈനസ് sin a sin b. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് അറിയാം cos a മൈനസ് ബി അറിയാം, cos a cos b പ്ലസ് sin a sin b ആയിരിക്കും. അപ്പോൾ അവിടെ നിന്ന് രണ്ട് റിസൾട്ട് കിട്ടും. എന്താ റിസൾട്ട് അറിയാം? വാട്ട് ഈസ് cos a plus b plus cos a minus b? And what is cos a plus b minus cos a minus b? ഇതൊക്കെ NCERT-യിൽ വളരെ വിശദമായിട്ടുണ്ടാവും, വെറുതെ ഒന്ന് ഓടിച്ച് നോക്കാം കേട്ടോ. cos a plus b plus cos a minus b is 2 cos a cos b. ഇത് -2 sin a sin b ആണ് കേട്ടോ. NCERT-യിലെ റിസൾട്ട്സ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് വരിക, എന്നാലേ ഇത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ cos a plus b, ഇതേപോലെ sin a plus b plus sin a minus b ഉണ്ട്, sin a plus b minus sin a minus b ഉണ്ട്. ഇവിടെ cos മാത്രമാണ്. അപ്പോൾ 2 cos a cos b ആണ്. അപ്പോൾ now start with this question. What is f of x? f of x equals എന്തായിരിക്കും? log base √5. ഇനി 3 ഓൾറെഡി ഉണ്ട്, പ്ലസ് നോക്കൂ cos this മൈനസ് cos this. നോക്കൂ ഇത് രണ്ടും എടുക്കാം, ഇതും ഇതും എടുക്കാം. cos 3π/4 plus x minus cos 3π/4 minus. What is that? It is 2 minus 2 sin a sin b. അല്ലേ? It is minus 2 sin a sin b. It is minus 2 sin a sin b. Sin a is here 3π/4. Sin a sin b. Sin a sin b. Right? പിന്നെ അടുത്ത് നോക്കൂ cos a plus b. ഇവിടെ π/4 plus x. ഇവിടെ π/4 minus x. cos a plus b plus cos a minus b. It is plus 2 cos a cos b അല്ലേ? cos π/4 into cos x. That's all. അപ്പോൾ ഇത് π/4, cos π/4 1/√2 ആണ്. sin 3π/4 is also 1/√2. അപ്പോൾ സിംപ്ലിഫൈ എന്താ കിട്ടുക? log ബേസ് √5, ഇവിടെ 3 ഉണ്ടാവും, ഇവിടെ എന്താവും? ഇത് 1/√2 ആവും. അപ്പോൾ 1/√2 2 ആകുമ്പോൾ √2 ആവും, ഇവിടെ √2 ആവും. അപ്പം √2 പുറത്തേക്ക് എടുക്കുക, ഇവിടെ പ്ലസ് ആദ്യം എത്തിക്കോളൂ, cos x മൈനസ് sin x അല്ലേ? അപ്പോൾ ഇതാണ് f of x, റൈറ്റ്?
അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ റേഞ്ച് ചോദിച്ചാൽ ഇതിൻ്റെ മാക്സിമം വാല്യൂ ഇതിൻ്റെ മിനിമം വാല്യൂ കണ്ടാൽ പോരെ. എന്തായാലും റിയൽ നമ്പേഴ്സ് അല്ലേ. അപ്പോൾ മാക്സിമം 3 ആണ്, മിനിമം 2 ആണെങ്കിൽ വാട്ട്സ് ദ റേഞ്ച് 2, 4 അല്ല 2, 3. മാക്സിമം 10 ആണ്, മിനിമം 5 ആണ്, വാട്ട്സ് ദ റേഞ്ച് 5, 10 അല്ലേ, റൈറ്റ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്താ മക്കളെ? ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്തായിരിക്കും? ഇതിൻ്റെ മാക്സിമം വാല്യൂ √2 ആണ്. ഇതിൻ്റെ മിനിമം വാല്യൂ എന്തായിരിക്കും? -√2 ആണ്. Maximum value is √2, minimum value is -√2. But what is f of x max? Therefore, f of x max is equal to log √5. എന്താ വരിക? ഇവിടെ √2 ആയ √2 log 5 വരും. ഇതാണ് log max അല്ലേ. What is f of x min? f of x min will be, minimum will be ഇവിടെ -√2 കൊടുക്കുക. -√2 കൊടുക്കുമ്പോൾ -1, -2 എന്ന് വരും. 2 × -√2 -2 എന്ന് വരും. 3 - 2 is 1. It is log √5 1. You know log 1 is 0. അപ്പോൾ minimum value 0 ആണ്. What is log 5 to the base √5? അവിടെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. എന്താ പറയുക? കൺസെപ്റ്റ് ഇതാണ്. log a to the b, ഇവിടെ b raised to n ആണെങ്കിൽ 1/n log a to the base b ആണ്. ഈ ബേസിൻ്റെ പവറിൽ n ഉണ്ടെങ്കിൽ ആ n പുറത്തേക്ക് വരുമ്പോൾ 1/n ആവും. അപ്പോൾ ഇവിടെ എന്താവും? ഇവിടെ √5 ഉണ്ട്. log of, അപ്പോൾ what will be log 5 to the base √5? ഇവിടെ 5 raised to half ആവും വിചാരിക്കുക. What is log 5 to the base √5? log 5 to the base 5 raised to half. അപ്പോൾ this is equal to 1/half into log 5 to the base 5. It is 2 into log 5 to the base 5 is 1. But maximum value is 2. But maximum is 2 and minimum is 0. What is the range? 0, 2 is the range. നല്ല ചോദ്യമാണ് കേട്ടോ. 0, 2 is the range. B is answer. Okay. അപ്പം what is the range actually? The value of the function taking the value. Function എവിടെയൊക്കെ പോവാം? ഫംഗ്ഷൻ തിരിഞ്ഞെടുക്കുന്ന സ്ഥലം, അതാണ് റേഞ്ച്. What is the domain? X തിരിഞ്ഞെടുക്കുന്ന സ്ഥലം. Okay. Right. ഇനി ഈ ക്വസ്റ്റ്യൻ ഉണ്ട്. വാല്യൂ ഓഫ് tan 9, ഇത് ഇൻഡിജർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. വാല്യൂ ഓഫ് tan 9 - tan 27 - tan 63 + tan 81 degrees. ഇവിടെ നിങ്ങൾ ഈ റിസൾട്ട് ഉപയോഗിക്കാം. ഈ റിസൾട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്, ഒന്ന് നോട്ട് ചെയ്തോളൂ. tan A + tan B. ഈ ഫാമിലിയിൽ 4 റിസൾട്ട് ഉണ്ട്. 4 റിസൾട്ടും പഠിക്കണം. ഏതെങ്കിലും ഒന്ന് വരാം. tan A + tan B. tan A + tan B എങ്ങനെ ഡിറൈവ് ചെയ്യുക? tan A പറഞ്ഞാൽ sin A / cos A ആണ്. tan B പറഞ്ഞാൽ sin B / cos B ആണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക മക്കളെ? cos A cos B LC എടുക്കാം. അപ്പോൾ എന്ത് വരും? sin A cos B + cos A sin B. It is sin A + B. അപ്പോൾ ഈ റിസൾട്ട് കാണാതെ പഠിക്കാം. It is sin A + B / cos A cos B. ഈ പ്രോബ്ലത്തിൽ ഇതേ ആവശ്യമുള്ളൂ. പക്ഷേ ഇത് പഠിക്കുമ്പം കൂടെ യു ലേൺ 3 more റിസൾട്ട്സ്. മൊത്തം 4 റിസൾട്ട്സ് ഉണ്ട്. ഏതൊക്കെ 4 റിസൾട്ട്? ഒന്നാമത്തേത്, രണ്ടാമത്തെ എന്താണെന്ന് ഗസ് ചെയ്യൂ? tan A - tan B. മൂന്നാമത്തെ എന്തായിരിക്കും? cot A + cot B. നാലാമത്തെ എന്താണ്? cot B - cot A. ഇതിന്നൊക്കെ പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ റിസൾട്ട് പഠിക്കുമ്പം ഇത് പഠിക്കുമ്പം കൂടെ തന്നെ 3 എണ്ണം കൂടി പഠിക്കാം. എന്താ tan A - tan B യുടെ ഫോർമുല? ഇത് sin A - B / cos A cos B. ഇതേ ലോജിക്. cos A cos B. cot A ആകുമ്പോൾ sin A + B / sin A + B / sin A sin B. sin A sin B വരും. sin A + B തന്നെ മുകളിൽ. ഇവിടെ ആകുമ്പോൾ cot B - cot A. ശ്രദ്ധിക്കുക, cot A - cot B അല്ല, cot B - cot A is equal to sin A - B / sin A sin B. അപ്പോൾ ഇതിൽ ആദ്യത്തെ റിസൾട്ട് മാത്രമാണ് നമുക്ക് ആവശ്യം, sin B, sin A sin B. ഓക്കെ. അപ്പോൾ ഇതിൽ നമ്മൾ വി ആർ ലേണിംഗ് ദിസ് റിസൾട്ട്, വി ആർ യൂസിങ് ദിസ് റിസൾട്ട്. tan A + tan B is that. നോക്കൂ ഇതിൽ ഏതൊക്കെ കൂട്ടിയാലാണ് ഭംഗിയുള്ള ആംഗിൾ വരിക നോക്കാം. ഇവിടെ 9, ഇവിടെ 81. 9ഉം 81ഉം കൂടി കൂട്ടിയാൽ കിട്ടും 90 കിട്ടും. 27ഉം 63ഉം കൂടി കൂട്ടിയാലും 80 കിട്ടും, 90 കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങനെ ക്ലബ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ക്ലബ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? tan 9 + tan 81
plus minus tan 27 plus tan 63. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ക്ലബ് ചെയ്യണത്? ആംഗിൾസ് ആഡ് ചെയ്താൽ 90 ഡിഗ്രി ആവുന്നതുകൊണ്ടാണ് അങ്ങനെ ക്ലബ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ക്ലബ് ചെയ്താൽ ഗുണം? യൂസ് ദിസ് ഫോർമുല. എ പ്ലസ് ബി ആണെങ്കിൽ സൈൻ എ പ്ലസ് ബി അല്ലേ? അപ്പോൾ സൈൻ എ പ്ലസ് ബി പറയുമ്പോൾ എന്താവും? സൈൻ 90 വരും, ഡിവൈഡഡ് ബൈ cos 9 cos 81 minus sin 90 divided by cos 27 cos 63. sin 90 എല്ലാവർക്കും അറിയാം 1 ആണ്. അപ്പോൾ 1 by cos 9 cos 81 can be written as sin 9 because 9 plus 81 is 90 degrees minus 1 by cos 27 sin 27. And 27 plus 63 is 90. Therefore, cos becomes sin. ഇനി നോക്കൂ, ഇവിടെ ഒരു 2 എഴുതാം, ഇവിടെ ഒരു 2 എഴുതാം, ഇവിടെ ഒരു 2 എഴുതാം, ഇവിടെ ഒരു 2 എഴുതാം. 2 cos 9 sin 9. നിങ്ങൾക്കറിയാം 2 sin theta cos theta is sin 2 theta. അപ്പോൾ it is 2 by sin 18 minus 2 by sin 54. അല്ലേ? 27ന്റെ ഇരട്ടി 24. ഈ sin 54ന്റെ വാല്യൂ cos 36 ആണ്. 54 plus 36 is 90. അപ്പോൾ this cos 36. നമുക്ക് sin 18ന്റെ വാല്യൂം cos 36ന്റെ വാല്യൂ റെഡിമെയ്ഡ് ആയിട്ട് അറിയാം. എന്താ sin 18ന്റെ വാല്യൂ? √5 minus 1 by 4. അപ്പോൾ this is 2 by √5 minus 1 by 4. ഫോർമുല എഴുതിക്കോളൂ. മൈനസ് 2 by cos 36ന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം, √5 plus 1 by 4. ഇത് സിംപ്ലിഫൈ എൽസി എടുത്ത് സിംപ്ലിഫൈ ചെയ്ത ആൻസർ ആയി. ഓക്കെ, ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ഐ തിങ്ക് ദ ആൻസർ ഇസ് 4. 4 is the answer. ഇത് ഇവാലുവേറ്റ് ചെയ്യണം. യു ഹാവ് ടു ഇവാലുവേറ്റ് ഇറ്റ് ആൻഡ് ഗെറ്റ് ഇറ്റ് ദ ആൻസർ ആസ് 4. അപ്പോൾ അവിടെ ഈ റിസൾട്ട് ഉപയോഗിക്കുന്നു. ഇതുപോലെ ഈ റിസൾട്ട് ഒക്കെ ഉപയോഗിച്ചിട്ടും നമുക്ക് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. റൈറ്റ്. 9ാമത്തെ ചോദ്യം. A and B denote the statements A is equal to cos alpha plus cos beta plus cos gamma equals 0. B is sin alpha plus sin beta plus sin gamma equals 0. If cos beta minus gamma, the cyclic avando, cos gamma minus alpha plus cos alpha minus beta is minus 3 by 2, then A and B are true, A and B are false, A is false, B is true. അങ്ങനെയാണ് ഓപ്ഷൻസ്. ഇതിലെ കാര്യം എന്താ വെച്ചാൽ ഇത് സംഭവിച്ചാൽ എന്നാണ്. ഇത് സംഭവിച്ചാൽ ഇത് ശരിയാണോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇതാണ് ആദ്യം സംഭവിക്കേണ്ടത്. അപ്പം കോസ് ബീറ്റ മൈനസ് ഗാമ മാത്രം എഴുതാൻ നമ്മൾ. വാട്ട് ഇസ് കോസ് ബീറ്റ മൈനസ് ഗാമ? നമുക്കറിയാലോ കോസ് എ മൈനസ് ബിയുടെ ഫോർമുല കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. ഇറ്റ് ഇസ് കോസ് ബീറ്റ കോസ് ഗാമ പ്ലസ് സൈൻ ബീറ്റ സൈൻ ഗാമ അല്ലേ? അങ്ങനെ 3 എണ്ണം വേറെ ഉണ്ട്. അപ്പോൾ ഇതിലും 2 ടേം ഉണ്ടാവും, ഇതിൽ 2 ടേം മൊത്തം ഉണ്ടാവും. ഇതിൽ 2 ടേം, ഇതിൽ 2 ടേം, 2 ടേം, 2 2 4 2 6 ടേം. ദർ വിൽ ബി 6 ടേംസ്. ഇഫ് യു എക്സ്പാൻഡ് ഇറ്റ് വിൽ ഗെറ്റ് മൊത്തം 6 ടേംസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ 6 ടേംസ് എഴുതില്ല. അപ്പോൾ ദ വാല്യൂ ഓഫ് ദിസ് ഇസ്, അപ്പോൾ ഇതെന്താവും? ദിസ് ഇസ് സിഗ്മ ഓഫ്, അപ്പോൾ ദ റിസൾട്ട് ഇസ്, അപ്പോൾ ഈ സാധനം എന്താവും? സിഗ്മ ഓഫ് കോസ് ബീറ്റ കോസ് ഗാമ. സിഗ്മ മീൻസ് you have 6 terms. ഇത് എക്സ്പാൻഡ് ചെയ്തു മൊത്തം എഴുതാൻ നമുക്ക് സമയം ഇല്ല. അപ്പോൾ സിഗ്മ ഓഫ്, ഞാൻ സിഗ്മ പറയുന്നത് എന്താ വെച്ചാൽ ആൽഫ കഴിഞ്ഞാൽ ബീറ്റ, ബീറ്റ കഴിഞ്ഞാൽ ഗാമ, ഗാമ കഴിഞ്ഞാൽ വീണ്ടും ആൽഫ. അങ്ങനെ 6 ടേം ഉണ്ട്. കോസ് സിഗ്മ ഓഫ് ദാറ്റ് പ്ലസ് സൈൻ ബീറ്റ സൈൻ ഗാമ, മൊത്തം 6 ടേം ഉണ്ട് കേട്ടോ. സിഗ്മ പറഞ്ഞാൽ 6 ടേം ഉണ്ട്. ഇത് എക്സ്പാൻഡ് ചെയ്തു ഇസ് ഈക്വൽ ടു -3/2. റൈറ്റ്, is equal to -3/2. ഈ ടേം ആണ്. this becomes is equal to -3/2. ഈ 2നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ 2 ഇവിടെ എത്തില്ലേ? അപ്പോൾ ഇങ്ങനെയായി. ഈ -3നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ എന്ത് കിട്ടും? ഈ 3 പ്ലസ് 3 is equal to 0 എഴുതിക്കൂടെ? പ്ലസ് 3 is equal to 0 എഴുതിക്കൂടെ? ഇനി ഞാൻ ചെയ്യുന്നത് നോക്കിക്കോളൂ. ഈ 2 പ്ലസ് സിഗ്മ ഓഫ് കോസ് ബീറ്റ കോസ് ഗാമ പ്ലസ് സൈൻ ബീറ്റ സൈൻ ഗാമ, എല്ലാ ടേമും ഉണ്ട്, അത് ഫുൾ ടേം ഉണ്ട്, 6 ടേം ഉണ്ട്. പ്ലസ് ഈ 3ക്ക് പകരം ഞാൻ 1 + 1 + 1
is equal to 0 എന്ന് എഴുതാം. 1 plus 1 plus 1 is 3. ഈ 1ന്റെ സ്ഥാനത്ത് ഞാൻ cos square alpha plus sin square alpha എന്ന് എഴുതാം. ഈ 1ന്റെ സ്ഥാനത്ത് എന്ത് എഴുതാം? cos square beta plus sin square beta എഴുതാം. ഈ 1ന്റെ സ്ഥാനത്തോ cos square gamma plus sin square gamma എഴുതാം. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ നോക്കൂ, cos square alpha plus cos square beta plus cos square gamma plus cos alpha cos beta cos gamma plus cos alpha cos gamma വരില്ലേ ട്വൈസ്. നിങ്ങൾ പഠിച്ചിട്ടില്ലേ വാട്ട് ഈസ് a plus b plus c സ്ക്വയറിന്റെ വാല്യൂ എന്താ? വാട്ട് ഈസ് a plus b plus c സ്ക്വയർ? ഇറ്റ് ഈസ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ പ്ലസ് c സ്ക്വയർ പ്ലസ് 2 ഓഫ് ab പ്ലസ് bc പ്ലസ് ac അല്ലേ? അത് ഇവിടെ അപ്ലൈ ചെയ്താൽ ഇത് ഫുൾ അപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? യു ക്യാൻ സീ ദാറ്റ് cos alpha plus cos beta plus cos gamma whole square എന്ന് പറഞ്ഞാൽ എന്താ? cos square alpha cos square beta cos square gamma plus twice cos alpha cos beta cos gamma cos alpha cos എല്ലാം വരും. ആൽഫ ബീറ്റ ബീറ്റ ഗാമ ആൽഫ ഗാമ വരും. അപ്പോൾ അത് cos alpha cos beta cos gamma വന്നില്ലേ? ഈ 6 ടേമിൽ 3 ടേം ഇത് അബ്സോർബ് ചെയ്തു. പ്ലസ് സൈൻ ആൽഫ പ്ലസ് സൈൻ ബീറ്റ പ്ലസ് സൈൻ ഗാമ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. അതായത് ഇത് 3 ആയാൽ ഇത് -3/2 ആയാൽ വാട്ട് ഫോളോസ് ഫ്രം ദിസ് ഇസ് cos alpha plus cos beta plus cos gamma square plus sin alpha plus sin beta plus sin gamma square is equal to 0. You know a square p square plus q square equals 0 ആണെങ്കിൽ what does that imply? p equals 0 q equals 0 അല്ലേ? ഇതും പൂജ്യമാണ് ഇതും പൂജ്യമാണ്. പോസിറ്റീവ് ആയിട്ടുള്ള രണ്ടിനും കൂട്ടി പൂജ്യമാണെങ്കിൽ ഓരോന്നും പൂജ്യമാവണ്ടേ? അപ്പോൾ ഇത് പോസിറ്റീവ് ആണ് ഇത് പോസിറ്റീവ് ആണ് പൂജ്യമാണ്. അപ്പോൾ എന്താണ്? ദിസ് ഷുഡ് ഗോ ടു 0, ദിസ് ഓൾസോ ഷുഡ് ഗോ ടു 0. അതല്ലേ എയും ബിയും? എയും അതാണ് ബിയും ഇതാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഇത് സംഭവിച്ചാൽ if this happens, what does that imply? A also happens, B also happens. Cos alpha plus cos beta plus cos gamma is 0, as well as sin alpha plus sin beta plus sin gamma is also 0. അപ്പോൾ എന്താ ഉത്തരം? എയും ട്രൂ ആണ് ബിയും ട്രൂ ആണ്. A is true and B is true. Both A and B are true. B is answer. ഇത് നല്ല ചോദ്യം കേട്ടോ. ഇറ്റ്സ് വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അതിൽ സിംപ്ലിഫിക്കേഷൻ വളരെ ശ്രദ്ധിക്കണം. ഇറ്റ്സ് വെരി സിമ്പിൾ പക്ഷേ അത് കുറച്ച് ടെക്നിക്സ് ഉണ്ട് അതിൽ. എ ട്രിപ്പിൾ പഴയ ട്രിപ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പിന്നെയും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ ഏതൊക്കെയോ പരീക്ഷയിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അത്. ഓക്കെ, അതുകൊണ്ട് ശ്രദ്ധിക്കണം ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് ആക്ച്വലി ഡിലീറ്റഡ് പോർഷൻ ആണ്. പക്ഷേ ചോദിക്കുന്നുണ്ട്. ചോദിക്കാൻ പറഞ്ഞാൽ ആ ഫോർമുല ചോദിക്കില്ല എന്നേ ഉള്ളൂ. പക്ഷേ അതിൽ ടെക്നിക്സ് ചോദിക്കും. ആസ് സച്ച് ഫോർമുല ചോദിക്കില്ല. ടാൻ തീറ്റ സൈൻ തീറ്റ ഈക്വൽ സൈൻ ആൽഫ തീറ്റ ഈക്വൽ സൈൻ പൈ പ്ലസ് -1 ആൽഫ. ദർ ഇസ് എ ഫോർമുല ദാറ്റ്. അപ്പോൾ ആ ഫോർമുലയായിട്ട് ചോദിക്കില്ല എന്നേ ഉള്ളൂ. പക്ഷേ ടെക്നിക്കലി ആ ക്വസ്റ്റ്യൻ ട്രിഗണോമെട്രിക് ഇക്വേഷൻസിന് അങ്ങനെ ഇതുപോലത്തെ ചോദ്യങ്ങൾ ചോദിക്കും. ഞാൻ പറയാം, ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നോക്കൂ, 2 tan square theta minus 5 sec theta equals 1 has exactly 7 solutions. അവിടെ ഏർപ്പെടുത്തുന്നുണ്ട്. അപ്പം ഇവിടെ നോക്കൂ, ഇവിടെ സീക്കൻ തീറ്റയാണ്, ഇവിടെ ടാൻ തീറ്റയാണ്. അപ്പോൾ ഇതിനെ ഒറ്റ ട്രിഗണോമെട്രിക് റേഷ്യോ ആയിട്ട് മാറ്റാൻ പറ്റുമോ? നോക്കൂ, ഇവിടെ ഇതൊന്നെങ്കിൽ ഇതിന് ടാനിലേക്ക് ആക്കാം, ഇതിന് സീക്കനിലേക്ക് ആക്കാം. ഏതാ എളുപ്പം? ഇത് സീക്കനിലേക്ക് ആക്കാനാണ് എളുപ്പം. ടാൻ സ്ക്വയർ തീറ്റ എങ്ങനെയാണ് സീക്കനിലേക്ക് ആക്കുക? സീക്കൻ സ്ക്വയർ തീറ്റ -1. അപ്പോൾ ഇറ്റ് ഇസ് 2 into secant square theta -1 minus 5 sec theta is equal to 1. അല്ലേ? minus 5 sec theta minus 1 equals 0. We get a quadratic in sec theta. അല്ലേ? sec theta quadratic വരും. അപ്പോൾ 2 sec square theta minus 5 sec theta minus 2 minus അപ്പോൾ -3 is equal to 0. അന്ന് sec theta വാല്യൂ കാണും. അപ്പോൾ sec theta വാല്യൂ എന്താ മക്കളെ? 5 plus or minus root of 25 plus 24 divided by 4 ആണ്. അപ്പോൾ 5 plus or minus 7/4 ആണ്. അപ്പം എന്താ വാല്യൂ വരിക? sec theta വാല്യൂ ഏതൊക്കെയാണ് കിട്ടുക? 12 3 -2 അപ്പോൾ -1/2. അപ്പോൾ sec theta 3 ആവാം -1/2 ആവാം. അപ്പോൾ sec theta പറഞ്ഞാൽ 1/cos theta. നമുക്കറിയാം sec theta ഒരിക്കലും -1ൻ്റെയും 1ൻ്റെ ഇടയിൽ കിടക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ -1/2 പാടില്ല. അപ്പോൾ sec theta is equal to 3 മാത്രമാണ് അഡ്മിസിബിൾ വാല്യൂ. അപ്പോൾ sec theta equals 3 ആണെങ്കിൽ cos theta എന്താവും? 1/3 ആവും. അപ്പോൾ cos theta equals 1/3 ആണ് സൊല്യൂഷൻ.
You get cos theta equals 1 by 3. ഇനി എന്താ ഇങ്ങനെ has exactly, അപ്പോൾ ഇതിൻ്റെ അർത്ഥം cos theta equals 1 by 3 ആണ്. അപ്പോൾ cos theta equals 1 by 3 has 7 solutions in 0 and pi by 3. ഇങ്ങനെയാണ് 0 and pi by 2. അപ്പോൾ നമ്മൾ this has solutions, 7 solutions in n pi by 2 പറയുന്ന പകരം this has solutions in 0 and pi by 2 വന്നു. അപ്പോൾ അവിടെ എന്താ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ cos xന്റെ ഗ്രാഫ് വരയ്ക്കാം. Try to draw the graph of cos x. നല്ല ക്വസ്റ്റ്യൻ ആട്ടോ. Try to draw the graph of cos x. Cos xന്റെ ഗ്രാഫ് ഇങ്ങനെയല്ലേ മക്കളെ? ഇങ്ങനെയാണ് cos xന്റെ ഗ്രാഫ് അല്ലേ? ഇങ്ങനെ പോകും, ഇങ്ങനെ പോകും. ഇത് pi by 2 ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു cos xന്റെ ഗ്രാഫ് വരയ്ക്കുമ്പം cos xന്റെ ഗ്രാഫ് നമുക്കിപ്പം ഇത് cos xന്റെ ഗ്രാഫ് 1 by 3 ഞാൻ ഇങ്ങനെ ഒരു വര വരച്ചാൽ ഇങ്ങനെ ഉണ്ടാവാം. 1 by 3 കാണില്ലല്ലോ. 1 by 3 ഞാൻ ഇങ്ങനെ ഒരു വര വരച്ചാൽ ഇങ്ങനെയല്ലേ ഉണ്ടാവുക മക്കളെ? ഇതാണ് 1 by 3. 1 by 3 കുറച്ചുകൂടി വലുതാക്കാം അല്ലേ? 1 by 3 കാണുന്നില്ല. ദിസ് ഇസ് 1 by 3. 1 by 3 ഞാൻ ഇങ്ങനെ വര വരച്ചു. അപ്പോൾ 1 by 3 വരച്ചാൽ അത് കട്ട് ചെയ്യുന്ന പോയിന്റ് ഒക്കെ സൊല്യൂഷനാണ്. അപ്പോൾ ഇതൊരു സൊല്യൂഷനാണ്. ഇത് 1 by 3 വെച്ചോളൂ. അപ്പോൾ ഇതൊരു സൊല്യൂഷനാണ്. 1 2 3 4 5 6 അല്ലേ? 6 സൊല്യൂഷൻ അല്ലേ? 1 2 3 4 5 6 പിന്നെ ഇങ്ങനെ പോകും കുറച്ചുകൂടി. ഇങ്ങനെ ഗ്രാഫ്. അപ്പോൾ ദ ഗ്രാഫ് ഇസ് ലൈക്ക് ദിസ്. ഇങ്ങനെ പോവാം. അപ്പോൾ എത്ര സൊല്യൂഷൻസ് ആയി നോക്കൂ? 1 2 3 4 5 6 കണ്ടോ? ഇവിടെ 7 ആയി. ഇതാ 7 സൊല്യൂഷൻസ് ആയി. അപ്പോൾ ഇതിന് തൊട്ടപ്പുറത്തുള്ള ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ് n pi by 2. നോക്കൂ, ഇത് pi by 2 ആണ്, ഇത് 3 pi by 2 ആണ്, 7 pi by 2. നിങ്ങൾക്കറിയാലോ cos ക്രോസ് ചെയ്യുന്ന സ്ഥലം ഓഡ് മൾട്ടിപ്പിൾ ഓഫ് pi by 2 ആണ്. അപ്പോൾ ദിസ് ഇസ് pi by 2, 3 pi by 2, 5 pi by 2, 7 pi by 2, 9 pi by 2, 11 pi by 2. This is 13 pi by 2. But the least value of n belongs to n. Least value. 7 root ഉണ്ടാവണമെങ്കിൽ least value of n should be 13. ഇതിൽ ജസ്റ്റ് അപ്പുറത്തുള്ള കണ്ടോ, ഇതാണ് അവസാനത്തെ റൂട്ട്, ഇതാണ് 7th റൂട്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ക്രോസ് ചെയ്യുന്ന സ്ഥലം 13 pi by 2 ആണ്. അപ്പോൾ ഹിയർ what does that imply is n equals 13. ഇതാണ് അതിൽ മെയിൻ ആയിട്ടുള്ള ത്രെഡ്. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ 7 സൊല്യൂഷൻസിന് പകരം 5 സൊല്യൂഷൻസ് ആണ് എത്ര സ്ഥലത്ത് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് n? 5 സൊല്യൂഷൻസ് ആണെങ്കിൽ നോക്കൂ, 1 2 3 4 5. 5 സൊല്യൂഷൻ ആണ് ഇവിടേക്ക് പോയിന്റ് ഉണ്ടാവുക. ഇവിടെ പോയിന്റിങ് ഏതായിരിക്കും? ഇവിടെയാണ് പോയിന്റിങ് ഏതായിരിക്കും സൊല്യൂഷൻ? pi by 2, 3 pi by 2, 5 pi by 2, 7 pi by 2, 9 pi by 2. 5 സൊല്യൂഷൻ ആണ് n 9 ആ. ഈ ക്വസ്റ്റ്യൻ ഇംപ്രവൈസ് ചെയ്ത് ചോദിക്കുക കേട്ടോ. ഇവിടെ 7 സൊല്യൂഷൻസ് ആണ് n 13 ആണ്. 5 സൊല്യൂഷൻ ആണെങ്കിൽ ഇവിടെ ഉണ്ടാവുക 9 ആണ്. അപ്പം അങ്ങനെ നിങ്ങൾ ആലോചിക്കാം, മൂന്ന് സൊല്യൂഷൻസ് ആണ് n എന്തായിരിക്കും, 7 സൊല്യൂഷൻ ആണ് n എന്തായിരിക്കും, അങ്ങനെ. ഓക്കെ, അപ്പോൾ n is equal to 13. Now the question is what is the value of sigma k going from 1 to n, k by 2 raised to k? അതെന്താ ചെയ്യുക? What is that? How to do this? അത് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ എസിൻ്റെ വാല്യൂ ഇതാണ് ചോദിക്കുക. യു ടേക്ക് ദ വാല്യൂ ഓഫ് എസ്. എസ് ഇസ് ഈക്വൽ ടു, നോക്കൂ, k going from 1 to k അല്ലേ? അപ്പോൾ k 13 ആണ്. അപ്പോൾ 1 by 2 പ്ലസ് 1 by 2 സ്ക്വയർ ഇങ്ങനെ പോവും, പ്ലസ് എക്സെട്ര, പ്ലസ് എവിടെ വരെ പോകണം? 13 വരെ പോകണം. 13 വരെ പോകണം. പ്ലസ് 13 by 2 raised to 13. അപ്പം അതിൻ്റെ ജസ്റ്റ് ഇപ്പുറത്തെ ടേം എഴുതിക്കൊള്ളുവാണെങ്കിൽ 12 by 2 raised to 12. അപ്പോൾ ഇതൊരു അരിത്മെറ്റിക്കോ 2 by ആണ് കേട്ടോ. ദിസ് ഇസ് 2 by. അപ്പോൾ ഇതൊരു അരിത്മെറ്റിക്കോ ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. ഇത് സിലബസിൽ ഇല്ല, പക്ഷെ ഇത് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം ചോദിച്ചാൽ 2024 ചോദിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് സീക്വൻസ് AGP ആണ്. കണ്ടോ, താഴെ GP-യിലാണ് പോകണം, മുകളിൽ AP-യിലാണ് പോകണം. പക്ഷെ എന്നാലും ഇത് ചെയ്യാൻ പറ്റും. ഫോർമുല ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ചെയ്യാൻ പറ്റും. യു ക്യാൻ യൂസ് GP ഫോർ ഫൈൻഡിങ് ദ സൊല്യൂഷൻ. അപ്പോൾ അതുകൊണ്ട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യം. ട്രിഗണോമെട്രിക് ഇക്വേഷൻ സിലബസിലില്ല, AGP സിലബസിലില്ല, പക്ഷേ ദിസ് ഇസ് വെൽ വിതിൻ ദ സിലബസ്. അവരങ്ങനെ ചോദിക്കും. അപ്പം 1 by 2 ആകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒരു ഇതിലെ കോമൺ റേഷ്യോ ഇല്ലേ, 1 by 2 കോമൺ റേഷ്യോ അല്ലേ, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 by 2 എസ് ചെയ്യാം. 1 by 2 എസ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഇവിടെ 1 by 2 സ്ക്വയർ ആവും, പ്ലസ്
ഇവിടെ 2/2³ ആവും. ഇങ്ങനെ പോയിട്ട് ഇതെന്താവും 12/2 ആവും പ്ലസ് 13/2 ആവും. ഞാൻ ഒന്നും ചെയ്തില്ല. ഫസ്റ്റ് ഇക്വേഷനെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്താണ് ഇങ്ങനത്തെ ടേം വന്നാൽ AGP വന്നാൽ സം ടു n ടേംസ് ഓഫ് AGP ആണത്. അരിത്മെറ്റിക് പ്രോഗ്രഷൻ മുകളിലുണ്ട്, താഴെ GP ഉണ്ട്. GPയുടെ പ്രോഗ്രഷൻ ഉണ്ട് 1/2 1/2 1/2 1/2 സ്ക്വയർ അങ്ങനെ പോകില്ലേ. ഇത് മുകളിലുള്ളത് KP അല്ലേ. അങ്ങനെ വന്നാൽ ചെയ്യേണ്ടത് എന്താ, കോമൺ റേഷ്യോ ഉണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും. എന്നിട്ട് ഇത് സബ്ട്രാക്ട് ചെയ്യുക. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1, ദിസ് ഇക്വേഷൻ നമ്പർ 2. സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക, S minus 1/2. Yes, it is 1/2 S. അല്ലേ. ഇനി ഞാൻ ഇങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യുക. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സബ്ട്രാക്ട് ചെയ്യുന്ന സ്റ്റൈൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ സബ്ട്രാക്ട് ചെയ്യുക. ദിസ് മൈനസ് ദിസ്, ദിസ് മൈനസ് ദിസ്, അതേപോലെ ദിസ് മൈനസ് ദിസ്, അതായത് ദിസ് മൈനസ് ദിസ്. അങ്ങനെ സിഗ്സാഗ് ആയിട്ട് സബ്ട്രാക്ട് ചെയ്യും. അപ്പോൾ എന്താ കിട്ടുക, നോക്കൂ ഇവിടെ 1/2 അകത്തന്നെ ഇറക്കിയിടുക. ഈ 1/2 ഇവിടെ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുക. 2/2² മൈനസ് 1/2². 2/2² മൈനസ് 1/2² എന്താ, 1/2². പിന്നെ അടുത്ത 3/2² ആയിരിക്കും. ഇവിടെ 3/2² ഉണ്ടാവുക, 3/2³ ഉണ്ടാവുക. അപ്പോൾ 3/2³ ആകുമ്പോൾ 1/2³ പ്ലസ് എക്സെട്ര. ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 13/2⁻²13 12/2⁻²13. ഇറ്റ് ഈസ് 1/2⁻13 മൈനസ് 13/2⁻14. റൈറ്റ്. ഇനി എന്താ നല്ല അറിയാം, ഈ 1/2 S ആണ് കണ്ടത്. ഒന്നായിട്ട് 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക, S is equal to 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക, 1 പ്ലസ് 1/2 പ്ലസ് 1/2² പ്ലസ് എക്സെട്ര പ്ലസ് 1/2⁻12 മൈനസ് 13/2⁻13 വരും. ഇതെന്താണ്, ഇത് സം ടു 13 ടേംസ് ഓഫ് എ GP ആണ്. വിത്ത് ഫസ്റ്റ് ടേം 1 ആൻഡ് കോമൺ റേഷ്യോ 1/2 ആണ്. എന്താ ഫോർമുല, Sn is equal to A into 1 minus R⁻n by 1 minus R. This is sum to n terms of a GP. If R is less than 1. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താ, എത്ര ടേം ഉണ്ട്, 13 ടേം ഉണ്ട്. 12 ടേം അല്ല, 13 ടേം. 1 അടക്കം 13 ടേം ആണ്. അപ്പോൾ A into 1 minus 1/2⁻13 divided by 1/2, 1 minus 1/2 minus 13/2⁻13. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 മുകളിൽ വരും. 2 മുകളിൽ വരുമ്പോൾ 2⁻13 കോമൺ വരും. അപ്പോൾ ഇറ്റ് ഇസ് 2⁻14, 2⁻13 കോമൺ വരില്ലേ, മൈനസ് 15 വരും അല്ലേ. ഓക്കെ, ദിസ് ഇസ് ആൻസർ. ഓപ്ഷൻ 2 ഇസ് ആൻസർ. അത് ബാക്കി നിങ്ങൾ ചെയ്യണം കേട്ടോ. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ ഓൾസോ. ഇതൊരു ട്രിവിയൽ ക്വസ്റ്റ്യൻ ആണ്. ഇത് കഴിഞ്ഞ 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഓഫ് ദ ഇക്വേഷൻ. ഈ sin²x വരെ കോസ്റ്റിലേക്ക് ആക്കാം. ഈ ഇതൊക്കെ ട്രിഗണോമെട്രിക് ഇക്വേഷൻസിലുള്ളതാണ്. പക്ഷേ എന്നാലും ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് പഠിക്കേണ്ട ആവശ്യമില്ല. ഡിലീറ്റഡ് പോർഷൻ ആണ്, ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് ആണ്. പക്ഷേ യു ഹാവ് ടു സ്റ്റഡി ദിസ് കൈൻഡ് ഓഫ് തിങ്സ്. അപ്പോൾ 4 into 1 minus sin²L, ബാക്കിയൊക്കെ കോസ് അല്ലേ. അപ്പോൾ യു കൺവേർട്ട് സൈൻ ഇൻ ടേംസ് ഓഫ് കോസ്. അപ്പോൾ 1 minus cos² θ എഴുതാം, cos²x എഴുതാം, മൈനസ് 4 cos³ x എഴുതാം, പ്ലസ് 9 എഴുതാം, മൈനസ് 4 cos x എഴുതാം, ഇസ് ഈക്വൽ ടു 0 എഴുതാം. എല്ലാം കോസിൽ എഴുതാം. കോസിൽ എഴുതുമ്പോൾ 4 cos³ x പ്ലസ് 4 എല്ലാം അങ്ങോട്ട് എടുത്തോളൂ, 4 cos² x പ്ലസ് 4 cos x ഇസ് ഈക്വൽ ടു, ഇതെല്ലാം കൂടി കൂട്ടി എന്താ കിട്ടുക, 9 4 13 വരും. ഇവിടെ നോക്കൂ, ഇതിൻ്റെ മാക്സിമം വാല്യൂ 1 ആണ്, ഇതിൻ്റെ മാക്സിമം വാല്യൂ 1 ആണ്, ഇതിൻ്റെ മാക്സിമം വാല്യൂ 1 ആണ്. cos x-ന്റെ മാക്സിമം വാല്യൂ ഓഫ് ദ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ കോസും സൈനും മാത്രമാണ് ബൗണ്ടഡ്. അപ്പോൾ ഇത് 1 ആണ്, 1 ആണ്, 1 ആണ്. അപ്പോൾ 4 4 8 4 12. ലെഫ്റ്റ് സൈഡ് ഇസ് 12, റൈറ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡിൻ്റെ മാക്സിമം വാല്യൂ 12 ആണ്. ലെഫ്റ്റ് സൈഡിൻ്റെ മാക്സിമം വാല്യൂ 12 ആണ്. റൈറ്റ് സൈഡ് 13 ആണ്. അപ്പോൾ ഒരിക്കലും ഇത് 13 ആവില്ല. അപ്പോൾ ദർ ഇസ് നോ സൊല്യൂഷൻ, നോ സൊല്യൂഷൻ. അപ്പോൾ ആൻസർ ഇസ് 0. അങ്ങനത്തെ ഒരു എക്സ് ഉണ്ടാവില്ല. ദർ ഇസ് നോ എക്സ് സാറ്റിസ്ഫൈങ് ദ ഇക്വേഷൻ. Therefore, there is no solution. വളരെ ട്രിവിയൽ ക്വസ്റ്റ്യൻ ആണ്. only thing you want is common sense. കോമൺ സെൻസ് മാത്രം മതി ആ ചോദ്യം ചെയ്യാൻ. ഇന്ന് കഴിഞ്ഞ കൊല്ലം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പിന്നെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ നോക്കാം. ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് സൈൻ 2π/3. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ധാരാളം ചോദിക്കും. 1986 ചോദിച്ചാണ്.
പക്ഷേ കഴിഞ്ഞ കൊല്ലമൊക്കെ ജോയി മീൻസ് ചോദിച്ചിട്ടുണ്ട്. ഇതിൽ കൺസെപ്റ്റ് എന്താ വെച്ചാൽ സൈൻ ഇൻവേഴ്സ് സാധാരണ എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് എക്സ് എക്സ് ആണ്. ഈ സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എക്സ് ആവണമെങ്കിൽ എക്സ് എവിടെ കിടക്കണം? എക്സ് സൈനിൻ്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ചിൽ കിടക്കണം, -π/2 π/2. പക്ഷേ സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എക്സ് ആവണമെങ്കിൽ എക്സ് അവിടെ കിടന്നാൽ മതി. സൈൻ ഇൻവേഴ്സ് എക്സ് ഡിഫൈൻഡ് ആയാൽ മതി. അപ്പോൾ എക്സ് അവിടെ കിടന്നാൽ മതി. എക്സ് ഷുഡ് ബിലോങ് ടു ക്ലോസ് ഇൻ്റർവെൽ -1 1. ഇത് ശ്രദ്ധിക്കേണ്ടത് സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എക്സേ ആവുള്ളൂ. ആൻഡ് ദാറ്റ് ഹാപ്പൻസ് ഓൺലി വെൻ എക്സ് ലൈ ബിറ്റ്വീൻ -1 and 1. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് എക്സ് എന്ത് തന്നെയായാലും ഡിഫൈൻഡ് ആണ്. പക്ഷേ എക്സ് -π/2 π/2 എന്നുള്ള പ്രിൻസിപ്പൽ ബ്രാഞ്ചിലായാൽ മാത്രമേ അതിൻ്റെ വാല്യൂ എക്സ് ആവുള്ളൂ. Okay, sin inverse sin x, the value will be on sin of sin inverse x will be only x, and that happens only when x lie between -1 and 1. It can be only x, and that happens only when x lie between -1 and 1. But if x is lying between -1 -π/2 and π/2, then you can say sin inverse x, sin inverse sin x equals x. That means if x is somewhere else, the sin inverse sin x exists, but it will not be equal to x. It will be something else. Okay, that's our idea. Now, we call this as principal branch of sin x. Now, sin inverse sin 1 and sin inverse sin 1 1 and because 1 lie in the principal branch. This principal branch of 3.14/2. It is 1.5 something. It is 1.5 something. 1.5 something. It is -1.5 something. You should not confuse it as 90. 90 allada. This is radian. 1.5 something. This is -1.5 something. But sin inverse sin 1 1 because 1 lie in the principal branch. 1 is lying between -1.5 and +1.5. Now, what is sin inverse sin 2? Sin inverse sin 2 is 2 alla. Karanda 2 does not lie in the principal branch. 2 is not lying in the principal branch. So sin inverse sin 2 alla. Sin inverse sin 2 alla. പിന്നെ എന്താണ് sin inverse sin 2 അല്ലെങ്കിൽ പിന്നെ എന്താണ് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യണം? You have to convert this angle into another angle so that it lies in the principal branch. Principal branchil കിടക്കത്തക്ക വിധത്തിൽ അതിനെ reduce ചെയ്യണം. അപ്പോൾ how to reduce it? എങ്ങനെ reduce ചെയ്യുക? സൈനിൻ്റെ കേസിൽ reduce ചെയ്യാനുള്ള സംഭവം ഇതാണ്. Sin of even pi, sin of odd pi minus theta എന്ന് പറയുന്നത് sin theta ആണ്. Sin of odd pi minus theta is sin theta. അതേപോലെ sin of theta minus even pi is also sin theta. ഇത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു ടൂളാണ്. ഇത് സൈൻ ഓഫ് എ ബിഗ് ആംഗിളിനെ സൈൻ ഓഫ് എ സ്മോൾ ആംഗിൾ ആക്കാനുള്ള ഒരു ടൂളാണ്. സൈൻ ഓഫ് ഓഡ് പൈ സൈൻ 3π minus theta സൈൻ തീറ്റയാണ്. സൈൻ ഓഫ് 11π minus theta സൈൻ തീറ്റയാണ്. സൈൻ ഓഫ് 2023π minus theta സൈൻ തീറ്റയാണ്. സൈൻ ഓഫ് എനി ഓഡ് പൈ മൈനസ് തീറ്റ സൈൻ തീറ്റയാണ്. ഓക്കെ, അതേപോലെ സൈൻ ഓഫ് 2π minus theta എന്താ? മൈനസ് സൈൻ തീറ്റയാണ്. അപ്പോൾ തീറ്റ മൈനസ് 2π എടുത്താലോ സൈൻ തീറ്റയാണ്. അപ്പോൾ തീറ്റ മൈനസ് ഈവൻ പൈ ആയാൽ സൈൻ തീറ്റയാണ്. ഓഡ് പൈ മൈനസ് തീറ്റ ആയാലും സൈൻ തീറ്റയാണ്. അപ്പോൾ സൈൻ തീറ്റയിൽ ലാൻഡ് ചെയ്യണമെങ്കിൽ സൈൻ്റെ ടൂൾ എന്താ? ഐദർ ഇറ്റ് ഷുഡ് ബി ഓഡ് പൈ മൈനസ് തീറ്റ ഓർ തീറ്റ മൈനസ് ഈവൻ പൈ. അപ്പോൾ ഈ ബോക്സ് മനസ്സിലാക്കാം. അപ്പോൾ നോക്കൂ, സൈൻ ഇൻവേഴ്സ് സൈൻ 2. സൈൻ ഇൻവേഴ്സ് സൈൻ 2നെ നമുക്ക് സൈൻ ഇൻവേഴ്സ് സൈൻ എന്തൊക്കെ എഴുതാം? π minus 2 എഴുതാം, π minus 2 എഴുതാം, 3π minus 2 എഴുതാം, 5π minus 2 എഴുതാം, 7π minus 2 എഴുതാം, അല്ലെങ്കിൽ 2 minus 2π എഴുതാം, 2 minus 3π 2 minus 4π എഴുതാം, 2 minus 6π എഴുതാം. അതൊക്കെ വർക്ക് ചെയ്യും. പക്ഷേ യു ഹാവ് ടു ചൂസ് ദാറ്റ് വാല്യൂ ഫോർ വിച്ച് ഇറ്റ് ലൈസ് ഇൻ ദ പ്രിൻസിപ്പൽ ബ്രാഞ്ച്. അപ്പോൾ പ്രിൻസിപ്പൽ ബ്രാഞ്ചിൽ കിടക്കുമോ നോക്കാം. നോക്കൂ, ഇത് പ്രിൻസിപ്പൽ ബ്രാഞ്ചിൽ കിടക്കുമോ? π minus 2 നോക്കാം. സൈൻ ഇൻവേഴ്സ് സൈൻ π minus 2 പ്രിൻസിപ്പൽ ബ്രാഞ്ചിൽ കിടക്കുമോ? π 3.14 minus 2 3.14 minus 2 1.14 1.414 lies in the principal branch. അപ്പോൾ യെസ്, അപ്പോൾ ആൻസർ π minus 2. ഇങ്ങനെ പഠിക്കുന്ന എളുപ്പം. അപ്പോൾ വാട്ട് വിൽ ബി സൈൻ ഇൻവേഴ്സ് സൈൻ 4? സൈൻ ഇൻവേഴ്സ് സൈൻ 3 എന്താ? π minus 3. കാരണം 3.14 minus 3. സൈൻ ഇൻവേഴ്സ് സൈൻ π minus 3 എഴുതാം. 3.14 minus 3 is 0.14. റൈറ്റ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് സൈൻ 4 എന്താ? സൈൻ ഇൻവേഴ്സ് സൈൻ 4 π minus 4 വർക്ക് ചെയ്യോ? π minus 4 വർക്ക് ചെയ്യും. π minus 4 പ്രിൻസിപ്പൽ ബ്രാഞ്ചിലുണ്ടോ? π minus 4. π is 3.14 minus 4 is minus 0.86. Yes, it lies in the principal branch. Yes, but it's π minus 4.
right? Sin inverse sin phi. Sin phi principal branch sin inverse sin phi principal branch sin inverse pi minus 5 പറ്റുമോ? Pi minus 5 okay ആണ്. Pi minus 5 okay ആണ്. പക്ഷേ pi minus 5 principal branch ഉണ്ടോ? Pi minus 5. Pi is 3.14. 3.14 minus 5. 3.14 minus 5. Minus 1.86. Minus 1.86 principal branch ഇല്ല. അപ്പോൾ pi minus 5 വർക്ക് ചെയ്യില്ല. മനസ്സിലുണ്ടോ? Reduce it in such a manner so that it lies in the principal branch. അതാണ് ഐഡിയ. അപ്പോൾ pi minus 5 വർക്ക് ചെയ്യില്ല. അപ്പോൾ അത് വർക്ക് ചെയ്യില്ലെങ്കിൽ അടുത്തത് നോക്കാം. 5 minus 2 pi. Theta minus even pi. അപ്പോൾ 5 minus 2 pi വർക്ക് ചെയ്യുമോ നോക്കാം. പറ്റുമോ? 5 minus 6.28 minus 1.28 minus 1.28 principal branch yes, right? But that is the way you find sin inverse sin theta. Okay, അപ്പോൾ നിങ്ങൾ വീട്ടിൽ പോയിട്ട് വീട്ടിൽ നിന്ന് ഇതൊക്കെ ചെയ്യാം. sin inverse sin 10 ചെയ്ത് നോക്കാം, sin inverse sin 20 ചെയ്ത് നോക്കാം, sin inverse sin 30 ചെയ്ത് നോക്കാം, ഇതൊക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ വെറുതെ പറയാം, sin inverse sin 10 എന്താ 10ന്റെ ആസ്പാസിലുള്ള പ്രിൻസിപ്പൽ 10ന്റെ ആസ്പാസിലുള്ള ഇൻഡിജർ മൾട്ടിപ്ലൈ നോക്കാം. 3 pi ഓക്കെ ആണോ? അതെ, 3 pi ഓക്കെ ആണ്. 3 pi minus 10 ഓക്കെ ആണോ? യെസ്, 3 pi minus 10 ഓക്കെ ആണ്. 3 odd pi minus theta ആണ്. 3 pi minus 10 പ്രിൻസിപ്പൽ ബ്രാഞ്ച് ഉണ്ടോ? യെസ്. 3 pi minus 9 point something ആണ്. 9 point something minus 10 is point something. Point something lies in the principal branch. Yes, but this is 3 pi minus 10. Sin inverse sin 20. 20യുടെ ആസ്പാസിലുള്ള പ്രിൻസിപ്പൽ ബ്രാഞ്ചോ 20യുടെ ആസ്പാസിലുള്ള ഇൻഡിജർ മൾട്ടിപ്ലൈ നോക്കാം. 20യുടെ ആസ്പാസിലുള്ള 20യുടെ നെയ്ബോർഡിലുള്ള ഇൻഡിജർ മൾട്ടിപ്ലൈ നോക്കാം. എത്രയാണ് വരിക? 4 pi, 5 pi, 6 pi. 6 pi വരുമ്പോൾ what is 6 pi? 3.14 into 6. 6 4 2 8 6 is 18. 18.84 ആണ്. 3 pi 6 4 2 8 6 8 18.84. 18.84. 20 minus 18.84 ഓക്കെ ആണോ നോക്കാം. എത്രയാ? 16 വരും. 1 ആകുമ്പോൾ 1.16 അല്ലേ വരിക? 18 അതെ 1.16. 1.16 പ്രിൻസിപ്പൽ ബ്രാഞ്ചിലല്ലേ? യെസ്. അപ്പോൾ വാട്ട്സ് യുവർ ആൻസർ? 6 pi ഓക്കെ ആണ്. 6 pi ഓക്കെ ആണ്. അപ്പോൾ 20 minus 6 pi. 6 pi ഈവൻ പൈ അല്ലേ? 20 minus 6 pi. കാരണം 6 pi പറയുമ്പോൾ 18.84 ആണ്. 20 minus 18.84 1.16 ആണ്. 20 minus 16 ബാക്കി 1 അതെ 1.16. 1.16 പ്രിൻസിപ്പൽ ബ്രാഞ്ചിലുണ്ട്. ആൻസർ ഇസ് 20.6 pi. ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക. sin inverse sin 30. You find the integer multiple pi in the neighborhood of 30 and you find 30 minus even pi or odd pi minus 30. ഇതിൽ ഏതാണ് പ്രിൻസിപ്പൽ ബ്രാഞ്ചിൽ വരിക എന്ന് നോക്കാം. Right? Okay. But that is how you find the value of this. Well, how to find the answer for this? Sin inverse sin 2 pi by 3. 2 pi by 3 പ്രിൻസിപ്പൽ ബ്രാഞ്ചിൽ ഇല്ല. അപ്പോൾ sin inverse sin pi minus 2 pi by 3 ചെയ്യാം. pi minus 2 pi by 3 ഓക്കെ ആണ്. pi minus theta ഓക്കെ ആണ്. അപ്പോൾ pi minus 2 pi by 3 എന്താ? 3 pi. അപ്പോൾ ഇത് sin inverse sin pi by 3. What is sin inverse sin pi by 3? Pi by 3. Pi by 3 ആണ് ആൻസർ. Pi by 3 ആൻസർ ഇല്ലല്ലോ. ഇവിടെ ഇല്ലല്ലോ. ആൻസർ ഇസ് 10 of this. 10 of this answer. Okay, range of the function f of x equals 4 sin inverse x square by x square plus 1. Range ചോദിച്ചാൽ how to find the range? Range പറഞ്ഞാൽ f of x കിടക്കുന്ന സ്ഥലമാണ്. ഡൊമൈനോ എക്സ് കിടക്കുന്ന സ്ഥലം. ഒരു ഫംഗ്ഷൻ എപ്പോഴും ഒരു ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്. ഇൻപുട്ടിൻ്റെ കൂട്ടം അതാണ് ഡൊമൈൻ. ഔട്ട്പുട്ടിൻ്റെ കൂട്ടം അതാണ് റേഞ്ച്. അപ്പോൾ ഇവിടെ 4 sin inverse x square by x plus 1 റേഞ്ച് ആണ് ചോദിച്ചത്. ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 സ്ഥിതി നോക്കാം. എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 എവിടെ തിരിഞ്ഞടിക്കും? എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1. What is the range of x square by x square plus 1? Where will x square plus x square by x square plus 1 lie? നോക്കൂ, ഇത് പോസിറ്റീവ് ആണ്. എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 എന്തായാലും പോസിറ്റീവ് ആണ്. ഇതിൻ്റെ മിനിമം വാല്യൂ ഇത് എന്താ പറയുക, താഴെ കുറച്ച് കൂടുതലല്ലേ? രണ്ടും പോസിറ്റീവാണ്. താഴെ കുറച്ച് കൂടുതലാണ്. അപ്പോൾ താഴെ കുറച്ച് കൂടുതലും മുകളിൽ കുറവാണ്. താഴെ കൂടുതലും മുകളിൽ കുറവാണെങ്കിൽ അത് എന്തായാലും ഒന്നിനേക്കാൾ കുറവായിരിക്കും അല്ലേ? ഒന്നിനേക്കാൾ കുറവായിരിക്കും. റൈറ്റ്. ഇതിൻ്റെ ഈ ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്താ? വാട്ട് ഇസ് ദ ഡൊമൈൻ ഓഫ് ദിസ് ഫംഗ്ഷൻ? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. കാരണം എക്സ് എന്ത് തന്നെയായാലും ഇത് ഡിഫൈൻഡ് ആണ്, റിയൽ നമ്പേഴ്സ് ആണ്. ഇത് വാട്ട് ഇസ് ദ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി? എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1. ഇത് ലിമിറ്റ് കൊടുത്താൽ എന്താ? എക്സ് ഇൻഫിനിറ്റി കൊടുത്താൽ വാട്ട് ഇസ് ദ ലിമിറ്റ് ഓഫ് ദിസ്?
It is 1 by 1 plus 1 by x square ആണ്. ഇവിടെ ലിമിറ്റ് കൊടുത്താൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി കൊടുത്താൽ ദിസ് വിൽ ഗോ ടു 0 അല്ലേ, അപ്പോൾ ദിസ് വിൽ ഗോ ടു 1. അപ്പോൾ 1ലേക്ക് അത് ടെൻഡ് ചെയ്യും. ശ്രദ്ധിക്കണേ, ടെൻഡ് ചെയ്യും. പിന്നെ ഇത് എക്സ് 0 ആകുമ്പോൾ 0 ആണ്. എക്സ് 0 ആകുമ്പോൾ 0 ആണ്. അപ്പോൾ 0 ആണ് അതിൻ്റെ മിനിമം വാല്യൂ. 1 ആണ്, 1ലേക്ക് ടെൻഡ് ചെയ്യും. എക്സ് ഇൻഫിനിറ്റി ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ടെൻഡ് ടു 1. അപ്പോൾ അത് മാക്സിമം അത് 1 ആവുള്ളൂ. മിനിമം എന്താ 0 ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1ൻ്റെ മാക്സിമം വാല്യൂ എന്താ 1 ആണ്. 1നേക്കാൾ കൂടുതലേ നോക്കൂ. എക്സ് 1 ആയാൽ 1/2, 2 ആയാൽ 4 ബൈ കുറച്ചുകൂടി വലിയ വാല്യൂ 4 ബൈ അല്ലേ, 2 സ്ക്വയർ 4 ബൈ 5 ആൻഡ് സോ ഓൺ. അപ്പോൾ ഇങ്ങനെ പോയി അവസാനം അത് 1ലേക്ക് ടെൻഡ് ചെയ്യും. 1 ആവില്ല. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇവിടെ സ്ട്രിക്ട്ലി ലെസ് ദാൻ ആണെന്ന് ശ്രദ്ധിക്കാം. ഇവിടെ ഈക്വൽ ടു ആണ്. എപ്പോഴാണ് ഈക്വൽ ടു ആവുക? എക്സ് 0 ആയാൽ ഇറ്റ് വിൽ ഗോ ടു 0. റേഞ്ച് കാണാൻ കുറേ മെത്തേഡുണ്ട്. ഞാൻ ഈ മെത്തേഡ് കുറച്ച് സിമ്പിളായിട്ട് പറഞ്ഞു തന്നല്ലോ. എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 എന്തിലേക്കാണ് ടെൻഡ് ചെയ്യുക? 1ലേക്ക് ടെൻഡ് ചെയ്യും. എക്സ് ഇൻഫിനിറ്റിലേക്ക് പോകുമ്പോൾ എക്സ് ഡൊമെയിൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ എക്സ് ഇൻഫിനിറ്റിലേക്ക് പോകും. -50 ആയാലും ഇൻഫിനിറ്റി ആയാലും 1ലേക്ക് ടെൻഡ് ചെയ്യാം. ഓക്കെ, പിന്നെ 0 ആണ്, മിനിമം വാല്യൂ 0 ആണ്. അപ്പോൾ റേഞ്ച്, ഇതിൻ്റെ റേഞ്ച് 0, 1 ആണ്. അപ്പോൾ അപ്പോൾ ഇവിടെ 4, അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 എവിടെയാണ് ഉണ്ടാവുക? ഇവിടെ കിടക്കും. will lie between sin inverse of 0, sin inverse of 1. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പരിപാടി കേട്ടോ. എന്തുകൊണ്ട് എങ്ങനെ വരുന്ന അറിയോ? ഈ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ്. ഇത് -1, 1, ഇത് π/2, ഇത് -π/2 ആണ്. അപ്പോൾ സൈൻ ഇൻവേഴ്സിൻ്റെ ഗ്രാഫ് ഇൻക്രീസിങ് ആണ്. ഇൻക്രീസിങ് ആണെങ്കിൽ ഒരു കൺസെപ്റ്റ് ശ്രദ്ധിച്ചോളൂ. ഇതാണ് ഇൻക്രീസിങ് എങ്കിൽ ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് എക്സ് ആണെങ്കിൽ എക്സ് എൻ്റെയും ബിൻ്റെ ഇടയിൽ കിടക്കുമ്പം എഫ് ഓഫ് എക്സ്, ഇതാണ് എഫ് ഓഫ് എ, ഇതാണ് എഫ് ഓഫ് ബി. അപ്പോൾ ഇതായിരിക്കും എഫ് ഓഫ് എ ഉണ്ടാവുക, ഇതായിരിക്കും എഫ് ഓഫ് ബി ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഇതായിരിക്കും എഫ് ഓഫ് എക്സ് ഉണ്ടാവുക. അപ്പോൾ എക്സ് എൻ്റെയും ബിൻ്റെ ഇടയിൽ കിടക്കുമ്പോൾ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എഫ് ഓഫ് എൻ്റെയും എഫ് ഓഫ് ബിൻ്റെ ഇടയിൽ കിടക്കും. അപ്പം ഈ സാധനം 0ൻ്റെയും 1ൻ്റെയും ഇടയിൽ കിടക്കുകയായതുകൊണ്ട് സൈൻ ഇൻവേഴ്സ് എക്സ് എന്താ അതേപോലെ ബിഹേവ് ചെയ്യും. ഇതെന്താ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ്, ഇത് നേരെ തിരിയും. അപ്പോൾ അതുകൊണ്ട് സൈൻ ഇൻവേഴ്സ് ഇൻക്രീസിങ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയത് കേട്ടോ. സൈൻ ഇൻവേഴ്സ് അതേപോലെ എഴുതും. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 0 ആകുമ്പോൾ എന്താവും? 0 ലെസ് ദാൻ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1. പിന്നെ ലെസ് ദാൻ വാട്ട് ഇസ് സൈൻ ഇൻവേഴ്സ് 1? സൈൻ ഇൻവേഴ്സ് 1 ഇസ് π/2. എന്താ ചോദ്യം? 4 ഉണ്ട്, അവിടെ 4 ഉണ്ട്. അപ്പോൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 വരും. ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ഇൻറ്റു 4 വരും. അപ്പോൾ ആൻസർ ഇസ് 4 sin inverse x. 4 sin inverse x square by x square plus 1 എവിടെയാണ് കിടക്കുക? ലൈ ബിറ്റ്വീൻ മൾട്ടിപ്ലൈ ചെയ്താൽ 2π വരും. അപ്പോൾ 2πൻ്റെയും 0ൻ്റെയും ഇടയിൽ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ സ്ട്രിക്റ്റ് ആയിട്ട് മൈനസ് ആണ്, ഇവിടെ ക്ലോസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പോൾ ആക്ച്വലി ഇവിടെ ക്ലോസ്ഡ്, ഇവിടെ ഓപ്പൺ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതുകൊണ്ട് ആൻസർ ഇസ് എ ഇസ് ആൻസർ. കണ്ടോ, സി അല്ല ആൻസർ. 2πയുടെ അവിടെ ഓപ്പൺ ആണ്, റൈറ്റ്. അപ്പോൾ അവിടെ 2-3 കാര്യങ്ങളുണ്ട്. സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻക്രീസിങ് ആണ്. അപ്പോൾ ഇതേ ചോദ്യം എന്താണ് കോസ് ഇൻവേഴ്സ് ആണെങ്കിൽ എന്താണെന്ന് നോക്കാം. നിങ്ങൾ ഇതേ ചോദ്യം കോസ് ഇൻവേഴ്സിൽ റേഞ്ച് എന്താണെന്ന് നോക്കാം കേട്ടോ, ഹോംവർക്ക് ആയിട്ട്. ഇനി കൺവേർട്ടിങ് ഇൻറ്റു ടാൻ. ഇത് നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷനിൽ ടാനിൻ്റെ ഈ റൂൾ എപ്പോഴും പഠിക്കണം. അതായത് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈയുടെ ഫോർമുല എന്താ മക്കളെ? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈയുടെ ഫോർമുല എന്താ? ടാൻ ഇൻവേഴ്സ് എന്താ വരിക? എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ. ഇത് വാലിഡ് ആവണമെങ്കിൽ എക്സ് വൈക്ക് ഒരു പ്രത്യേകത വേണം. എന്താ വാലിഡ് ആവണമെങ്കിൽ? എക്സ് വൈ ഷുഡ് ബി ലെസ് ദാൻ 1. ഈ ഫാമിലിയിൽ 2 റിസൾട്ട് ഉണ്ട്. ഒന്ന് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ, 2 ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ. വാട്ട് ഇസ് ദ അതർ റിസൾട്ട്? ഇവിടെ അതേ ആവശ്യമുള്ളൂ, പക്ഷേ എഴുതുമ്പോൾ രണ്ടും എഴുതാം. ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ. എന്തായിരിക്കും ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ? ഇത് പലപ്പോഴും ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ നമ്മളെപ്പോഴും ടെലസ്കോപ്പിക് സമ്മിന് ഉപയോഗിക്കും. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ ഇസ് ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് വൈ. ഇത് വർക്ക് ചെയ്യണമെങ്കിൽ എക്സ് വൈ -1 ബിഗർ ആവണം. അപ്പോൾ ആ 2 കണ്ടീഷൻസ് വാലിഡിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ആദ്യത്തെ കണ്ടീഷൻ വാലിഡ് ആവണമെങ്കിൽ XY ഒന്നിനേക്കാൾ കുറയണം. രണ്ടാമത്തെ കണ്ടീഷൻ വർക്ക് ചെയ്യണമെങ്കിൽ XY -1 വലുതാവണം. ഓക്കെ, ഇനി നമുക്ക് വാല്യൂ ഓഫ് ടാൻ ഓഫ് ദിസ് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് ഉള്ളത്തെ മാത്രം നോക്കാം. ഉള്ളത്തെ മാത്രം നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഉള്ളത്തെ മാത്രം ചെയ്യാം. ഉള്ളത്തെ മാത്രം എന്ന് പറയുമ്പോൾ 2 tan inverse x അല്ലേ. അപ്പോൾ tan inverse 3/5 പ്ലസ് tan inverse 3/5 പ്ലസ് sin inverse 3/50. എല്ലാത്തിനെയും ടാനിലേക്ക് ആക്കാം. sin inverse 5/13 എങ്ങനെയാണ് ചെയ്യുക? ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. ഇത് 5 ആണ്, ഇത് 13 ആണ്. യു കംപ്ലീറ്റ് ദ ട്രയാങ്കിൾ യൂസിങ് പൈത്തഗോറസ് തിയറം. 13 ആണ് ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഇതെന്താവും? 12 ആവും അല്ലേ. 169 മൈനസ് 25 144 സ്ക്വയർ റൂട്ട് 12. അപ്പോൾ sin inverse 5/13 can be written as tan inverse എന്ത് കിട്ടും? tan inverse ഓപ്പോസിറ്റ് സൈഡ് ബൈ adjacent side 5/12. ഇവിടെ ടാൻ ഞാൻ എഴുതിയിട്ടില്ലേ, ഞാൻ ഉള്ളത്തെ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഉള്ളത്തെ മാത്രം എഴുതി സിംപ്ലിഫൈ ആയിട്ട് അവസാനം ടാനിലേക്ക് ആക്കാം കേട്ടോ. വാല്യൂ ആണ്, അപ്പോൾ ടാനിലേക്ക് ആക്കാം. അപ്പോൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും രണ്ടെണ്ണം എടുക്കുക, ആഡ് ചെയ്യുക, എന്നിട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ 2 tan inverse x ചെയ്താലും മതി. 2 tan inverse x സിംപ്ലിഫൈ ചെയ്താൽ മതി. 2 tan inverse x 2 tan inverse tan inverse എന്താണ്? 2x/1 + x² ആണ്. അല്ലെങ്കിൽ അത് ചെയ്താലും മതി, അല്ലേ. അതാണ് സിമ്പിളാണ്. അപ്പോൾ ഇതിനെ അങ്ങനെ എഴുതിക്കോളൂ. 2 tan inverse x 2 tan inverse x അങ്ങനെ ചെയ്യാം നമുക്ക്. അപ്പോൾ 2 tan inverse x equals, what is 2 tan inverse x formula? 2 tan inverse x is equal to tan inverse 2x/1 + x². ഇതാണ് 2 tan inverse x. അപ്പോൾ ഇവിടെ നമുക്ക് 2 tan inverse x എഴുതാം. tan inverse 2x 2 × 3/5 divided by 1 ഇവിടെ 1 minus ആണ്, sorry 1 minus x². It is 1 minus x², 1 minus 9/25 പ്ലസ് sin inverse 5/13 നമുക്ക് ഇങ്ങനെ എഴുതാം. ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. this is 5, this is 13, this is 12. അപ്പോൾ tan inverse 5/12 അത് എക്സ്പാൻഡ് ചെയ്താൽ ആൻസർ ആയി. എക്സ്പാൻഡ് ചെയ്യും, സിംപ്ലിഫൈ ചെയ്യും, എന്താ കിട്ടുക? ദിസ് ഇസ് tan inverse 2 ഇവിടെ 25 ഉണ്ടായ ഒരു 5 ഉണ്ടാവും. 5 + 15 × 30 വരും അല്ലേ. ഡിവൈഡഡ് ബൈ 25 മൈനസ് 19 25 മൈനസ് 9 ഇറ്റ് ഇസ് 16 അല്ലേ. 30/16 വരും അല്ലേ. റൈറ്റ്. 2 × 3 × 25 അപ്പോൾ 5 വരും. 5 × 3 is 15 × 2 30 പ്ലസ് tan inverse 5/2. ഇത് വേണമെങ്കിൽ ചെറുതാക്കാം, 15/8 വയ്ക്കാം അല്ലേ. 15/8 അങ്ങനെ തന്നെ വെച്ചോളൂ, ഇതാ എളുപ്പം. ദിസ് ഇസ് tan inverse. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ ഒന്നിനേക്കാൾ കുറവാണോ? 150 16 12 മൾട്ടിപ്ലൈ ചെയ്താൽ 16 × 12 എത്രയാണ്? 30/16 × 15/12 അല്ല 5/12 5/12 150/16 × 12 എത്രയാ വരിക? 16 × 12 എത്രയാ? 16 12 6 2 32 16 2 9 1 101. എന്തായാലും ഒന്നേക്കാൾ കുറവാണ്. അപ്പോൾ ഇതൊക്കെ ഒന്നിനേക്കാൾ കുറവാണ്. അപ്പോൾ വർക്കിംഗ്. അപ്പോൾ ദിസ് ഇസ് tan inverse 30/16 പ്ലസ് 5/12 ഡിവൈഡഡ് ബൈ 1 മൈനസ് 30/16 × 5/12 ചെയ്യും. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. റൈറ്റ്. ഇനി അതിൻ്റെ ടാൻ എടുക്കാം. അപ്പോൾ ദിസ് ഇസ് ടാൻ ഓഫ് ദിസ്. അപ്പോൾ വാട്ട് ഇസ് ദ ആൻസർ? ആൻസർ വിൽ ബി 30/16 plus 5/12 divided by 1 minus 30 × 5 divided by 16 × 12. അപ്പോൾ simplify that answer, we will get the answer as 16 × 12 വെട്ടിപ്പോവും. It is 360 plus 16 50 80 അല്ലേ. അപ്പോൾ 240 വരും.
440 വരും. 220 ഉണ്ടോ? ശരി. ഐ തിങ്ക് ദ ആൻസർ ഇസ് ബോക്സ്. അത് ചെക്ക് ചെയ്യുക. നിങ്ങൾ ബോക്സ് ഇസ് ആൻസർ 220/21. സിമ്പിളാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്പ്ലിറ്റ് ചെയ്താൽ മതി. ഇത് ഓർമ്മയില്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്താലും മതി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ചോദ്യം എപ്പോഴും വരാറുണ്ട്. അപ്പോൾ അതിലെന്താ ചെയ്യേണ്ടത്? എല്ലാം ടാൻ്റെ ടേമിൽ എഴുതാം. എല്ലാം ടാൻ്റെ ടേമിൽ എഴുതാം. അത് മതി. ഇത് ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സിമ്പിളാണ്. ഓക്കെ. ദെൻ കോസ് ഇൻവേഴ്സ് കോസ് എക്സ്. ഞാൻ പറഞ്ഞു സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ചെയ്യേണ്ട വഴി. എന്താ സൈൻ ഇൻവേഴ്സ് സൈൻ എക്സിൻ്റെ ചെയ്യേണ്ട വഴി? സൈൻ ഇൻവേഴ്സ് സൈൻ എക്സിൻ്റെ ടൂൾ എന്താ മക്കളെ? അപ്പോൾ ഈ 3 ടൂള് പഠിച്ചോളൂ. അപ്പോൾ എളുപ്പമാവും. സൈൻ ഓഡ് പൈ മൈനസ് തീറ്റ, സൈൻ ഓഫ് തീറ്റ മൈനസ് ഈവൻ പൈ. ഇത് സൈൻ തീറ്റയാണ്. ഇതും സൈൻ തീറ്റയാണ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് സൈൻ എക്സിന് എപ്പോഴും ഇത് ഉപയോഗിക്കാം. കോസ് ആണെങ്കിൽ എന്താ ഉപയോഗിക്കാം? കോസിന്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് 0π ആണ്. സൈനിന്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് എവിടെയാ? -π/2 π/2 ക്ലോസ് ഇന്റർവെൽ. കോസ് ആകുമ്പോൾ കോസിന് ഓഡ് പൈക്ക് കഥയില്ല. കോസ് ഓഫ് ഓഡ് പൈ മൈനസ് വാട്ട് ഇസ് കോസ് ഓഫ് മൈനസ് തീറ്റ? കോസ് തീറ്റ തന്നെയാണ്. അപ്പോൾ ഓഡ് പൈ മൈനസ് തീറ്റയ്ക്ക് കോസിന് കഥയില്ല. കോസ് ഓഫ് ഓഡ് പൈ മൈനസ് തീറ്റ ഇസ് മൈനസ് കോസ് തീറ്റയാണ്. അപ്പോൾ അത് തിരിച്ചിട്ടാലും കാര്യമില്ല. അപ്പോൾ കോസ് ഓഫ് ഈവൻ പൈ മൈനസ് തീറ്റ അല്ലേ? കോസ് ഓഫ് 2π മൈനസ് തീറ്റ കോസ് തീറ്റ അല്ലേ? കോസ് ഓഫ് ഈവൻ പൈ മൈനസ് തീറ്റ കോസ് തീറ്റയാണ്. അത് തിരിച്ചിട്ടാലും കുഴപ്പമില്ല. കോസ് ഓഫ് തീറ്റ മൈനസ് ഈവൻ പൈ ആയാലും കോസ് തീറ്റയാണ്. അപ്പൊ കോസിന് ഈ കഥ ആലോചിക്കും. കോസിന് ഈവൻ പൈക്ക് മാത്രമേ കഥയുള്ളൂ. കോസ് ഓഫ് എ ബിഗ് ആംഗിൾ, ഹൗ ടു കൺവേർട്ട് ദാറ്റ് ഇൻ ടു സ്മോൾ ആംഗിൾ. ഇപ്പൊ കോസ് വലിയ ആംഗിൾ ആണെങ്കിൽ യു ഹാവ് ടു കൺവേർട്ട് ദാറ്റ് ഇൻ ടു സ്മോൾ ആംഗിൾ സോ ദാറ്റ് ഇറ്റ് ലൈസ് ഇൻ ദ പ്രിൻസിപ്പൽ ബ്രാഞ്ച്. അപ്പോൾ ഇതെങ്ങനെയാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുക? എന്താ കോസിന്റെ കൺസെപ്റ്റ്? കോസ് ഇൻവേഴ്സ് കോസ് എക്സ് എക്സ് ആവണമെങ്കിൽ എക്സ് എവിടെ കിടക്കണം? എക്സ് ഷുഡ് ലൈ ഇൻ ദ പ്രിൻസിപ്പൽ ബ്രാഞ്ച് ഓഫ് കോസ് 0π. പക്ഷെ കോസ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് എക്സേ ആവുള്ളൂ. ആൻഡ് ദാറ്റ് ഹാപ്പൻസ് ഓൺലി വെൻ എക്സ് ലൈ ബിറ്റ്വീൻ ക്ലോസ് ഇന്റർവെൽ -1 അവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ അതല്ല. 0πയിലാവുമ്പം കോസ് ഇൻവേഴ്സ് കോസ് എക്സ് എക്സ് ആവുന്നല്ലോ, അല്ലെങ്കിൽ വേറെ ഒന്നും വിചാരിക്കും. ഓക്കെ. വെച്ചാൽ ഈ എക്സ് എല്ലാ എക്സിനും വാലിഡാണ്. കുറേ എക്സിന് ഇത് ആക്ച്വലി റിയൽ നമ്പറാണ്. കോസ് ഇൻവേഴ്സ് കോസ് എക്സിൻ്റെ ഡൊമെയിൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സാണ്. അപ്പോൾ എല്ലാ എക്സിനും വാലിഡാണ്. ഇനി എക്സ് 0ത്തിൻ്റെയും പൈൻ്റെ ഇടയിലാണെങ്കിൽ അത് എക്സ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ പറയാം. കോസ് ഇൻവേഴ്സ് കോസ് 1 എന്താ? 1 തന്നെയാണ്. വാട്ട് ഇസ് കോസ് ഇൻവേഴ്സ് കോസ് 2? 2 തന്നെയാണ്. വാട്ട് ഇസ് കോസ് ഇൻവേഴ്സ് കോസ് 3? 3 തന്നെയാണ്. ബിക്കോസ് 3 ലൈസ് ഇൻ ദ പ്രിൻസിപ്പൽ ബ്രാഞ്ച്. ഇത് 0π എന്ന് പറഞ്ഞാൽ എന്താ? 0 തൊട്ടിട്ട് 3.14 വരെ ഓക്കെയാണ്. അതിനെ കിട്ടാം. പക്ഷേ കോസ് ഇൻവേഴ്സ് കോസ് 4 എന്താ മക്കളെ? കോസ് ഇൻവേഴ്സ് കോസ് 4 എന്ന് പറഞ്ഞാൽ 4 അല്ല. എന്തുകൊണ്ട് 4 അല്ലാത്ത? വൈ ഡസ് നോട്ട് 4? ബിക്കോസ് 4 ഡസ് നോട്ട് ലൈ ഇൻ ദ പ്രിൻസിപ്പൽ ബ്രാഞ്ച്. ഇത് വളരെ ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ നന്നായിട്ട് വരാറുണ്ട് ഇതിൽ. 4 ഡസ് നോട്ട് ഫോൾ ഇൻ ദ പ്രിൻസിപ്പൽ ബ്രാഞ്ച്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഒന്നുകിൽ ഇത് ഉപയോഗിക്കുക, ആ 4നെ കുറയ്ക്കുക. യു കൺവേർട്ട് 4 ഇൻ ടു എൻ ആംഗിൾ വിച്ച് ലൈ ഇൻസൈഡ് ദ പ്രിൻസിപ്പൽ ബ്രാഞ്ച്. 0ന്റെയും പൈൻ്റെ ഇടയിൽ കിടക്കുന്ന ഒരു ആംഗിളായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാൻ നോക്കാം യൂസിങ് ദിസ് ടൂൾ. ഓക്കെ. അപ്പം ഓഡ് പൈ തൊടാൻ പാടില്ല. ഒന്നുകിൽ ഈവൻ പൈ മൈനസ് തീറ്റ, അല്ലെങ്കിൽ തീറ്റ മൈനസ് ഈവൻ പൈ. അപ്പോൾ നോക്കാം 2π - 4 വർക്ക് ചെയ്യുമോ നോക്കാം. 2π - 4 വർക്ക് ചെയ്യും. 2π - 4 ഓക്കെ ആണെന്ന് നോക്കാം. 2π - 4 വെച്ചിട്ടുണ്ടെങ്കിൽ 6.28 - 4 2.28. 2.28 പ്രിൻസിപ്പൽ ബ്രാഞ്ചിലുണ്ടോ? യെസ്. അപ്പോൾ ആൻസർ ഇസ് 2π - 4. മനസ്സിലായോ? ഇനി വാട്ട് ഈസ് കോസ് ഇൻവേഴ്സ് കോസ് 10? 10ന്റെ ആസ്പാസിലുള്ള ഈവൻ മൾട്ടിപ്പിൾ ഓഫ് പൈ നോക്കാം. 10ന്റെ ആസ്പാസിലുള്ള ഈവൻ മൾട്ടിപ്പിൾ ഓഫ് പൈ. സൈൻ ആണെങ്കിൽ 10ന്റെ ആസ്പാസിലുള്ള ഇൻഡിജർ മൾട്ടിപ്പിൾ ഓഫ് പൈ നോക്കാം. കോസിൻ്റെ ആകുമ്പോൾ 10ന്റെ ആസ്പാസിലുള്ള ഈവൻ മൾട്ടിപ്പിൾ ഓഫ് പൈ നോക്കാം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ 10ന്റെ അടുത്തുള്ള ഈവൻ മൾട്ടിപ്പിൾ ഓഫ് പൈ എങ്ങനെയാണ്? 3π 4π 5π. ഏതൊക്കെയാണ് പറ്റുക? 10ന്റെ അടുത്താവണം. അപ്പോൾ 3π തന്നെയാണ്. 3π പറ്റില്ല. 3π പറ്റില്ല. അപ്പോൾ ഒന്നുകിൽ 4π പറ്റും. 4π ആകുമ്പോൾ എന്താ സംഭവിക്കുക? 4π പറഞ്ഞാൽ 4 3 12 പോയിന്റ് സംതിങ് അല്ലേ വരിക അല്ലേ? 12 പോയിന്റ് സംതിങ് മൈനസ് 10 2 പോയിന്റ് സംതിങ് ആണ്. ഓക്കെയാണ്. അപ്പോൾ ആൻസർ ഇസ് ഇപ്പം എന്താ വരിക? കോസ് ഇൻവേഴ്സ് കോസ് 10 ആണെങ്കിൽ 4π - 10 ഓക്കെ ആണോ? യെസ് ഓക്കെയാണ് അല്ലേ? ഈവൻ പൈ മൈനസ് 10 ഓക്കെയാണ്. 4π - 10 ഓക്കെയാണ്. പക്ഷേ 4π - 10 വർക്ക് ചെയ്യോ? ഈ വിൽ ഇറ്റ് ഫോൾ ഇൻ ദ പ്രിൻസിപ്പൽ ബ്രാഞ്ച്? 4π പറഞ്ഞാൽ എത്രയാ? 4 × 3.14 12 പോയിന്റ് സംതിങ് അല്ലേ? 12 പോയിന്റ് സംതിങ് ആണ്. 12 പോയിന്റ് സംതിങ് മൈനസ് 10 എന്താ? 2 പോയിന്റ് സംതിങ് ആണ്. ഇവിടെ 3.14 വരെ പോകും. അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ ആൻസർ ഇസ് 4π - 10.
മനസ്സിലായോ മക്കളെ? അങ്ങനെ അതാണ് ഐഡിയ. അതേപോലെ ടാനിൻ്റെ കഥ. ടാനിൻ്റെ കഥ എന്താ വെച്ചാൽ ടാൻ ഓഫ് തീറ്റ മൈനസ് എൻ പൈ ടാൻ തീറ്റയാണ്. അതേപോലെ തന്നെയാണ് കോട്ടിനും. കോട്ട് ഓഫ് തീറ്റ മൈനസ് എൻ പൈയും കോട്ട് തീറ്റയാണ്. അപ്പം കോട്ടിൻ്റെ ടൂൾ ഇതാണ്. എൻ പൈ പറഞ്ഞാൽ ഈവൻ ആയാലും ഓഡായാലും കുഴപ്പമില്ല. ഈവൻ ആയാലും ഓഡായാലും ടാനും കോട്ടിനും പ്രശ്നമില്ല. മനസ്സിലായോ? തീറ്റ മൈനസ് ഈവൻ പൈ. അപ്പോൾ നോക്കാം നമുക്ക് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ആകുമ്പോൾ വാട്ട് ഇസ് ഇപ്പോൾ ടാൻ്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് എന്താ? ടാൻ്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് ഓപ്പൺ മൈനസ് π/2 π/2 ആണ്. കോസിൻ്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് എന്താ? ക്ലോസ് ഇൻ്റർവെൽ 0π ആണ്. സൈൻ്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് എന്താ? ക്ലോസ് ഇൻ്റർവെൽ മൈനസ് π/2 π/2 ആണ്. കോട്ടിൻ്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് എന്താ? ഓപ്പൺ ഇൻ്റർവെൽ 0π ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും വിചാരിക്കാം. ഓക്കെ, ടാനിൻ്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് ഓപ്പൺ ഇൻ്റർവെൽ മൈനസ് π/2 π/2 ആണ്. ഓക്കെ, ഇനി വാട്ട് ഇസ് ടാൻ ഇൻവേഴ്സ് ടാൻ 1? What is tan inverse tan 1? Tan inverse tan 1. 1 ആണ്, because 1 lie in the principal branch. What is tan inverse tan 2? Tan inverse tan 2. 2 അല്ല. Why? 2 is not lying in the principal branch. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതെടുക്കണം. തീറ്റ മൈനസ് എൻ പൈ. അപ്പോൾ 2 മൈനസ് പൈ വെക്കാം, 2 മൈനസ് 2π വെക്കാം, 2 മൈനസ് 3π വെക്കാം, ഒക്കെ വെക്കാം. അപ്പോൾ 2 മൈനസ് പൈ ഓക്കെ ആണോ? ഓക്കെ ആണ്. കണ്ടോ? 2 മൈനസ് പൈ, 2 മൈനസ് 3.14 മൈനസ് 1.14 മൈനസ് 1.14 പ്രിൻസിപ്പൽ ബ്രാഞ്ചിലുണ്ട്. മനസ്സിലായോ? അതേപോലെ നമ്മളിപ്പോൾ കോട്ട് ഇൻവേഴ്സ് കോട്ട് 2 ചെയ്താലോ? കോട്ട് ഇൻവേഴ്സ് കോട്ട് 2 ചെയ്താലോ? കോട്ട് ഇൻവേഴ്സ് കോട്ട് 2 എന്താ? കോട്ടിൻ്റെ കേസിൽ 0π ആണ്. അപ്പോൾ കോട്ട് ഇൻവേഴ്സ് കോട്ട് 2 എന്താ? 2 തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ കോട്ട് ഇൻവേഴ്സ് കോട്ട് 3 എന്താ? കോട്ട് ഇൻവേഴ്സ് കോട്ട് 3 എന്താ? 3 തന്നെയാണ്. കോട്ട് ഇൻവേഴ്സ് കോട്ട് 4 എന്താ? കോട്ട് ഇൻവേഴ്സ് കോട്ട് 4 എന്താ? 4 മൈനസ് പൈ ആണ്. ഇസ് ദാറ്റ് ക്ലിയർ? 4 മൈനസ് പൈ. കാരണം 4 മൈനസ് പൈ ആകുമ്പോൾ 4 മൈനസ് 3.14 ഇറ്റ് ഇസ് പോയിന്റ് സംതിങ്. ഇറ്റ് ലൈസ് ഇൻ ദ പ്രിൻസിപ്പൽ ബ്രാഞ്ച്. കോട്ടിൻ്റെ കേസിൽ 0 പൈൻ്റെ ഇടയിലാണ്. അപ്പോൾ ഇങ്ങനെ ആലോചിക്കാം. സൈൻ്റെ കേസിൽ ഈ ടൂൾ ഉപയോഗിക്കാം, കോസിൻ്റെ കേസിൽ ഈ ടൂൾ ഉപയോഗിക്കാം, ടാൻ്റെ കേസിലും കോട്ടിൻ്റെ കേസിലും ഈ ടൂൾ ഉപയോഗിക്കാം. ഇത് ഉപയോഗിച്ചാൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ചോദ്യങ്ങൾ നിർബന്ധമായിട്ടും 100% ചോദിക്കും, ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പ്രാക്ടീസ് ചെയ്യുക. സംശയം ഉണ്ടെങ്കിൽ വീണ്ടും റെഫർ ചെയ്തിട്ട് പഠിക്കുക. ഓക്കെ, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നോക്കാം, കോസ് ഇൻവേഴ്സ് കോസ് മൈനസ് 5. കോസ് ഇൻവേഴ്സ് കോസ് മൈനസ് 5 പറഞ്ഞാൽ എന്താ? കോസ് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. കോസ് ഓഫ് മൈനസ് 5 പറഞ്ഞാൽ കോസ് 5 തന്നെയാണ്. അപ്പോൾ ഇറ്റ് ഇസ് കോസ് ഇൻവേഴ്സ് കോസ് 5 അല്ലേ? പ്ലസ് സൈൻ ഇൻവേഴ്സ് സൈൻ 6 മൈനസ് ടാൻ ഇൻവേഴ്സ് ടാൻ 12. ഇനി കോസ് ഇൻവേഴ്സ് കോസ് 5 എന്നാ 5 പറഞ്ഞ പ്രിൻസിപ്പൽ ബ്രാഞ്ചിൽ കിടക്കില്ല, 0 പൈൻ്റെ ഇടയിലല്ല. അപ്പോൾ കോസ് ഇൻവേഴ്സ് കോസ് 5 ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ പറയാം? കോസിൻ്റെ കേസിൽ എന്താ? തീറ്റ മൈനസ് ഈവൻ പൈ, അല്ലെങ്കിൽ ഈവൻ പൈ മൈനസ് തീറ്റ. അപ്പോൾ 5 ആണെങ്കിൽ എന്ത് പറയാം? ഒന്ന് പറയൂ. 2π 3π. 5യുടെ അടുത്തുള്ള ഈവൻ മൾട്ടിപ്പിൾ ഓഫ് പൈ. 2π പറ്റില്ലേ? 2π പറഞ്ഞാൽ 6.28 അല്ലേ? അപ്പോൾ 6.28 മൈനസ് 5 1.28 അല്ലേ? അപ്പോൾ ശരിയാണ്. അത് 2π മൈനസ് 5 ആണ്. പ്ലസ് സൈൻ ഇൻവേഴ്സ് സൈൻ 6. സൈൻ ഇൻവേഴ്സ് സൈൻ 6 എങ്ങനെ ചെയ്യാം മക്കളെ? 6ൻ്റെ അടുത്തുള്ള ഇൻറ്റിജർ മൾട്ടിപ്പിൾ ഓഫ് പൈ നോക്കാം. 6ൻ്റെ അടുത്തുള്ള ഇൻറ്റിജർ മൾട്ടിപ്പിൾ ഓഫ് പൈ. 6ൻ്റെ അടുത്തുള്ള ഇൻറ്റിജർ മൾട്ടിപ്പിൾ ഓഫ് പൈ. അപ്പോൾ 2π എന്ന് പറഞ്ഞാൽ 6.28 അല്ലേ? 2π എന്ന് പറഞ്ഞാൽ 6.28 ആണ്. അപ്പോൾ 6.28 2π. അപ്പോൾ 6 മൈനസ് 6.28 മൈനസ് 0.28 അല്ലേ വരുള്ളൂ? അപ്പോൾ 6 മൈനസ് 2π. 6 മൈനസ് 2π. ഈവൻ പൈ ആണെങ്കിൽ സൈൻ്റെ കേസിൽ തീറ്റ മൈനസ് ഈവൻ പൈ ആണ്. അപ്പോൾ 6 മൈനസ് 2π. 6 മൈനസ് 2π പറഞ്ഞാൽ 6 മൈനസ് 6.28 മൈനസ് 2.28 മൈനസ് 0.28 ലൈ ഇൻ ദ പ്രിൻസിപ്പൽ ബ്രാഞ്ച്. മൈനസ് ടാൻ ഇൻവേഴ്സ് ടാൻ 12. 12ൻ്റെ അടുത്തുള്ള പ്രിൻസിപ്പൽ ബ്രാഞ്ച് 4π അല്ലേ? 4 3 12 4π ആണ്. അപ്പോൾ 4π ആകുമ്പോൾ 12 മൈനസ് 4π അല്ലേ? തീറ്റ മൈനസ് ഈവൻ പൈ അല്ലേ? തീറ്റ മൈനസ് എൻ പൈ. ടാനിനും കോട്ടനിലും ഇല്ല ഈവൻ പൈ ഓട്ട് പൈ ഇല്ല, എല്ലാം എൻ പൈ ആണ്. തീറ്റ മൈനസ് ആവണമെന്ന് മാത്രം. അപ്പോൾ 12 മൈനസ് എന്താണ്? 4π. ഓക്കെയാണ്. 12 മൈനസ് 4π എന്താ പ്രിൻസിപ്പൽ ബ്രാഞ്ച് കിടക്കും? 12 മൈനസ് 4π പറഞ്ഞാൽ 12 മൈനസ് 12 പോയിന്റ് സംതിങ് ആണ്.
മൈനസ് സംതിങ്ങേ വരുള്ളൂ. അതെന്തായാലും -π/2 ഓപ്പൺ ഇൻ്റർവെല്ലിൽ കിടക്കും. അപ്പോൾ ദിസ് ഇസ് ആൻസർ, റൈറ്റ്? അപ്പോൾ വാട്ട്സ് ദ ആൻസർ? 2π വെട്ടിപ്പോയി, ഇവിടെ 4π ഉണ്ടാവും, 4π കോമൺ വരും. 4π തുടങ്ങുന്ന 2 ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 6 -1 ആകുമ്പോൾ +1 ആവും, -11 അല്ലേ? സി ഇസ് ആൻസർ. 4π -11 ഇസ് ആൻസർ. ഇന്നത്തെ ചോദ്യം ഷുവറാണ്. പ്രാക്ടീസ് ചെയ്യുക. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നിങ്ങൾ ഏത് ബുക്ക് എടുത്താലും ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ട്രൈ ചെയ്യുക ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് കേട്ടോ, റൈറ്റ്? അതിനുള്ള ടൂളാണ് ഇത്. ഒന്നും കൂടി കണ്ടിട്ട് നിങ്ങൾ അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യുക, പരീക്ഷയ്ക്ക് വരും. നെക്സ്റ്റ്, ടെലസ്കോപ്പിക് സം. ടെലസ്കോപ്പിക് സം ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. ടെലസ്കോപ്പിക് സമ്മിന് എപ്പോഴും ആവശ്യം ഈ ഫോർമുലയാണ്. tan inverse x minus tan inverse y. ഈ ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. What is the value of tan inverse x minus tan inverse y? It is tan inverse x minus y divided by 1 plus xy. It works only for the case when xy is bigger than -1. xy bigger than -1 ആകുമ്പോഴേ ഇത് വർക്ക് ചെയ്യുള്ളൂ. ടെലസ്കോപ്പിക് സം എപ്പോഴും സബ്ട്രാക്ഷനിലാണ് വർക്ക് ചെയ്യുക. ഞാൻ പറയാം. ആദ്യം tan inverse 3 എഴുതാം. ഫസ്റ്റ് യു റൈറ്റ് tan inverse 1/3. അപ്പോൾ tan inverse 1/3 നമുക്ക് ഇങ്ങനെ എഴുതാം. tan inverse 1 divided by 1 plus. നോക്കൂ, ഇവിടെ 1 plus ഉണ്ട്. ഇതിലേക്ക് ആക്കണം. കാരണം ടെലസ്കോപ്പിക് സമ്മിൻ്റെ കൺസെപ്റ്റ് പറയാം. ഇങ്ങനെ സിഗ്സാഗ് ആയിട്ട് വെട്ടിപ്പോവും. അങ്ങനെയാണ്. 1 plus 3 ഞാൻ 1 plus 2 എന്ന് എഴുതാം. 2 ഞാൻ 1 into 2 എന്ന് എഴുതാം. കുഴപ്പമില്ലല്ലോ. 1/1 plus 1 into 2. അടുത്തത് എന്താ? tan inverse 1/7. tan inverse 1/7. tan inverse 1/7 എങ്ങനെ എഴുതാം? tan inverse 1 divided by 1 plus 3 into 2 അല്ലേ? അല്ലെങ്കിൽ 2 into 3. 1 plus 2 into 3. tan inverse അടുത്ത ടേം എന്താ മക്കളെ? tan inverse 1/13. It is tan inverse 1 divided by 1 plus 3 into 4. കണ്ടോ? ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ? 4 3 12 plus 1 13 എക്സെട്ര. ഇറ്റ് ഗോസ് ഓൺ ലൈക്ക് ദാറ്റ്. അപ്പോൾ ഇങ്ങനെ പോയിട്ട് എത്ര ടേംസ് വേണമെന്ന് പറഞ്ഞാൽ 10 ടേംസ് വേണം. അപ്പോൾ 10 ടേംസ് വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിൻ്റെ സ്റ്റൈൽ കണ്ടോ? 1 into 2, 2 into 3, 3 into 4. തേർഡ് ടേം സ്റ്റാർട്ട്സ്. തേർഡ് ടേമിൽ 3 into 4 ആണ്. അപ്പോൾ 10th ടേമിൽ എന്തായിരിക്കും? tan inverse 1/1 plus 10 into 11 ആയിരിക്കും. അപ്പോൾ ആക്ച്വലി ഇതെന്തായിരിക്കും? tan inverse ഇതിൽ 10th ടേം ഇതായിരിക്കും 1/110 111 ആയിരിക്കും. 1/111. ഇതിനേക്കാളും പ്രധാനം ഇതാണ്. ഓക്കെ, ഇനി ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഇടുന്നു കേട്ടോ. ഇവിടെ 1 into 2 അല്ലേ? ഈ 1ൻ്റെ സ്ഥാനത്ത് ഞാൻ 2 minus 1 എഴുതും. ഇവിടെ 1ൻ്റെ സ്ഥാനത്ത് ഞാൻ എഴുതും 3 minus 2 എന്ന് എഴുതും. ഇവിടെ 3 into 4 അല്ലേ? ഇവിടെ 1 ആണുള്ളത്. അപ്പോൾ ഞാൻ 4 minus 3 എന്ന് എഴുതും. അതേപോലെ ഇവിടെ എന്ത് എഴുതാം? 11 minus 10 എഴുതും. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താ? യു ക്യാൻ അപ്ലൈ ദിസ്. tan inverse x minus y by 1 plus xy can be written as tan inverse x minus tan inverse y അല്ലേ? അപ്പോൾ tan inverse 2 minus 1 by 1 plus 1 into 2 can be written as tan inverse 2 minus tan inverse 1. ഇതെങ്ങനെ എഴുതാം? tan inverse 3 minus tan inverse 2. ഇതെങ്ങനെ എഴുതാം? tan inverse 4 minus tan inverse 3. ഇങ്ങനെ ടെലസ്കോപ്പിക് സം ഉപയോഗിച്ചിട്ട് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. നമുക്കിതിൽ എല്ലാ ബുക്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നോക്കുമ്പോൾ ഇഷ്ടംപോലെ ടെലസ്കോപ്പിക് സം ക്വസ്റ്റ്യൻസ് കാണാം കേട്ടോ. ഇങ്ങനെ എഴുതാം. അപ്പോൾ tan inverse 1/3 ഇങ്ങനെ എഴുതി. ഇതെല്ലാം കൂടി ആഡ് ചെയ്തു. ആഡ് ചെയ്യല്ലേ ചെയ്യുന്നത്? നമ്മൾ അഡീഷണൽ ചോദിച്ചാൽ പ്ലസ് അല്ലേ ചോദിച്ചാൽ 10 ടേംസ് വരെ ആഡ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ആഡ് ചെയ്യുമ്പം നോക്കൂ, tan inverse 1/2 minus tan inverse 1/2 വെട്ടിപ്പോവും. tan inverse 3 minus tan inverse 3 വെട്ടിപ്പോവും. അപ്പോൾ ഇത് അടുത്ത ടേമിൽ ഇതായിട്ട് വെട്ടിപ്പോവും. അപ്പോൾ ഈ ടേം ഇവിടുത്തെ ടേമായിട്ട് വെട്ടിപ്പോവും. അപ്പോൾ വാട്ട് ഈസ് ദ റിസൾട്ട്? വാട്ട് യു ഗെറ്റ്? എല്ലാം കൂടി ആഡ് ചെയ്താൽ അവസാനത്തെ ടേമിൽ ഇത് ബാക്കി ഉണ്ടാവും, ആദ്യത്തെ ടേമിൽ ഇതും ബാക്കി ഉണ്ടാവും. ബാക്കിയെല്ലാം ക്യാൻസൽ ആയി പോകും. അപ്പോൾ ദ വാല്യൂ ഇസ് tan inverse 11 minus tan inverse 1. ഇതാണ് yes. yes is the sum of 10 terms. ഇതാണ് നമ്മളെ yes. ഇനി അഗെയിൻ ഈ പരിപാടി ഉപയോഗിക്കാം. tan inverse x minus tan inverse y ഈ ഫോർമുല ഉപയോഗിക്കാം. അപ്പോൾ വാട്ട് ഇസ് tan inverse 11 minus tan inverse 1?
It is tan inverse 11 minus 1 divided by 1 plus 11 into 1. Tan inverse 10 by 12. What is tan S? It is tan of tan inverse 10 by 12. Answer will be 10. You know tan of tan inverse x is x for every real number. That's important. Tan of tan inverse x is x for every real number x. Tan inverse of tan x x minus pi by 2 pi by tan of tan inverse x, because tan inverse x is a domain set of all real numbers. But tan of tan inverse x is x. So pi by 12. The answer is 5 by 6. A is answer. Telescopic sum concept. We call this as telescopic series or telescopic sum. Telescopic. In a zigzag item, telescopic sum. 17. If the sum of all solutions of tan inverse 2x by 1 minus x square plus cot inverse 1 minus x square by 2x is equal to pi by 3 minus 1 less than x less than 1 x not equal to 0 is alpha minus 4 by root 3, then what is the value of alpha? That's the question. 2023 ചോദിച്ചാണ്. ഇത് ശ്രദ്ധിക്കുക, 2023 ഈ ചോദ്യം ചോദിച്ചു. ഇതേ മാതിരത്തെ ചോദ്യം 2023 JEE അഡ്വാൻസിനും ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇഫ് യു വാണ്ട് ഐ നോക്കാം, നമുക്ക് അത് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇഫ് ദ സം ഓഫ് ആൾ സൊല്യൂഷൻസ് ഓഫ് ടാൻ ഇൻവേഴ്സ്, ഇതിൽ രണ്ട് കൺസെപ്റ്റ്സ് ആണ്. കൺസെപ്റ്റ് നമ്പർ 1, ടാൻ ഇൻവേഴ്സ് എക്സ് is equal to, തിരിച്ചും പറയാം കേട്ടോ, cot inverse x equal to എന്നും പറയാം. തിരിച്ചും പറയാം, tan inverse x is equal to cot inverse 1 by x if x is positive. എല്ലായ്പ്പോഴും വർക്ക് ചെയ്യില്ല. എക്സ് പോസിറ്റീവ് ആകുമ്പോൾ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. tan inverse x is cot inverse 1 by x if x is positive. പോസിറ്റീവ് ആണെങ്കിൽ വർക്ക് ചെയ്യും. ടാൻ ഇൻവേഴ്സ് എക്സ് ഇസ് പോസിറ്റീവ്. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇഫ് എക്സ് ഇസ് നെഗറ്റീവ്? എക്സ് നെഗറ്റീവ് ആകുമ്പോൾ എന്താ സംഭവിക്കുക? എക്സ് 0 ആകുമ്പോൾ അത് വർക്ക് ചെയ്യില്ല. എക്സ് 0 ആകുമ്പോൾ വർക്ക് ചെയ്യില്ല. അപ്പോൾ എക്സ് പോസിറ്റീവ് ആകുമ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് ഇസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സ്. ഇനി എക്സ് നെഗറ്റീവ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? നോക്കൂ, എക്സ് നെഗറ്റീവ് ആയാൽ ശ്രദ്ധിക്കണേ, എക്സ് നെഗറ്റീവ് ആകുമ്പോഴുള്ള കഥ ഞാൻ പറയാണ്. എക്സ് നെഗറ്റീവ് ആയാൽ മൈനസ് എക്സ് പോസിറ്റീവ് ആയി, റൈറ്റ്? മൈനസ് എക്സ് പോസിറ്റീവ് ആകും. മൈനസ് എക്സ് പോസിറ്റീവ് ആണെങ്കിൽ എന്ത് പറയാം? ടാൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് വിൽ ബി ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് ഓഫ് 1 by minus x, minus 1 by x. അല്ലേ? മൈനസ് എക്സ് പോസിറ്റീവ് ആണ്, അപ്പോൾ അത് വർക്ക് ചെയ്യല്ലോ, ബിക്കോസ് മൈനസ് എക്സ് ഇസ് പോസിറ്റീവ്. Now what is tan inverse of minus x? Minus tan inverse x. And what is cot inverse of minus x? Pi minus cot inverse x. So this is pi minus cot inverse of minus cot inverse of 1 by x. അപ്പോൾ x നെഗറ്റീവ് ആയ റിസൾട്ട് എന്താ? tan inverse x is equal to എന്തായിരിക്കും? ഇതിന് അങ്ങോട്ട് കൊണ്ടുപോവാം, ഇപ്പോൾ നെഗറ്റീവിന് അങ്ങോട്ട് കൊണ്ടുപോവാം. ഇറ്റ് ഇസ് മൈനസ് പൈ പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ്. ഇത് തിരിച്ചും പറയാം. ടാൻ്റെ കേസിൽ കോട്ടിൻ്റെ ടേമിൽ പറയാം, അല്ലെങ്കിൽ കോട്ടിൻ്റെ ടാൻ്റെ ടേമിൽ പറയാം, എന്തായാലും കുഴപ്പമില്ല. തിരിച്ചും പറയാം, അത് നമുക്ക് ആവശ്യാനുസരണം മാറ്റാം. അപ്പോൾ ഈ റിസൾട്ട് ഒന്ന് നിങ്ങളുടെ കയ്യിലുണ്ടായാൽ നല്ലതാണ്, റൈറ്റ്? Tan inverse x is cot inverse 1 by x if x is positive. Tan inverse x is minus pi plus cot inverse 1 by x if x is negative. തിരിച്ചും പറയാം. ഇതിപ്പം കോട്ടിൻ്റെ കേസിൽ പറയാം, ഇപ്പം തിരിച്ചെങ്ങനെയാ പറയാം? കോട്ട് ഇൻവേഴ്സ് എക്സ് എല്ലാം കൂടി പഠിക്കണ്ട, ഞാൻ പറയുമ്പം ഇങ്ങനെയും പറയാമെന്ന് അർത്ഥം. എക്സ് പോസിറ്റീവ് ആണെങ്കിൽ കോട്ട് ഇൻവേഴ്സ് എക്സ് എന്തായിരിക്കും? ടാൻ ഇൻവേഴ്സ് 1 by x if x is positive. എക്സ് നെഗറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും? എക്സ് നെഗറ്റീവ് ആണെങ്കിൽ കോട്ട് ഇൻവേഴ്സ് എക്സ് എന്തായിരിക്കും? കോട്ട് ഇൻവേഴ്സ് എക്സ് വിൽ ബി, ഇത് മറിച്ചിട്ടാൽ എന്താ വരിക? പൈ പ്ലസ് ടാൻ ഇൻവേഴ്സ് 1 by x. രണ്ടും ഒന്ന് തന്നെയാണ്. ഇതായാലും ഓക്കെയാണ്, റൈറ്റ്? ഓക്കെ. അപ്പോൾ ഇനി അതാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകണം. യു ആർ അപ്ലൈയിങ് ദാറ്റ് റിസൾട്ട്. ഇതിൻ്റെ ഡെറിവേഷൻ ആണ് ഇത്. ഓക്കെ, now we are going to, അപ്പോൾ ഇതിൽ നോക്കൂ, എക്സ് ഇസ് ലൈങ് ബിറ്റ്വീൻ -1 and 1 തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് -1 -1 ഇടയിൽ കിടക്കുമ്പോൾ there is a chance that x can take negative values.
അപ്പോൾ യു ഹാവ് ടു ബൈഫർക്കേറ്റ് എക്സ് ആസ് പോസിറ്റീവ് എക്സ് ആസ് നെഗറ്റീവ്. രണ്ടും വേറെ വേറെ ചെയ്യണം. അപ്പോൾ രണ്ടും വേറെ വേറെ ചെയ്യാം. വേറെ വേറെ ചെയ്യാൻ പറഞ്ഞാൽ എന്താ? കേസ് 1 എന്താ? കേസ് 1 എക്സ് ഇസ് ലൈങ് ബിറ്റ്വീൻ 0 and 1. എക്സ് 0ന്റെയും 1ന്റെ ഇടയിൽ കിടക്കുന്ന നമ്മൾ നോക്കുക. അപ്പോൾ സപ്പോസ് എക്സ് ഇസ് കേസ് 1 എക്സ് ഇസ് ലൈങ് ബിറ്റ്വീൻ 0 and 1. 0 and 1 ആണെങ്കിൽ പ്രശ്നമില്ല. എന്താണ്? tan inverse 2x by 1 minus x square. ഇതെന്താവും? ഇത് നേരെ തിരിഞ്ഞൂടെ? എക്സ് പോസിറ്റീവ്, എക്സ് 0 ആണെങ്കിൽ ഇത് പോസിറ്റീവാണ്, ഇതായാലും പോസിറ്റീവാണ്. അപ്പോൾ കോട്ട് ഇൻവേഴ്സ് സംതിങ് എന്തായിരിക്കും? ടാൻ ഇൻവേഴ്സ് സംതിങ് ആയിരിക്കും. അപ്പോൾ അത് നേരെ തിരിച്ചിടാം. അപ്പോൾ കോട്ട് ഇൻവേഴ്സിനെ ടാനിലേക്ക് തന്നെ എഴുതാം. അപ്പോൾ ടാൻ ഇൻവേഴ്സ് 2x by 1 minus x square ആയി. ഇതെന്താണ്? π/3 ആണ്. അപ്പോൾ എന്ത് കിട്ടും? ട്വൈസ് ഓഫ് ടാൻ ഇൻവേഴ്സ് 2x by 1 minus x square ആണ് എന്ത്? π/3. അപ്പം ട്വൈസ് ഓഫ് ടാൻ ഇൻവേഴ്സ് 2x by 1 minus x square എന്താ? 2 tan inverse x അല്ലേ? tan inverse 2x by 1 minus x square is tan inverse 2x by 1 minus x square. നമുക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ tan inverse, what is tan inverse 2x by 1 minus x square? π/6 അല്ലേ? π/6. അപ്പോൾ 2x by 1 minus x square എന്തായിരിക്കും മക്കളെ? tan π/6. What is tan π/6? 1/√3 അല്ലേ? sin π/6 സമം 1/√3. Right? 2x by 1 minus 1/√3. അങ്ങോട്ട് കിട്ടുമായിട്ട് സിംപ്ലിഫൈ ചെയ്യാം. That is 2√3 into x is equal to 1 minus x square. Or you get x square plus 2√3x plus minus 1 equals 0. So it's a quadratic in x. അപ്പോൾ x ന്റെ വാല്യൂ ആണ്. What's the value of x? minus 2√3 plus or minus root of 2√3 square എത്രയാ? 4 into 3 12. 12 plus 4 16 divided by 2. അപ്പോൾ അവിടെ 4 വരും. But it is minus 2√3 plus 4 plus or minus 4 by 2 വരും. 2 കളഞ്ഞാൽ minus √3 plus or minus 2 എന്ന് വരും. അപ്പോൾ 2 പ്ലസ് minus √3 plus 2 വരും. minus √3 minus 2 വരും. minus √3 minus 2 എടുക്കാൻ പാടില്ല. കാരണം എന്താ? ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് എക്സ് ഇസ് പോസിറ്റീവ്. അപ്പോൾ എന്താ? അഡ്മിസിബിൾ വാല്യൂ ഇസ് minus √3 plus 2. അപ്പോൾ 2 minus √3. ഇതാണ് സൊല്യൂഷൻ. ഒരു സൊല്യൂഷനേ ഉള്ളൂ ഇതിൽ. അപ്പോൾ കേസ് 1 ഒരു സൊല്യൂഷനേ ഉള്ളൂ. ഇറ്റ് ഇസ് 2 minus √3 ഓൺലി. റൈറ്റ്? നല്ല ചോദ്യമായിട്ടോ. Case 1 there is only one solution. It is 2 minus √3. Now what is the case 2? In the case 2, case 2 is x minus 1 1 ഇടയിലാണ് കിടക്കുന്നത്. അപ്പോൾ 0 1 ഇടയിൽ കിടക്കുമ്പോൾ ഒരു കഥ, -1 0 ഇടയിൽ കിടക്കുമ്പോൾ വേറെ കഥ. -1 x 0 അല്ല, കണ്ടോ? x 0 അല്ല. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0. അപ്പോൾ x നെഗറ്റീവ് ആണ്. x നെഗറ്റീവ് ആണെങ്കിൽ എന്താവും? ഈ കോട്ട് മാറും അല്ലേ? കോട്ട് എന്താവും നോക്കൂ, ഇതെടുത്താൽ മതി. അതാ ഞാൻ ഇതിനേക്കാൾ നല്ല ഇതാ. കോട്ട് എന്താ? π പ്ലസ് ടാൻ ഇൻവേഴ്സ് 1/x ആണ്. എക്സ് നെഗറ്റീവ് ആവും. അപ്പോൾ എന്താ സംഭവിക്കുക? ടാൻ ഇൻവേഴ്സ് 2x by 1 minus x square നെഗറ്റീവ് ആണ്. എക്സ് നെഗറ്റീവ് ആകുമ്പോൾ ഇത് എന്താവും? π പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഇസ് π പ്ലസ്. അപ്പോൾ പ്ലസ് π പ്ലസ് ടാൻ ഇൻവേഴ്സ് 2x by മറിച്ചിടാം. ഇത് മറിച്ചിടാം. 2x by 1 minus x square is equal to π/3. റൈറ്റ്? അപ്പോൾ എന്താ വരിക? ഈ പൈനെ അങ്ങോട്ട് കൊണ്ടുപോവാം. π/3 മൈനസ് π വരും. π മൈനസ് π/3 എത്രയാണ്? 2π/3 ആണ്. അപ്പോൾ -2π/3 വരും. ദിസ് ഇസ് -2π/3 അല്ലേ? π/3 π മൈനസ് π/3 is 3 π മൈനസ് π/3 അല്ലേ? π മൈനസ് π/3 is 3π. അപ്പോൾ 2π/3 ആണ്. അപ്പോൾ -2π/3 വരും. പിന്നെന്താ വരിക? 2π/3. But this is 2 tan inverse 2π by 1 minus x square ആണ് 2π/3. ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ആവും. But 2π അല്ല 2x sorry 2x. But 2x by 1 minus x square is equal to tan of minus π/3. What is tan π/3? It is √3 അല്ലേ? √3 ആണ്. അപ്പോൾ -√3 വരും. -√3 ആകുമ്പോൾ സൊല്യൂഷൻ എന്താ? ക്വസ്റ്റ്യൻ എന്താ വരിക?
it is 2x is equal to root 3x square minus root 3. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെയാണ് വരിക, root 3x square minus 2x minus root 3 is equal to 0. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താ വരിക? വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എക്സ്? എക്സ് ഇസ് ഈക്വൽ ടു 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 4 പ്ലസ് 4 into 3, that is 12, divided by root 3. അപ്പോൾ 2 plus or minus 4 divided by root 3. There will be two values. എനിക്ക് രണ്ട് വാല്യൂസ് ഉണ്ടാവുക. 2 plus 4 by root 3 പ്ലസ് വാല്യൂ ഉണ്ടാവില്ല, ബിക്കോസ് എക്സ് ഇസ് ലൈക്ക് ടേക്കിംഗ് വാല്യൂസ് ബിറ്റ്വീൻ -1 and 0. അപ്പോൾ നെഗറ്റീവ് വാല്യൂ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. 2 minus 4 by 2 root 3, that is minus 2 by root 3 മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇതാണ് admissible value. You must take the negative value only. അപ്പോൾ എന്താ ചോദ്യം? The sum of all solutions. അപ്പോൾ what is the sum of all solutions? അടിപൊളി ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ മക്കളെ, അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ what is the sum of solutions? അപ്പോൾ sum of solution, ഒരു സൊല്യൂഷൻ ഇതാണ്, ഒരു സൊല്യൂഷൻ ഇതാണ്. അപ്പോൾ what is the sum of solution? രണ്ടും കൂടി കൂട്ടുക. Therefore sum of the solution, sum is equal to എന്താ? 2 minus root 3 minus 2 by root 3. അതാണ് ആൽഫ മൈനസ് 4 by 3. ഓക്കെ, അപ്പോൾ വാട്ട് ഇസ് ദ ആൻസർ? ഇറ്റ് ഇസ് 2 മൈനസ്, ഇത് സിംപ്ലിഫൈ ചെയ്യുന്നത് കിട്ടും മക്കളെ, 3 minus 2, 3 plus 2 വരും അല്ലേ? 3 plus 2, 3 plus 2 is 2 minus root 3 minus 2a അല്ലേ? സോറി, ഇവിടെ 2 ഉണ്ട്, സോറി 2 ഉണ്ട്. ഇപ്പം 2 ഉള്ളതുകൊണ്ട് ഇവിടെ 2 വരുമ്പം 1 by root 3 ആണ്. അപ്പം സൊല്യൂഷൻ ഇസ് minus 1 by root 3 ആണ്. അപ്പോൾ ഇതാണ്, ദിസ് ഇസ് minus 1 by root 3. ഓക്കെ, സോറി, ദിസ് ഇസ് minus 1 by root 3. This is minus 1 by root 3. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 3 plus minus 1, minus ഓഫ് ആകുമ്പോൾ 3 plus 1, it is minus root 3 plus 1 by root 3. ഓ അടിപൊളി. അപ്പോൾ എന്താ കിട്ടുക? 2 minus 4 by root 3. അപ്പോൾ ഇതാണ് ആൽഫ മൈനസ് 4 by root 3 തന്നിട്ടുള്ളത്. What is alpha? Alpha equals 2 is answer. ഇതൊരു സൂപ്പർ ക്വസ്റ്റ്യൻ ആണ്. ഇതേ ചോദ്യം അതേ കൊല്ലത്ത് തന്നെ JEE അഡ്വാൻസിന് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് JEE മെയിൻസും JEE അഡ്വാൻസും പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. കുറച്ച് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. ദ കൺസെപ്റ്റ് ഇസ് ഐദർ ദിസ് ബോക്സ് ഓർ ദിസ് ബോക്സ്, റൈറ്റ്? അടുത്തത് കമ്പാരിസൺ ഓഫ് ടു ആംഗിൾസ്. A is 2 tan inverse 2 root 2 minus 1 and B is 3 sin inverse 1 by 3 plus sin inverse 3 by 5. What is the value? Which is bigger? ഇതിൽ ഏതാ ബിഗർ എന്നാണ് ചോദ്യം. എ പറഞ്ഞ 2 tan inverse 2 root 2 minus 1. ഇതെന്താ വെച്ചാൽ ഒരു എന്താ പറയുക, A equals 2 tan inverse 2 root 2 minus 1. 2 root 2 minus 1 എന്ന് പറഞ്ഞാൽ ഏകദേശം എത്രയും നോക്കിയാൽ മതി. 1.414 ആണ് റൂട്ട് 2 ഇൻറ്റു 2 പറഞ്ഞാൽ 2.828 ആണ്. അതൊന്ന് 1 കുറച്ചാൽ 1.828 ആണ്. അപ്പോൾ ദിസ് 2 tan inverse 1.828 ആണ് അല്ലേ? 2 tan inverse 1.828, റൈറ്റ്? അവിടെ വെക്കാം. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. ടാൻ്റെ ടേമിൽ എഴുതാം. 3 sin inverse 1 by 3 plus sin inverse 3 by 5. അപ്പം അത് നല്ലത് ടാനിലേക്ക് ആക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ? 3 sin inverse 1 by 3 plus sin inverse 3 by 5. ടാനിലേക്ക് ആക്കാൻ എന്താണല്ലേ? 1.28. അപ്പോൾ B is equal to 3 into sin inverse 1 by 3. 3 sin inverse 1 by 3. Sin inverse നമുക്കൊരു കാര്യം ചെയ്യാം. സൈനൊരു ഫോർമുല ഉണ്ട്. ഇതാ സൈൻ്റെ ഫോർമുല. ഇതെല്ലാം ടാനിലേക്ക് ആയിക്കോളൂ. കൺവേർട്ട് ദാറ്റ് ഇൻ ടു ടേംസ് ഓഫ് ടാൻ. ടാനിലേക്ക് ആക്കുക എങ്ങനെയാണ്? ദിസ് ഇസ് 3, ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. ഇത് 1 ആണ്, ഇത് 3 ആണ്. അപ്പോൾ ഇതെന്തായിരിക്കും? 9 minus 1 8. 8 ആകുമ്പോൾ √2 2 √2 ആണ്. അപ്പോൾ ദിസ് ഇസ് 3 tan inverse
This is 3 tan inverse 1 by 2 root. 3 tan inverse 1 by 2 root. But this is 3 tan inverse 1 by root 2 plus. Then actually, this is 3, this is 5. This 3 and the 5 and. Then there again 3, 5 25 plus 3. 25 plus 9. 25 plus 9. 25 plus 9 ആകുമ്പം 34 വരും. റൂട്ട് 34. അത് വലിയ വാല്യൂ വരുമല്ലോ. റൂട്ട് 34 വരും. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. Three tan inverse B is equal to 3 sin inverse 1 by 3 plus sin inverse 1 by 3 by 5 ആണ്. Sin inverse നോക്കൂ, ഇങ്ങനെ ആലോചിച്ചാൽ മതി. Sin inverse 1 by 3. Sin inverse ഗ്രാഫ് ഇങ്ങനെയാണ്. This is pi by 2, this is minus pi by 2. This is sin inverse x graph. കുറേ മെത്തേഡ് ഉണ്ട്. This is best method I think. 1 by 3 ആകുമ്പോൾ ഇവിടെയാണ് ഉണ്ടാവുക. This is 1. 1 ആകുമ്പം ഇതിൻ്റെ പകുതി, ഇത് 1 by 2 ആണ്, ഇവിടെയാണ് 1 by 3 ഉണ്ടാവും. അപ്പോൾ ദിസ് ഇസ് സൈൻ ഇൻവേഴ്സ് 1 by 3. 3 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1 by 3 ഇത് ഇതിൻ്റെ 3 ഇരട്ടി. 3 by 5 പറഞ്ഞാൽ ഏകദേശം എന്തായിരിക്കും? ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണല്ലേ. ഓക്കെ, അവിടെ നിൽക്കട്ടെ. 18 അവിടെ നിൽക്കട്ടെ. വിൽ ഡിസ്കസ്. Okay. B യുടെ വാല്യൂ 3 sin inverse 1 by 3 plus sin inverse 3 by 5. Can you convert that in terms of tan? Tanലേക്ക് മൊത്തം കൺവേർട്ട് ചെയ്യാം. A equals tan inverse 2 root 2 minus 1. B is 3 sin inverse 1 by 3 plus sin inverse 3 by 5. അപ്പം ഇത് സൈനിലേക്ക് ഒന്നായിട്ട് കൺവേർട്ട് ചെയ്യുമ്പം this is 2 sin inverse 1 by 3 plus sin inverse 1 by 3 plus sin inverse 3 by 5. Sin inverse 1 by 3 plus sin inverse 1 by 5. This can be written as 1 by 3 ടാനിലേക്ക് ആക്കാൻ സമയം എടുക്കും. ഓക്കെ, ഇതെല്ലാം കൂടി ടാനിലേക്ക് ആയിക്കോളൂ, അതല്ല. സൈൻ ഇൻവേഴ്സ് 3 by 5 ആണല്ലോ, 3 by 4 ഇല്ല, 3 by 5 ആണല്ലേ. 2 tan inverse 1.828. അപ്പോൾ ഇത് ടാൻ ഇൻവേഴ്സിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ്. 1.8 ഇങ്ങനെ ഉണ്ടാവും, അതിൻ്റെ ഡബിൾ അല്ലേ. റൈറ്റ്, ഇതാ ബിഗർ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഗ്രേറ്റർ ഓഫ് 2 angles, A equals this and B equals this. ഓക്കെ, ഒരു കാര്യം ചെയ്യാം നമുക്ക്. സൈൻ 3 തീറ്റയുടെ വാല്യൂ എന്താ മക്കളെ? 3 sin തീറ്റ മൈനസ് 4 sin ക്യൂബ് തീറ്റയാണ്. അപ്പം 3 തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 3 sin തീറ്റ മൈനസ് 4 sin ക്യൂബ് തീറ്റയാണ്. അപ്പോൾ തീറ്റയ്ക്ക് പകരം എക്സ് കൊടുത്താൽ സൈൻ ഇൻവേഴ്സ് 3x മൈനസ് 4x ക്യൂബാണ് 3 sin ഇൻവേഴ്സ് എക്സ്. ഇങ്ങനെ റിസൾട്ട് ഉണ്ട്. 3 sin ഇൻവേഴ്സ് എക്സ് ഇസ് സൈൻ ഇൻവേഴ്സ് 3x മൈനസ് 4x ക്യൂബ്. അപ്പോൾ 3 sin ഇൻവേഴ്സ് എക്സിന് പകരം എന്ത് എഴുതാം? സൈൻ ഇൻവേഴ്സ് 3x 3 ഇൻറ്റു 1/3 മൈനസ് 4 ഇൻറ്റു 1/3 ക്യൂബ് പ്ലസ് സൈൻ ഇൻവേഴ്സ് 3/5. Okay, but this is sin inverse 1 minus 4/27. 4/27 തന്നെ എഴുതിക്കോളും. 27 minus plus sin inverse 3/5. But this is equal to 27 minus 4 എത്രയാ? 23. But sin inverse 23/27 plus sin inverse 3/5. അല്ലേ? sin inverse 23/27 plus sin inverse 3/5. ഇതാണ് ബിയുടെ വാല്യൂ. അപ്പം നമുക്കിത് ഏകദേശം വലുത് ഏതാണെന്നേ ചോദിച്ചിട്ടുള്ളൂ. ഏതാ വലുതെന്നേ ചോദിച്ചിട്ടുള്ളൂ. അപ്പം നല്ലത് എന്താ വെച്ചാൽ നോക്കൂ, ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഇപ്പം ടാൻ ഇൻവേഴ്സ് എക്സ്, ഇപ്പം ഇതിൻ്റെ വാല്യൂ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ്.
But this is minus pi by 2. This is plus pi by 2. അപ്പം സൈൻ ഇൻവേഴ്സ് 23/27 എന്ന് പറയുന്നത് ഏകദേശം വലിയ നമ്പറാണ്. 20 ഇതിൻ്റെ പകുതിയായി തന്നെ 23/27 എന്തായാലും 0.5 വലുതാണ്. എവിടെയാണ്? അപ്പോൾ ഇത് this is 1, sorry, this is plus 1, this is minus 1. ഇത് പ്ലസ് 1 ആണ്, ഇത് മൈനസ് 1 ആണ്, ഇത് പൈ ബൈ 2 ആണ്, ഇത് മൈനസ് പൈ ബൈ 2 ആണ്. അപ്പോൾ 27 ഇതാണ് 23/27 ഏകദേശം കുറേ ഇപ്പുറത്തായിരിക്കും. 1ൻ്റെ ഏകദേശം അടുത്ത് ഇവിടെ ആയിരിക്കും. അപ്പോൾ ഇതാണ് സൈൻ ഇൻവേഴ്സ് 23/27. സൈൻ ഇൻവേഴ്സ് 3/5 പറഞ്ഞാൽ ഏകദേശം എത്രയാണ്? 0.6 ആണ്, പകുതിയുടെ അപ്പുറത്താണ്. അത് ഇത്രയും ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എന്തായാലും പൈ ബൈ 2ൻ്റെ അടുത്തുണ്ടാവും. പൈ ബൈ 2നെക്കാളും കൂടുതലുണ്ടാവും. ഓക്കെ, ഇതിൻ്റെ വാല്യൂ എന്താ? ടാൻ ഇൻവേഴ്സ്. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ്. ദിസ് ഇസ് എ ഗ്രാഫ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ്. ഇത് പൈ ബൈ 2 ആണ്, ഓപ്പൺ ഇൻ്റർവെൽ പൈ ബൈ 2 ആണ്. ഇത് മൈനസ് പൈ ബൈ 2 ആണ്. അപ്പം ഇത് കണ്ടോ, ഇതന്നെ പൈ ബൈ 2ൻ്റെ അടുത്തുണ്ട്, ഇതും അതേ പൈ ബൈ 2ൻ്റെ അടുത്തുണ്ട്. അപ്പോൾ എന്തായാലും പൈ ബൈ 2ൻ്റെ കവിയും, വാല്യൂ എന്തായാലും കവിയും. ഇതെന്താ വെച്ചാൽ 2 ടാൻ ഇൻവേഴ്സ് 1.28 ആണ്. ഇപ്പോൾ ടാൻ ഇൻവേഴ്സ് 1 പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1, അതായത് പൈ ബൈ 4 ആണ് 1. അതായത് ടാൻ 1 എന്ന് പറഞ്ഞാൽ പൈ ബൈ 4 ആണ്. ഇത് പൈ ബൈ 2 ആകുമ്പോൾ 1 ആണ്. ടാൻ ഇൻവേഴ്സ് 1.828 ആണ്. 1.828 ആകുമ്പോൾ ഇതിൻ്റെ വാല്യൂ ടാൻ ഇൻവേഴ്സ് ടാൻ 1 ആണ് പൈ ബൈ 4. ടാൻ 1 എന്ന് പറഞ്ഞാൽ ഏകദേശം ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ 1 ആണ് 1. അപ്പോൾ ഇവിടെ 1 വരുമ്പം ദിസ് ഇസ് 1. ഇത് ടാൻ 1-നാണ് 1 വരിക. 1 എന്ന് പറഞ്ഞാൽ ഏകദേശം 60 ആണ്. 60 പറഞ്ഞാൽ 60 ഡിഗ്രി പറഞ്ഞാൽ 1 റേഡിയൻ്റെ അടുത്താണ്. 1.8 പറയുമ്പം ഏകദേശം 2 റേഡിയൻ ഉണ്ട്. ഏകദേശം എവിടെയുണ്ട്. അപ്പോൾ എന്തായാലും പൈ ബൈ 2ൻ്റെ ഇങ്ങനെ ആലോചിച്ചാൽ മതി. എന്തായാലും പൈ ബൈ 2ൻ്റെ അടുത്തേ ഉണ്ടാവുള്ളൂ ഇവിടെ. അപ്പോൾ എന്തായാലും ടാൻ ഇൻവേഴ്സ്, അപ്പം പൈ ബൈ 2ൻ്റെ ഇത്രയും കൂടി കൂടിയിരുന്നെങ്കിൽ പൈ ബൈ 2ൻ്റെ ഇപ്പുറത്തുണ്ടാവും. അപ്പോൾ 2 ടാൻ ഇൻവേഴ്സ് 1/1.86 പറഞ്ഞാൽ which will be bigger. അപ്പോൾ രണ്ടും ഏകദേശം അടുത്തടുത്ത് വരും അല്ലേ? ഓക്കെ, ദിസ് വിൽ ഡിസ്കസ് ലേറ്റർ ഐ തിങ്ക്. സൈൻ ഇൻവേഴ്സ് അല്ലെങ്കിൽ ഇത് ടാനിലേക്ക് ആക്കണം. ഇത് ടാനിലേക്ക് ആക്കണം ഒരുപാട് സമയം എടുക്കും. സൈനിലേക്കും കോസിലേക്കും ആക്കി ടാനിലേക്ക് ആക്കാൻ ഒരുപാട് സമയം എടുക്കും. It's not a good value because it is not valid also. Okay, that we'll discuss later. Okay, അടുത്ത ചോദ്യം നോക്കാം. ആൽഫ പറയുന്നത് 3 സൈൻ ഇൻവേഴ്സ് 6/11 ആണ്. ബീറ്റ പറയുന്നത് 3 കോസ് ഇൻവേഴ്സ് 4/9 ആണ്. വിച്ച് ഓഫ് ദ ഇൻവേഴ്സ് ഡു നോട്ട് ഫംഗ്ഷൻ ടേക്ക് ഓൺലി പ്രിൻസിപ്പൽ വാല്യൂ. ഇത് JEE അഡ്വാൻസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ മക്കളെ. JEE അഡ്വാൻസിലെ ക്വസ്റ്റ്യൻ ആണ്. ഒരു മിനിറ്റ്, ഇതും JEE അഡ്വാൻസിലെ ക്വസ്റ്റ്യൻ ആണ്. ഇത് JEE അഡ്വാൻസിലെ ക്വസ്റ്റ്യൻ ആണ്. അതാണ് സംഭവം. ദിസ് ഇസ് JEE അഡ്വാൻസ് ക്വസ്റ്റ്യൻ. പോട്ടെ. ആൽഫ ഈക്വൽസ് 3 സൈൻ ഇൻവേഴ്സ്. ആൽഫ പറയുന്നത് 3 സൈൻ ഇൻവേഴ്സ് 6/11 ആണ്. ബീറ്റ ഈസ് 3 കോസ് ഇൻവേഴ്സ് 4/9 ആണ്. which were the inverse Reynolds functions take only principal values, then the correct option is R. അതാണ് ചോദ്യം. Alpha is 3 sin inverse 6/11. Beta is 3 cos inverse 4/9. Then were that inverse Reynolds functions take only principal values, then the correct options are. അതാണ് ചോദ്യം. നോക്കാം. 3 cos inverse 4/9. അപ്പോൾ ഇതിൽ 3 cos θ അല്ലേ? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതേ ഫോർമുല ഉപയോഗിക്കാം. What is sin 3 theta? 3 sin theta minus 4 sin cube theta. അപ്പോൾ this is 3x minus 4x cube. അങ്ങോട്ട് എടുത്താൽ sin inverse വരും. ഇതാണ് 3 sin inverse x. അത് റിസൾട്ടാണ്. ഇനി what is cos 3 theta in terms of? It is 4 cos cube theta minus 3 cos theta അല്ലേ? അപ്പം എക്സിന് cos theta വരെ എക്സ് കൊടുത്താൽ 4x cube minus 3x. അപ്പം cos inverse
cos inverse 4x cube minus 3x ആണ് 3 cos inverse x. ഈ രണ്ട് സാധനങ്ങൾ അപ്ലൈ ചെയ്യും. യു അപ്ലൈ ദീസ് ടു. അപ്ലൈ ചെയ്യുമ്പോൾ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ആൽഫ? What is alpha? Alpha is equal to 3 sin inverse x ആണ് sin inverse 3x minus 4x cube ആണ്. അപ്പോൾ sin inverse 3x ആണ് 3 into 6 by 11 minus 4 into x cube. x cube പറയുമ്പോൾ 6 cube divided by 11 cube. ഇതാണ് ആൽഫ. അതേപോലെ ബീറ്റയുടെ വാല്യൂ എന്താ? ബീറ്റ ഈസ് ഇക്വൽ ടു കോസ് ഇൻവേഴ്സ് എന്താണ് 4x ക്യൂബ് 4 into 4 cube divided by 9 cube minus 3 into 4 by 9. അപ്പോൾ ആൽഫയും ബീറ്റയും കിട്ടിയില്ലേ? യു ഗോട്ട് ദ വാല്യൂ ഓഫ് ആൽഫ ആൻഡ് ബീറ്റ. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്താൽ എന്താ കിട്ടുക? യു ഗെറ്റ് ആൽഫ ഈക്വൽസ് സൈൻ ഇൻവേഴ്സ് എന്താ കിട്ടുക മക്കളെ? 11 ക്യൂബ് എൽ സി എടുത്തോളൂ. മുകളിൽ എന്താ വരിക? 11 സ്ക്വയർ വരും. 121 into 18 അല്ലേ? 121 into 18 അല്ലേ വരിക? അതെ, 121 into 18. 8 1 8 8 2 16 carry 1 9 121 8 7 11 2 21 78. വലിയ നമ്പറാണല്ലോ 21 78. Big number. It's a big number, big number, big number. പോട്ടെ. സൈൻ ഇൻവേഴ്സ് കോസ് ബീറ്റയാണ് ചോദിച്ചത് അല്ലേ? ബീറ്റയുടെ വാല്യൂ ഇത് വലിയ നമ്പറാണ്. അത് സിംപ്ലിഫൈ ചെയ്യാൻ കയ്യിൽ ഇതാവില്ലല്ലോ. നോക്കുക, ആദ്യത്തെ വില എന്താ? കോസ് ബീറ്റ ഈസ് പോസിറ്റീവ്. കോസ് ബീറ്റ എന്ന് പറയുമ്പം കോസ് ബീറ്റ ഈസ് പോസിറ്റീവ്. കോസ് ബീറ്റ ഈസ് പോസിറ്റീവ്. നോക്കാം, കോസ് ബീറ്റ എന്താ? വാട്ട് ഈസ് കോസ് ബീറ്റ? കോസ് ബീറ്റ ഈസ് കോസ് ഓഫ് ദിസ്, കോസ് ഓഫ് കോസ് ഇൻവേഴ്സ് ദിസ് അല്ലേ? 4 into 4 cube divided by 9 cube minus 3 into 4 by 9. ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കിയാൽ മതി. ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കിയാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 9 ക്യൂബ് ആണെങ്കിൽ ഇവിടെ 9 സ്ക്വയർ എഴുതാം. അപ്പോൾ ഇവിടെ 9 സ്ക്വയർ എഴുതാം. ഇതാണോ വലുത്? 3 into 4 into 9 സ്ക്വയർ ആണ്. ഇത് 4 into 4 ക്യൂബ്. ഇത് 4 into 4 into 4 അല്ലേ? ഇത് 3 into 4 into 9 സ്ക്വയർ അല്ലേ? അപ്പോൾ എന്തായാലും ഇത് നെഗറ്റീവാണ്. അപ്പോൾ ഇത് തെറ്റാണ്. ഈ സാധനം തെറ്റാണ്. കോസ് ബീറ്റ ഗ്രേറ്റർ ദാൻ 0 തെറ്റാണ്. ഇനി സൈൻ ബീറ്റ ഈസ് പോസിറ്റീവ്. സൈൻ ബീറ്റ പോസിറ്റീവ് ആണ്. കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് ഇൻവേഴ്സ് കോസ് നെഗറ്റീവ് ആണ്. കോസ് ബീറ്റ ഈസ് പോസിറ്റീവ് എന്നാണ്. കോസ് ഇൻവേഴ്സ് കോസ് ഒക്കെ തെറ്റിയല്ലോ, ഒന്നും ശരിയാവില്ല. ആൽഫയുടെ വാല്യൂ 3 സൈൻ ഇൻവേഴ്സ് 6 by 11. ബീറ്റയുടെ വാല്യൂ 4 കോസ് ഇൻവേഴ്സ് 4 by 9. 3 cos inverse 4 by 9. Cos beta is positive. Cos beta പറയുന്നത് എന്തായിരിക്കും? Cos of 3 cos inverse 4 by 9 ആണ്. 3 cos inverse 4 by 9 ആണ്. Cos inverse 4 by 9 എന്ന് പറയുന്നത് എന്താ? Cos inverse ന്റെ ഗ്രാഫ് എന്താ? This is the graph of cos inverse x. 0 pi. 0 pi ആണ്. അപ്പോൾ 4 by 9 എന്ന് പറയുന്നത്
4/9 എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര ഉണ്ടാവും? 4/9 4/9 എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര ഉണ്ടാവും? 40 1 9 3 27 4 9 36. അപ്പം 0.4 സംതിങ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ എവിടെയാണ് 0.4 സംതിങ്. അപ്പോൾ 0.4 സംതിങ് ആണെങ്കിൽ ഇവിടെ വന്ന് നിൽക്കാം. ദിസ് ഇസ് cos inverse 4/9. ദിസ് ഇസ് cos inverse 4/9. അപ്പോൾ ഇൻറ്റു 3. അപ്പോൾ അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇപ്പുറത്ത് വരും. ദിസ് ഇസ് π/2. അപ്പോൾ π/2ൻ്റെയും പൈൻ്റെ ഇടയിലാണ് ഉണ്ടാവുക. cos inverse 4/9 എന്ന് പറഞ്ഞാൽ ഇതാണ് 4/9 എന്ന് വെച്ചത്. 0.4 ആണ്. പൈൻ്റെ അപ്പുറത്തല്ല, 0.4 ആണ്. അപ്പോൾ ഇപ്പുറത്ത് വന്ന് നിൽക്കും. അപ്പോൾ ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇപ്പുറത്ത് വന്ന് നിൽക്കും. ഇപ്പുറത്ത് വന്ന് നിന്നാൽ π/2ൻ്റെയും പൈൻ്റെ ഇടയിലാണ്. π/2ൻ്റെയും പൈൻ്റെ ഇടയിൽ കോസ് നെഗറ്റീവാണ്. അപ്പോൾ കോസ് ഇൻവേഴ്സ് കോസ് ബീറ്റ നെഗറ്റീവാണ്. അപ്പോൾ അത് തെറ്റാണ്. ഫസ്റ്റ് വൺ തെറ്റാണ്. സൈൻ ബീറ്റ ഈസ് നെഗറ്റീവ്. സൈൻ ബീറ്റ എന്താണ്ടാവുക? സൈൻ ബീറ്റയുടെ വാല്യൂ എന്തായിരിക്കും? സൈൻ ബീറ്റ ഈസ് ഈക്വൽ ടു സൈൻ 3 cos inverse 4/9. അപ്പം 3 cos inverse ഇതാണ് 4/9. അപ്പോൾ 3 cos inverse 4/9 എന്തായാലും π/2ൻ്റെയും പൈൻ്റെ ഇടയിലായിരിക്കും. π/2ൻ്റെയും പൈൻ്റെ ഇടയിലാണെങ്കിൽ സൈൻ ഓഫ് എ നമ്പർ ബിറ്റ്വീൻ π/2 ആൻഡ് പൈ എന്തായിരിക്കും? സൈനിൻ്റെ സെക്കൻഡ് ക്വാർട്ടറിൽ സൈൻ പോസിറ്റീവാണ്. അപ്പോൾ സൈൻ ബീറ്റ പോസിറ്റീവാണ്. സൈൻ ബീറ്റ പോസിറ്റീവ്. ഇത് തെറ്റാണ്. അപ്പോൾ എയും ബിയും തെറ്റാണ്. ഇനി എന്താണ്? കോസ് ആൽഫ നെഗറ്റീവ്. നോക്കാം, ആൽഫ എന്താണ്? ഇതാണ് സൈൻ ഇൻവേഴ്സ്. സൈൻ ഇൻവേഴ്സിൻ്റെ ഗ്രാഫ് എന്താ മക്കളെ? സൈൻ ഇൻവേഴ്സിൻ്റെ ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവും. ദിസ് ഇസ് ദ ഗ്രാഫ് ഓഫ് സൈൻ ഇൻവേഴ്സ്. ഇത് -1 ആണ്, ഇത് +1 ആണ്, ഇത് π/2 ആണ്, ഇത് -π/2 ആണ്, അല്ലേ? അപ്പം 6/11 എന്ന് പറഞ്ഞാൽ ഏതാ ആംഗിള്? 6/11 എന്ന് പറഞ്ഞാൽ 6/12 is 1/12. 1/2. അപ്പോൾ ഇത് 1/2 ആണ്. അപ്പോൾ 6/11 എന്ന് പറഞ്ഞാൽ 6/12. നോക്കൂ, 6/12 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അപ്പോൾ 6/11 എന്ന് പറഞ്ഞാൽ എന്താ? അതായത് 11ഉം നോക്കൂ, 11 is less than 12. 1/11 is bigger than 1/12. 6/11 is bigger than 6/12. അപ്പോൾ 6/11 6/12നേക്കാൾ ബിഗർ ആണ്. അപ്പോൾ 1/2ൻ്റെ ഇപ്പുറത്തായിരിക്കും ഉണ്ടാവും 6/11. അപ്പോൾ 6/11ൻ്റെ സൈൻ വേഴ്സ് 6/11 ഇതാണ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ 1/2 ആണെങ്കിൽ എന്താ വരിക? 1/2 ആണെങ്കിൽ സൈൻ ഇൻവേഴ്സ് 1/2 എന്താ? π/6 ആണ്. അപ്പോൾ π/6നേക്കാൾ വലുതായിരിക്കും, ഷുവറാണ്. π/6നേക്കാൾ വലുതായിരിക്കും. ഇത് π/6 ആണ്. ഇവിടെ 1/2 ആണ്. 1/2 ആണെങ്കിൽ ഇത് π/6 ആണ്. അപ്പോൾ π/6നേക്കാൾ വലുതായിരിക്കും. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 6/11 π/6നേക്കാൾ വലുതായിരിക്കും. അപ്പോൾ ആൽഫ പറയുന്നത് പൈനേക്കാൾ കൂടുതലായിരിക്കും. ആൽഫ പറയുന്നത് പൈനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ സൈൻ ആൽഫ വിൽ ബി കോസ് ആൽഫ ഈസ് പൈനേക്കാൾ കൂടുതലാണ്. അപ്പോൾ പൈനേക്കാൾ, അതായത് സൈൻ ഇൻവേഴ്സ് 6/11 എന്ന് പറഞ്ഞാൽ π/6നേക്കാൾ വലുതാണ്. അപ്പോൾ ഇത് π/6നേക്കാൾ വലുതാണ്. അപ്പോൾ ആൽഫ പറയുന്നത് 3 × π/6നേക്കാൾ വലുതാണ്. അപ്പോൾ 3 × π/6 എന്നാൽ π/2നേക്കാൾ വലുതാണ്. അപ്പോൾ ആൽഫ ഈസ് ബിഗർ ദാൻ π/2. ആൽഫ ബിഗർ ദാൻ π/2 ആണ്. ആൽഫ ബിഗർ ദാൻ π/2 ആയതുകൊണ്ട് കോസ് ആൽഫ നെഗറ്റീവാണ്. ഇത് ശരിയാണ്. കോസ് ആൽഫ നെഗറ്റീവാണ്. ഇനി കോസ് ആൽഫ പ്ലസ് ബീറ്റ ഈസ് പോസിറ്റീവ്. കോസ് ആൽഫ പ്ലസ് ബീറ്റ. അപ്പോൾ ആൽഫ പറയുന്നത് എവിടെയാണ് കിടക്കുന്നത്? ആൽഫ പറയുന്നത് π/2ൻ്റെയും പൈൻ്റെ ഇടയിലാണ്. ആൽഫ പറയുന്നത് π/2ൻ്റെയും പൈയുടെ ഇടയിലാണ്. ബീറ്റ പറയണതോ? ബീറ്റ പറയുന്നത് എവിടെയാണ് കിടക്കുന്നത്? ബീറ്റ ലൈസ് ബിറ്റ്വീൻ, ബീറ്റ ഓൾസോ ലൈ ബിറ്റ്വീൻ, ബീറ്റ എവിടെ കിടക്കുന്നത്? 3 × കോസ് ഇൻവേഴ്സ്. അപ്പോൾ കോസ് ഇൻവേഴ്സ് 4/5 ഇതാണ്. അപ്പോൾ കോസ് ഇൻവേഴ്സ് 4/9 എന്ന് പറയുന്നത് 4/9 എന്ന് പറയുന്നത് 4/9 4/8 കൺസിഡർ ചെയ്യാം. നോക്കൂ, 8 9നേക്കാൾ കുറവാണ്. അപ്പം 1/8 1/9നേക്കാൾ ബിഗറാണ്. അപ്പോൾ 4/8 4/9നേക്കാൾ ബിഗറാണ്. അപ്പോൾ 1/2 പറയുന്നത് 4/9നേക്കാൾ ബിഗറാണ്. അപ്പോൾ ഇവിടെയാണ് 4/9, ഇവിടെയാണ് 1/2 ഉണ്ടാവുക.
അപ്പോൾ 1/2 ആണെങ്കിൽ കോസ് ഇൻവേഴ്സ് 1/2 എന്താ π/3 ആണ്. അപ്പോൾ π/3നേക്കാൾ ബിഗർ ആയിരിക്കും ഇത്. ഈ സാധനം കോസ് ഇൻവേഴ്സ് 4/4 കോസ് ഇൻവേഴ്സ് 4/9 π/3നേക്കാൾ ബിഗർ ആയിരിക്കും. അപ്പോൾ ഇത് പൈനേക്കാൾ കൂടുതലായിരിക്കും. ബീറ്റ പറയുന്നത് ഇത് π/3നേക്കാൾ കൂടുതലാണ്. അപ്പോൾ ബീറ്റ പറയുന്നത് എന്തായിരിക്കും 3 ഇൻറ്റു π/3. അപ്പോൾ ബീറ്റ പറയുന്നത് പൈനേക്കാൾ കൂടുതലാണ്. അപ്പോൾ ബീറ്റ പൈനേക്കാൾ കൂടുതലാണ്. അപ്പോൾ ആൽഫ പറയുന്നത് പൈൻ്റെയും π/2ൻ്റെ ഇടയിലാണ്. അപ്പോൾ ആൽഫ പറയുന്നത് ഇവിടെയാണ്. ബീറ്റ പറയുന്നത് പൈനേക്കാൾ കൂടുതലാണ്. അപ്പോൾ ബീറ്റ എവിടെയാണുള്ളത്? അപ്പോൾ ഇതും കൂടി കൂടുമ്പോൾ ഇവിടെ എത്തും. ഇവിടെ ഒരു ആംഗിൾ, ഇവിടെ ഒരു ആംഗിൾ, ഈ ആംഗിളും ഈ ഇതാണ് ആൽഫ. ആൽഫ ലൈനിൻ്റെ സെക്കൻഡ് ക്വാഡ്രൻറ്റ്, ബീറ്റ ലൈനിൻ്റെ തേർഡ് ക്വാഡ്രൻറ്റ്. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ ആംഗിൾ ഇവിടെ എത്തും. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ എന്താവും? തേർഡ് ക്വാഡ്രൻ്റ് ആവും. ഫോർത്ത് ക്വാഡ്രൻ്റ് ആവും. ഫോർത്ത് ക്വാഡ്രൻറ്റിൽ കോസ് ആൽഫ പ്ലസ് ബീറ്റ ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ ഇത് ശരിയാണ്. ഇത് കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആണ്, ജെ അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ സിയും ഡിയും ശരിയാണ്, എയും ബിയും തെറ്റാണ്. ഇനി നമുക്ക് ഈ ചോദ്യം നോക്കാം. സം ഫോർമുല. ഇതൊരു മാട്രിക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതും അതേ ജെ അഡ്വാൻസ്ഡിലെ ക്വസ്റ്റ്യൻ ആണ്. ആൽഫ XY be such that sin inverse AX plus cos inverse Y plus cos inverse BXY π/2 ആണ്. Which of the following is true എന്നാ ചോദ്യം. നോക്കാം. ശരിക്കും ഇതിലൊരു റിസൾട്ട് ഉണ്ട്. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ വാല്യൂ π/2. π/2 അവസാനിക്കുന്ന 3 റിസൾട്ട് ഉണ്ട്. ഇതൊക്കെയാണ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് π/2, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് π/2, സിക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് π/2. അപ്പോൾ അത് 3 റിസൾട്ട് ഓർക്കുക. എന്തൊക്കെയാണ്? സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഇസിക്കൽ ടു π/2 ഒരു റിസൾട്ടാണ്. പിന്നെ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ്, ഇത് വർക്ക് ചെയ്യണമെങ്കിൽ എക്സ് മൈനസ് 1 വണ്ടി കിടക്കണം. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഈക്വൽസ് π/2. ഇത് എല്ലായ്പ്പോഴും വർക്ക് ചെയ്യും. നോ മാറ്റർ വാട്ട് ഇസ് എക്സ്, എക്സ് ഇസ് എനി റിയൽ നമ്പർ വർക്ക് ചെയ്യും. പിന്നെ സീക്കൻഡ് ഇൻവേഴ്സ് എക്സ് പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സും π/2. ഈ 3 റിസൾട്ടാണ് π/2 അവസാനിക്കുന്ന 3 റിസൾട്ട്. ഇത് ഓർക്കുക. ഇത് -1 പുറത്താവണം എക്സ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഈ 3 റിസൾട്ട് നിങ്ങൾക്ക് അറിയാം. ഈ റിസൾട്ടായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് ഈ ചോദ്യം ഉള്ളത്. ഇനി നമുക്ക് ചോദ്യം നോക്കാം. കോളം 1 A1 ആണ്, B 0 ആണ്. A1 ആണ്, B 0 ആണ്. അപ്പോൾ B 0 ആയത് പോയില്ലേ? B 0 കോസ് ഇൻവേഴ്സ് 0. കോസ് ഇൻവേഴ്സ് 0 എത്രയാണ്? കോസ് ഇൻവേഴ്സ് 0 മീൻസ് π/2. അല്ല, കോസ് ഇൻവേഴ്സ് 0 എത്രയാണ്? കോസ് ഇൻവേഴ്സ് 0. കോസ് ഇൻവേഴ്സ് ഗ്രാഫ് ഇങ്ങനെയാണ്. കോസ് ഇൻവേഴ്സ് 0 1 ആണ്. കോസ് ഇൻവേഴ്സ് 0 മീൻസ് 1. അപ്പോൾ കോസ് ഇൻവേഴ്സ് 0 1 ആണ്. നോക്കാം. അപ്പോൾ ആദ്യത്തെ കേസ് എന്താ? A 0 ആവുക, A1 ആവുക, B 0 ആവുക. A1ഉം B 0 ആയ എന്താ സംഭവിക്കുക? സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് വൈ. B 0 ആയ ഇത് 0 ആവും. കോസ് ഇൻവേഴ്സ് 0. കോസ് ഇൻവേഴ്സ് 0 എന്താ? 1. കോസ് ഇൻവേഴ്സ് 0 എന്താ? 1 ആണ്. പ്ലസ് 1 ഇസ് ഈക്വൽ ടു π/2. ഇത് വർക്ക് ചെയ്യില്ല. കാരണം വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഇത് വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് വൈ പ്ലസ് 1 ഇസ് ഈക്വൽ ടു π/2 വരും. അപ്പോൾ എന്താ സംഭവിക്കുക? 1 വിൽ ഗോ ടു ദ ലൈൻ. ഇത് സംഭവിച്ചാൽ ലൈസ് ഓൺ ദ സർക്കിൾ. ഇത് പറ്റില്ല, ഇത് പറ്റില്ല. ലൈസ് ഓൺ ദ ലൈൻ y ഇസ് ഈക്വൽ ടു x പറ്റില്ല. A ഈക്വൽസ് 1 ആണ്, സൈൻ ഇൻവേഴ്സ് എക്സ് ആവും. B 0 ആയാൽ കോസ് ഇൻവേഴ്സ് 0 ആവും. കോസ് ഇൻവേഴ്സ് 0 ഇസ് 1. ഇത് കോസ് ഇൻവേഴ്സ് y ആവും. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് y വരും. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് y പ്ലസ് 1 ഇസ് ഈക്വൽ ടു π/2 എന്ന് വരും. അപ്പോൾ A ഈക്വൽസ് 1, B ഈക്വൽസ് 0 ആയാൽ എന്താ സംഭവിക്കുക? This is π/2 minus 1. Sin inverse x plus sin inverse root of 1 minus x square is equal to π/2 minus 1. ഒരു മിനിറ്റ്. A 1 ആവുമ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ്, B 0 ആവുമ്പോൾ ഇത് 1 ആവും. അപ്പോൾ ദിസ് ഇസ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് വൈ
Sin inverse x. Sin inverse x plus cos inverse y plus cos inverse 0 is equal to pi by 2 വരും. അപ്പോൾ അത് വർക്ക് ചെയ്യില്ലല്ലോ. A equals 1, B equals 1, then xy. A equals 1, B equals 1 ആയ എന്താ സംഭവിക്കുക? ഇത് തെറ്റുണ്ട് കേട്ടല്ലോ. XY ക്വസ്റ്റ്യൻ തെറ്റുണ്ട്. ഇവിടെ XY അല്ല. പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ അതിന്? ഇവിടെ XY അല്ല എന്ന് എനിക്ക് തോന്നുന്നു. A 1 ആണ്, B 1 ആണ്. അവിടെ XY ഇല്ലല്ലോ. I think there is a mistake in this question. We'll discuss this question later. Okay. ഈ ക്വസ്റ്റനിൽ BXY അല്ല എന്നാണ് തോന്നുന്നത് എനിക്ക്. ഓക്കെ. ആരാ? ആരുടെ? ശരി കറക്റ്റാ. ബിയും കറക്റ്റാ അല്ലേ? സൈൻ ബീറ്റ നെഗറ്റീവ് ശരിയാണ് അല്ലേ? സൈൻ ബീറ്റ ഈസ്, ഓ ബീറ്റ എവിടെയാണല്ലേ? ആൽഫ എവിടെയും ബീറ്റ എവിടെയാണ്? ഓ ബീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ പൈ. ഓക്കെ, ഇവിടെ ശരിയാണ്. ബീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ പൈ ആണ്. അപ്പോൾ ബീറ്റ ഇതാണ് ആൽഫ, ഇവിടെയാണ് ബീറ്റ ഉള്ളത്. ബീറ്റ ഈസ് ദ തേർഡ് ക്വാഡ്രന്റ്. അപ്പോൾ ഇത് ശരിയാണ്. ഇത് ശരിയാണ്. സോറി. ഇത് ശരിയാണ്. അപ്പം ഇത് ശരിയാണ്, ഇത് ശരിയാണ്, ശരിയാണ്. അതായത് ആൽഫ ലൈസ് ദ സെക്കൻഡ് ക്വാഡ്രന്റ്, ബീറ്റ ലൈൻ ദ തേർഡ് ക്വാഡ്രന്റ്. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ ലൈൻ. ഓക്കെ. ഇനി ഇതിൽ ഇതിപ്പോൾ XYയിൽ ഇവിടെ XY ആണോ സംശയമുണ്ട് എനിക്ക്. അതുകൊണ്ട് വിൽ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, വിൽ സ്റ്റോപ്പ് വിത്ത് ദാറ്റ്. ഇതൊക്കെ കഴിഞ്ഞു അല്ലേ? ഓക്കെ. അപ്പോൾ ഇതിൽ ഇതാ ഈ ചോദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്തതിൽ ഇത് ശരി. ഇതിൽ എന്തോ ഒരു എറർ ഉണ്ട്. വിൽ ഡിസ്കസ് ലേറ്റർ. ഓക്കെ, താങ്ക് യു. അതിൽ ആ ചോദ്യം കറക്റ്റ് തെറ്റുണ്ടോ സംശയമുണ്ട്. പ്രശ്നം നോക്കിയില്ല. ഏത് കൊല്ലത്തെ ക്വസ്റ്റ്യൻ? ഓ ആയിക്കോട്ടെ.
ഹായ് ചിൽഡ്രൻ, എത്ര പേര് കാണുന്നുണ്ട്? യെസ് യെസ് യെസ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് ഡേയുടെ കെമിസ്ട്രി സെഷൻ സ്റ്റാർട്ട് ചെയ്യണം. എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. എല്ലാവരും നന്നായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ല ഗംഭീരമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്റർ വൈസായിട്ട് പരമാവധി ഒരു നല്ല ഒരു കവറേജ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സും വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. പരമാവധി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും നന്നായിട്ട് അത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക, റൈറ്റ്? അതുപോലെ തന്നെ ദർ ക്യാൻ ബി, ഓൾ ഓഫ് യു നോ, ഇൻ ദിസ് പ്ലാറ്റ്ഫോം ദർ ക്യാൻ ബി സം ടെക്നിക്കൽ ഇഷ്യൂസ്. ചില കുട്ടികൾക്ക് ചിലപ്പോൾ ടെക്നിക്കലായിട്ടുള്ള ചില പ്രോബ്ലംസ് ഫേസ് ചെയ്യപ്പെടാം. ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായി, നിങ്ങൾക്ക് ആ പോയിന്റ് കൃത്യമായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല. പ്ലീസ് ഫീൽ ഫ്രീ ടു ഇൻട്രാക്ട് വിത്ത് അസ്. ഈവൺ പേഴ്സണലി നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാം. ഇൻട്രാക്ട് ചെയ്തിട്ട് ആ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് പോവുക കേട്ടോ. അതുപോലെ തന്നെ ഡിസ്കസ് ചെയ്തതിൻ്റെ അപ്പുറത്തോട്ട് കോൺസെപ്ച്വൽ ആയിട്ടോ ഏതെങ്കിലും ക്വസ്റ്റ്യൻസോ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ യു ആർ ഓൾ വെൽക്കം ടു ഹാവ് ആൻ ഇൻട്രാക്ഷൻ വിത്ത് മീ പേഴ്സണലി. നമുക്കത് ഡൗട്ടൊക്കെ നന്നായിട്ട് പറഞ്ഞു തന്ന് പോവാം കേട്ടോ. മാക്സിമം പറ്റുന്ന അത്രയും നമുക്കത് കവർ ചെയ്ത് പോവാം കേട്ടോ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം നോക്കുക. കെമിസ്ട്രിയിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. We need to find mass of ethylene glycol. Ethylene glycol എല്ലാവർക്കും അറിയാലോ അല്ലേ? This is ethylene glycol, CH2OH, CH2OH. ഈ കാറിൻ്റെയൊക്കെ റേഡിയേറ്ററിൽ ആൻറ്റി ഫ്രീസ് സൊല്യൂഷൻ ആയിട്ട് ഉപയോഗിക്കുന്നു, പഠിച്ചിട്ടുള്ളതാണ്. എത്തിലീൻ ഗ്ലൈക്കോൾ ആഡ് ചെയ്യുമ്പോൾ ഫ്രീസിങ് പോയിന്റ് സപ്രസ് ചെയ്യും. പ്രത്യേകിച്ചും തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ കാറുകളിൽ ആൻറ്റി ഫ്രീസ് സൊല്യൂഷൻ ആയിട്ട് റേഡിയേറ്ററിൽ എത്തിലീൻ ഗ്ലൈക്കോൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. എത്തിലീൻ ഗ്ലൈക്കോൾ യൂസ്ഡ് ആസ് ആൻറ്റി ഫ്രീസ്. NCERT-യിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതിനെക്കുറിച്ചിട്ട്. ടു ബി ആഡഡ് ടു 18.6 kilogram വാട്ടർ ടു പ്രൊട്ടക്ട് ദ ഫ്രീസിംഗ് പോയിന്റ് അറ്റ് -24 degrees Celsius ഇൻ കിലോഗ്രാം. ആൻസർ കിലോഗ്രാമിൽ വേണം കേട്ടോ. അപ്പോൾ എത്ര വരെ പ്രൊട്ടക്ട് ചെയ്യണം? -24 degrees Celsius വരെ പ്രൊട്ടക്ട് ചെയ്യണം. വാട്ടറിന്റെ മാസ് എത്രയാണ്? 18.6 kilogram ആണ്. കാണേണ്ടത് എന്താണ്? മാസ് ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ, മാസ് ഓഫ് സൊല്യൂട്ട് ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ, റൈറ്റ്? എന്താ ഫോർമുല? അറിയില്ലേ? പഠിച്ചിട്ടില്ലേ? എന്താ ഫോർമുല? ഡെൽറ്റ ടി എഫ് is equal to delta TF is equal to KF into M. In fact I വരണം, പക്ഷെ എത്തിലീൻ ഗ്ലൈക്കോൾ ആയതുകൊണ്ട് I equal to 1 ആവശ്യമില്ല, അറിയാമെന്ന് വിചാരിക്കുന്നു. KF into M, that is KF into mass of solute in gram into 1000 divided by molar mass of solute into mass of solvent in gram. ശരിയല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് മാസ് ഓഫ് സൊല്യൂട്ട് കിലോഗ്രാമിലാണ് വേണ്ടത് കേട്ടോ. അതുപോലെ മാസ് ഓഫ് സോൾവെന്റ് തന്നിരിക്കുന്നത് കിലോഗ്രാമിലാണ്. അപ്പൊ നമുക്ക് ഈ 1000 വേണമെന്നില്ല, ഇതങ്ങ് കട്ട് ചെയ്ത് കളയാം. സോ യു ഗെറ്റ് ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് -24 ആണ്. അപ്പൊ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് എത്രയാ? 24 എന്ന് എടുക്കുക അല്ലേ? സോ യു സബ്സ്റ്റിറ്റ്യൂട്ട് 24 ഈക്വൽ ടു KF എവിടെ ഇടാം? 1.86 ഇൻറ്റു വെയിറ്റ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കണം അല്ലേ? ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് തന്നിട്ടുണ്ടോ? ഉണ്ടല്ലേ? 62. വെയിറ്റ് ഓഫ് സോൾവെന്റ് ഉണ്ടല്ലോ അല്ലെ? 18.6. ആ ഡാറ്റയൊക്കെ കണ്ടാൽ തന്നെ അറിയാം അല്ലേ? നോക്കടാ, ഡാറ്റയൊക്കെ വളരെ ഈസി ആയിട്ട് ക്യാൻസൽ ചെയ്ത് പോകുന്ന രീതിയിലാണ് ഡാറ്റ. ഇത് നിങ്ങൾക്ക് 620 ഇൻറ്റു 1.86 എന്ന് എഴുതാം അല്ലെ? ഈ ഡാറ്റ ഇങ്ങനെ എഴുതിക്കൂടെ? അപ്പൊ ഇതങ്ങ് ക്യാൻസൽ ആവും. സോ വെയിറ്റ് ഓഫ് സൊല്യൂട്ട് എത്ര വരും? 24 ഇൻറ്റു 620. ഇത്രയും ഗ്രാംസിലാണ് വരും. ഇത്രയും
ഗ്രാംസ് ആണ് വരിക. കിലോഗ്രാംസിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? ബൈ 1000 ചെയ്താൽ ആൻസർ കിലോഗ്രാമിലായി. Isn't it? So 24 into 620 by 1000. 24 into 620 by 1000. എത്രയാ ആൻസർ കിട്ടുക? 24 into 620 by 1000. ചെയ്ത് നോക്കുക. ആൻസർ വരേണ്ടത് 15 എന്നാണ് വരേണ്ടത്. കിട്ടും? 15 കിട്ടില്ലേ? ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. 15 കിലോഗ്രാം. നിയറസ്റ്റ് എന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ അല്ലേ? അപ്പൊ അത് കറക്റ്റ് കിട്ടുമായിരിക്കും. ചെയ്ത് നോക്കണേ. നിയറസ്റ്റ് 15. യെസ്, ഇറ്റ് ഈസ് 15 കിലോഗ്രാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ 15 വരണം. കിട്ടും? 15 എന്ന് കിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വർക്കൗട്ട് ചെയ്ത് നോക്കുക. റൈറ്റ്? യെസ്. ഒന്നുകൂടെ പറയാം. മാസ് ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ വിച്ച് യൂസ്ഡ് ആസ് ആന്റിഫ്രീസ് ടു ബി ആഡഡ് ടു 18.6 kg വാട്ടർ ടു പ്രൊട്ടക്ട് ദ ഫ്രീസിംഗ് പോയിന്റ് അറ്റ് -24 ഡിഗ്രി സെൽഷ്യസ്. അത് കിലോഗ്രാമിൽ വേണം. എത്തിലീൻ ഗ്ലൈക്കോളിന്റെ മോളാർ മാസ് തന്നിട്ടുണ്ട്. വാട്ടറിന്റെ KF തന്നിട്ടുണ്ട്. കേട്ടോ? ഫോർമുല ഇതാണ്, എല്ലാവർക്കും അറിയാം. ഫോർമുല ΔTF is equal to KF into M. One of the most important formula applied in colligative property. Colligative property എന്ന് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടാവും മക്കളെ. ആ ഫോർമുല ഒക്കെ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഫോർമുല മറക്കണ്ട. ΔTF പറഞ്ഞിട്ടുണ്ട്. ഫ്രീസിംഗ് പോയിന്റ് -24 എന്ന് വെച്ചാൽ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് 24 ആയിരിക്കും. അപ്പൊ ΔTF വാല്യൂ അറിയാം. KF വാല്യൂ തന്നിട്ടുണ്ട്. വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ഇതാണ് നമുക്ക് കാണേണ്ടത്. അത് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഗ്രാംസിലാണ് കിട്ടുക. കിലോഗ്രാംസിലേക്ക് മാറ്റാൻ ബൈ 1000 ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് 24 into 0.62 എന്ന് വരും. 24 into 0.5 ആണെങ്കിൽ 12 ആയി. അപ്പൊ 12ന്റെ കുറച്ച് അപ്പുറത്ത് 15 റേഞ്ചിൽ കറക്റ്റ് ആൻസർ ആണ് കിട്ടും. ഓക്കെ, യെസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ ഈ ചർച്ച ചെയ്യുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു ഇന്ററാക്ട് വിത്ത് അസ്. എന്ത് സംശയവും മടിക്കാതെ അങ്ങ് ചോദിച്ചോളാം. ട്രൈ ടു ഇന്ററാക്ട്. റൈറ്റ്? ഐ എം ഗിവിംഗ് യു പെർമിഷൻ ടു ഇന്ററാക്ട് പേഴ്സണലി. ഡോണ്ട് വറി അറ്റ് ഓൾ. ഐ വിൽ ഹെൽപ്പ് യു അക്കോർഡിംഗ് ടു ദ ഫ്രീ ടൈം അവൈലബിൾ. കേട്ടോ? മടിക്കാതെ ചോദിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. റൈറ്റ്, we have 3 aqueous solutions of NaCl labeled as A, B and C with the concentration 0.1, 0.01, 0.001 respectively. The value of Van der factor for the 3 solutions. I factor എങ്ങനെ വരുന്നതാണ് ചോദ്യം. I factor concentration മാറിയാൽ I factorന് എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം. റൈറ്റ്? എന്താ സംഭവിക്കുക? കോൺസെൻട്രേഷൻ മാറിയാൽ when concentration decreases alpha increases. When alpha increases I value increases. In case of electrolytes, all of you know I value is greater than 1. For dissociation I value is greater than 1. For association I value is less than 1. അപ്പോൾ ഈ I value ഇലക്ട്രോലൈറ്റ്സിന് കൂടി വരും. മനസ്സിലായോ? എങ്ങനെ? I value ഇലക്ട്രോലൈറ്റ്സിന് ഗ്രേറ്റർ ദാൻ 1 ആണ്. അത് കൂടി വരും. എങ്ങനെ കൂടി വരുന്നത്? കോൺസെൻട്രേഷൻ കുറയുമ്പോൾ നോക്കടാ. 0.1 10 times ഡൈല്യൂഷൻ ആയി. 0.1 മോളാർ എന്നുള്ളത് 0.01 മോളാർ ആയി. 10 times ഡൈല്യൂഷൻ ആയി. വീണ്ടും 10 times ഡൈല്യൂഷൻ ആയി. 0.1 0.01 0.001. It keep on diluting. Concentration കുറഞ്ഞു വരികയാണ്. കോൺസെൻട്രേഷൻ കുറയുമ്പോൾ എന്ത് പറ്റും? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടും. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടിയാൽ എന്ത് സംഭവിക്കും? I value കൂടും. മനസ്സിലായില്ലേ? All of you know for degree of dissociation alpha is equal to I-1 by n-1. And when alpha is 100%, അതായത് ആൽഫ വാല്യൂ 1 വന്നാൽ I എന്തായിരിക്കും മക്കളെ? I വാല്യൂ n-ലേക്ക് എത്തും. ഫോർ NaCl n വാല്യൂ എന്താ വരിക? NaCl എന്താ വരിക? n വാല്യൂ 2 എന്നാണ് വരിക അല്ലേ? സോ I വാല്യൂ വിൽ ബി മാക്സിമം 2. I value will be maximum 2 when alpha is 100%.
അപ്പോൾ Na+Cl- രണ്ട് പാർട്ടിക്കിൾ, Na+Cl- രണ്ട് പാർട്ടിക്കിൾ, I വാല്യൂ വിൽ ബി മാക്സിമം 2. ഹോപ്പ് യു ഗെറ്റ് ഇറ്റ്. അതേ സമയത്ത് കാൽസ്യം ക്ലോറൈഡ് ആണെന്ന് വിചാരിക്കുക, ഒരു കാറ്റയോണും രണ്ട് ആനയോണും, I വാല്യൂ വിൽ ബി മാക്സിമം 3. That is n value 3 when alpha is 100%. അപ്പോൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ മാക്സിമത്തിൽ എത്തിക്കഴിഞ്ഞാൽ I വാല്യൂ അതിൻ്റെ മാക്സിമത്തിലേക്ക് എത്തും. ക്ലിയർ അല്ലേ? അപ്പൊ ഏതാ ആൻസർ വരിക? ABC 0.1, 0.01, 0.001. It keep on increasing. Option A വരണം അല്ലേ? ഓപ്ഷൻ A വരണം. റൈറ്റ്. NCERT-യിൽ ഒരു ടാബുലേറ്റഡ് ഫോർമാറ്റിൽ അത് അവൈലബിൾ ആണ് കേട്ടോ. NCERT-യിൽ ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കണ്ടിട്ടില്ലാത്തവർ കാണണം. ഇങ്ങനെ ഒരു ടേബിൾ NCERT-യിൽ ഇങ്ങനെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. പ്ലീസ് റിവ്യൂ ദാറ്റ്. ഇങ്ങനെ ഒരു ടേബിൾ NCERT-യിൽ ഫോർ ഡിഫറെന്റ് ഇലക്ട്രോലൈറ്റ്സ് ഇറ്റ് ഈസ് ഗിവൺ. അതൊന്ന് റിവ്യൂ ചെയ്യാം. such a table it is available in the textbook. ഇങ്ങനെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. Look at that table. It is given NaCl salt or any salt, different saltsന്റെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. നോക്കുക, 0.1 മോളാർ 1.87 ആണ് I വാല്യൂ. ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ വാല്യൂ കൂടി കണ്ടോ, എന്നിട്ട് 2ലേക്ക് എത്തുക ചെയ്യുക. 2ലേക്ക് മാക്സിമം വാല്യൂ 2ലേക്ക് എത്തും. When alpha is 100%, I will reach it maximum value for NaCl. maximum value I 2 ആണ്. 2ലേക്ക് അപ്രോച്ച് ചെയ്യണം ചെയ്യുക കേട്ടോ. ഇങ്ങനെ ഒരു ടേബിള് കമ്പാരിസൺ ഡൈല്യൂഷൻ കോൺസെൻട്രേഷൻ ഓർ ഡൈല്യൂഷൻ വേഴ്സസ് I വാല്യൂ എങ്ങനെയാ വരുന്നത് ഫോർ ഡിഫറെന്റ് ഇലക്ട്രോലൈറ്റ്സ് ടെക്സ്റ്റിലുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവര് ഒന്ന് ഇന്ന് തന്നെ എടുത്ത് നോക്കണം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The quantity, quality അല്ല quantity കേട്ടോ. The quantity which changes with the temperature. ടെമ്പറേച്ചർ മാറുമ്പോൾ മാറുന്നത് ഏത്? മൊളാരിറ്റി ആണോ, മാസ് പെർസെൻറ്റേജ് ആണോ, മൊളാലിറ്റി ആണോ, അതോ മോൾ ഫ്രാക്ഷൻ ആണോ? ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. Any concentration term involving volume depends on temperature. Volume മാറിയാൽ concentration മാറും. Answer is molarity. Molarity M is equal to mole per liter. Wherever there is volume term, with the temperature, concentration will change. Temperature മാറിയാൽ വോള്യൂം മാറും, കോൺസെൻട്രേഷൻ മാറും. ക്ലിയർ അല്ലേ? പഠിച്ചിട്ടുള്ള കാര്യമാണ്. സോ molarity is temperature dependent. Molality is temperature independent. Right? ഇനി ടെമ്പറേച്ചർ കൂടുമ്പോൾ മൊളാരിറ്റി കൂടുകയാണോ ചെയ്യുക, കുറയണോ ചെയ്യുക? ടെമ്പറേച്ചർ കൂടുമ്പോൾ മൊളാരിറ്റി കൂടുകയാണോ ചെയ്യുക, കുറയണോ ചെയ്യുക? നോക്ക് മക്കളെ, ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ വോള്യൂം കൂടും. ടെമ്പറേച്ചർ കൂടിയാൽ വോള്യൂം കൂടും. വോള്യൂം കൂടിയാൽ കോൺസെൻട്രേഷൻ കുറയും, മൊളാരിറ്റി കുറയും. സോ നോർമൽ കമന്റ് ഓൺ ദ ഇഷ്യൂ, വെൻ ദ ടെമ്പറേച്ചർ ഇൻക്രീസസ്, വോള്യൂം ഇൻക്രീസസ്, മൊളാരിറ്റി ഡിക്രീസസ്. റൈറ്റ്? പക്ഷെ അതൊരു യൂണിവേഴ്സൽ കമന്റ് ആയിട്ട് ആരും എടുക്കരുത്. അതൊരു യൂണിവേഴ്സൽ കമന്റ് അല്ല. റൈറ്റ്? കാരണം പണ്ടത്തെ ഒരു ചോദ്യം അങ്ങനെ തന്നെയായിരുന്നു. ടെമ്പറേച്ചർ വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ വാട്ട് ഈസ് ഹാപ്പനിങ് ടു ദ മൊളാരിറ്റി ഓഫ് ആൻ അക്വസ് സൊല്യൂഷൻ? അതിന്റെ കറക്റ്റ് ആൻസർ മേ ഇൻക്രീസ് ഓർ ഡിക്രീസ് എന്നാണ്. കാരണം അക്വസ് സൊല്യൂഷന്റെ കേസിൽ പ്രത്യേകതയുണ്ട്. ടെമ്പറേച്ചർ കൂടുമ്പോൾ എപ്പോഴും വോള്യൂമിന് ഇൻക്രീസ് അല്ല സംഭവിക്കാം. സപ്പോസ് ദർ ഇസ് എ റൈസ് ഇൻ ടെമ്പറേച്ചർ ഫ്രം 0 ഡിഗ്രി സെൽഷ്യസ് ടു 20 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിക്കാം. 0 to 4 ഡിഗ്രി സെൽഷ്യസും 4 to 20 ഡിഗ്രി സെൽഷ്യസും ഫോർ aqueous solution the observation is different. All of you know that. For water density is maximum at 4 degree Celsius. Density is maximum for water at 4 degree Celsius. എന്ന് വെച്ചാൽ 0 to 4 ഡിഗ്രി ടെമ്പറേച്ചർ കൂടുമ്പോൾ വാട്ടറിന്റെ ഡെൻസിറ്റി ഡെൻസിറ്റി കുറയുകയല്ല ചെയ്യുക, ഡെൻസിറ്റി കൂടുകയാണ് ചെയ്യുക. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സോ ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻക്രീസസ്. ഡെൻസിറ്റി എന്ന് വെച്ചാൽ അറിയാലോ അല്ലേ? മാസ് ബൈ വോള്യൂം.
Density of water increases, that means volume decreases 0 to 4 degree. While 4 to 20 degree, for example, density is increasing. Density is equal to mass by volume. Density കൂടാന്ന് വെച്ചാൽ volume density കൂടാന്ന് വെച്ചാൽ volume decreases. So here volume increases. Here volume increases. Density increases means volume decreases. Here density decreases means volume increases. ഞാൻ പറഞ്ഞു തിരിഞ്ഞു പോയി അല്ലേ? Density decreases means volume increases. അപ്പോൾ 0 to 4 ഡിഗ്രിയിൽ വോള്യൂം കൂടുകയാണ് ചെയ്യുക. വൈൽ 0 to 4 വോള്യൂം കുറയുകയാണ് ചെയ്യുക. ഇവിടുന്ന് അങ്ങോട്ട് വോള്യൂം അപ്പോൾ രണ്ട് ഡിഫറെൻ്റ് ഒബ്സർവേഷൻ ആണ്. അത് ലോവർ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. അബ്നോർമൽ ക്യാരക്ടർ ഓഫ് വാട്ടർ, മാക്സിമം ഡെൻസിറ്റി അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കേസ് അപ്ലൈ ചെയ്യേണ്ടി വരും, ശ്രദ്ധിക്കുക കേട്ടോ. നോർമലി ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാം? ടെമ്പറേച്ചർ കൂടിയാൽ ഡെൻസിറ്റി കുറയും, വോള്യൂം കൂടും, മൊളാരിറ്റി കുറയും. നോർമലി നമുക്ക് അങ്ങനെ കമന്റ് ചെയ്യാം. പക്ഷെ ക്വസ്റ്റ്യൻ കൃത്യമായി നോക്കിയിട്ട് വേണം ഉത്തരം പറയാൻ കേട്ടോ. കാരണം വളരെ മെറ്റിക്കുലസ് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ചിലപ്പോൾ അതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യും. ശ്രദ്ധിച്ചു ഉത്തരം പറയണം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ ഇതിന്റെ ആൻസർ ബാക്കിയെല്ലാം മാസ് പെർസെൻറ്റേജ്, മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ ഒന്നും ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് അല്ല കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. The total pressure observed by mixing two liquids A and B. The total pressure observed by mixing two liquids A and B is 350 mm when their mole fractions are 0.7 and 0.3. ഏതെങ്കിലും ഒന്ന് തന്നാലും മതി. Total pressure become 410 if the mole fractions are changed to 0.2, 0.8 respectively. Vapor pressure of pure A എത്ര എന്നാണ് ചോദ്യം. Vapor pressure of pure A എത്ര എന്നാണ് ചോദ്യം. You see, P total equal to PA plus PB. എല്ലാവർക്കും അറിയാലോ അല്ലേ? P total equal to PA plus PB, and that is equal to P naught A chi A plus P naught B chi B. Yes. Now, എഴുതു മക്കളെ. 350 equal to P naught A into chi A 0.7 plus P naught B into 0.3 അല്ലേ? Into 0.3. So, you have formula 1. അടുത്തത് 410 is equal to P naught A into 0.2 plus P naught B into 0.8. കഴിഞ്ഞു. രണ്ട് ഫോർമുലയുണ്ട്, സോൾവ് ചെയ്യാം. രണ്ട് ഫോർമുലയുണ്ട്, സോൾവ് ചെയ്യാം. എന്താ സോൾവ് ചെയ്യേണ്ടത്? P naught A കണ്ടുപിടിക്കണം. P naught A കണ്ടുപിടിക്കണം. റൈറ്റ്? Simply divide with P naught B or something you can get by solving 1 and 2. Simple ആയിട്ട് സോൾവ് ചെയ്യാം അല്ലേ? രണ്ടും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ഫോർമുലയുണ്ട്, രണ്ട് വേരിയബിൾ ഉണ്ട്. നമുക്ക് രണ്ടും കണ്ടുപിടിക്കാം. P naught A യും കണ്ടുപിടിക്കാം, P naught B യും കണ്ടുപിടിക്കാം. റൈറ്റ്? യെസ്. പക്ഷെ ആവശ്യപ്പെട്ടിരിക്കുന്നത് P naught A ആണ് കേട്ടോ. വേപ്പർ പ്രഷർ ഓഫ് പ്യൂർ എ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. രണ്ട് ഫോർമുലയുണ്ട്, രണ്ട് വേരിയബിൾ ഉണ്ട്, അത് വർക്ക്ഔട്ട് ചെയ്യണം കേട്ടോ. യെസ്. അതിൽ കിട്ടേണ്ടുന്ന ആൻസർ 314 എന്ന് കിട്ടണം കേട്ടോ. 314 P naught A 314 എന്ന് കിട്ടണം. വർക്ക്ഔട്ട് ചെയ്യാം. P naught A 314 mm എന്ന് കിട്ടണം. P naught B യും കണ്ടുപിടിക്കുക കേട്ടോ. P naught A ആണ് ചോദിച്ചിരിക്കുന്നത്, അവിടെ കൊണ്ട് നിർത്താതെ P naught B യും കണ്ടുപിടിക്കുക. P naught A യും കണ്ടുപിടിക്കുക, P naught B യും കണ്ടുപിടിക്കുക. പിന്നെ ഒരു കാര്യം കൂടെ കണ്ടുപിടിക്കുക. വേപ്പർ ഫേസിൽ എന്തായിരിക്കും ഇതിന്റെ കോമ്പിനേഷൻ? What will be the composition in vapor phase? YA YB എന്തായിരിക്കും? എവിടെ? ഈ കേസിൽ YA YB എന്തായിരിക്കും? അതുപോലെ ഈ കേസിൽ, സെക്കൻഡ് കേസിൽ ഇവിടെ YA YB എന്തായിരിക്കും? What is YA YB? The composition in the vapor phase. ഇപ്പൊ തന്നിരിക്കുന്നത് സൊല്യൂഷൻ ഫേസിലാണ്. അപ്പൊ XI-XB ആണ് തന്നിരിക്കുന്നത്. YA YB എങ്ങനെയായിരിക്കും? അതും കൂടെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇതിൽ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്
P0 ഞാൻ ഓൾറെഡി ആൻസർ പറഞ്ഞു തന്നു. 314 എന്ന് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ദാറ്റ് ഈസ് ദ ഗിവൺ ആൻസർ കീ. കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. പിന്നെ P0B കണ്ടുപിടിക്കുക. അവിടെ നിർത്തണ്ട. പിന്നെയോ വേപ്പർ ഫേസിൽ എയുടെ കോമ്പിനേഷൻ കോമ്പോസിഷൻ എന്തായിരിക്കും? എയുടെയും ബിയുടെയും കോമ്പോസിഷൻ വേപ്പർ ഫേസിൽ എങ്ങനെയായിരിക്കും? അതെങ്ങനെ കണ്ടുപിടിക്കും പറ? എങ്ങനെയാ വേപ്പർ ഫേസിൽ കണ്ടുപിടിക്കുക? ഫോർ എക്സാമ്പിൾ ഈ കേസിൽ, ഫസ്റ്റ് കേസിൽ, ഈ കേസിൽ YA YB എങ്ങനെ കണ്ടുപിടിക്കും? കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കുക? PA is equal to YA into P total. YA into P total. മക്കളെ P total തന്നിട്ടില്ലേടാ? P total തന്നിട്ടുണ്ട്. പിന്നെ PA എന്താ? PA ഇതാണ് PA. This is PA. P0 കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ മോൾ ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ PA കണ്ടുപിടിക്കാമല്ലോ. സോ PA is equal to YA into P total. P total അറിയാം, PA കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ YA എത്രയാണെന്ന് കണ്ടുപിടിക്കാം. YA കിട്ടിക്കഴിഞ്ഞാൽ YB ആയി. അത് രണ്ട് കേസിലും കണ്ടുപിടിക്കണം. ഈ കേസിൽ എത്രയാ വരുന്നത്, ഈ കേസിൽ എത്രയാ വരുന്നത്, കേട്ടോ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. ഞാൻ വീണ്ടും പറയുന്നു, ഈ ചെയ്യുന്ന ചോദ്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ വരുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതൊന്ന് ചോദിക്കണം, കേട്ടോ? ഓക്കെ, യെസ്. അടുത്ത ചോദ്യം, ദ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് എക്സ്പെരിമെന്റ്. വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ. സ്റ്റേറ്റ്മെന്റ്സ് ആണ് അല്ലേ? സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്, ഏതൊക്കെയാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് ചോദ്യം. യെസ്. പറയൂ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ ലെസ് ദാൻ പ്യൂർ സോൾവെന്റ്. ശരിയാണോ തെറ്റാണോ? വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ ലെസ് ദാൻ പ്യൂർ സോൾവെന്റ്. ശരിയാണോ തെറ്റാണോ? പ്യൂർ സോൾവെന്റിനേക്കാളും സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ കുറവായിരിക്കും. നമുക്ക് നോക്കാം. ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എക്സ്പെരിമെന്റ്, ഡെൽറ്റ TF എക്സ്പെരിമെന്റ് ആണ്. ഫ്രീസിംഗ് പോയിന്റ് കുറയുന്ന എക്സ്പെരിമെന്റ് ആണ്. വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ ലെസ് ദാൻ പ്യൂർ സോൾവെന്റ്. ട്രൂ സ്റ്റേറ്റ്മെന്റ് അല്ലേ? ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്, കേട്ടോ? അടുത്തത്, വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ മോർ ദാൻ ദാറ്റ് ഓഫ്. ഇത് ട്രൂ ആണെന്ന് പറയുമ്പോൾ തന്നെ ഇത് തെറ്റാണെന്ന് ഉറപ്പിക്കാമല്ലോ. അടുത്തത്, ഓൺലി സൊല്യൂട്ട് മോളിക്യൂൾ സോൾഡിഫൈ അറ്റ് ദ ഫ്രീസിംഗ് പോയിന്റ്. തെറ്റല്ലേ മക്കളെ? ഫ്രീസ് ചെയ്യുന്ന സമയത്ത് ആരാ ഫ്രീസ് ചെയ്യുക? ഫ്രീസ് ചെയ്ത് പുറത്തു വരുന്നത് ആരാണ്? ഒരു അക്വസ് സൊല്യൂഷൻ ഫ്രീസ് ചെയ്യുമ്പോൾ ഫ്രീസ് ചെയ്ത് പുറത്തു വരുന്നത് വാട്ടറാണ്, ഐസാണ് ഫ്രീസ് ചെയ്ത് പുറത്തു വരിക. ഐസ് പാർട്ടിക്കിൾസ് ആണ് ഫ്രീസ് ചെയ്ത് പുറത്തു വരിക. ആൻഡ് ഇറ്റ് ഹാസ് ഗോട്ട് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ഓൾസോ. ഇത് തെറ്റാണ്. ഓൺലി സോൾവെന്റ് മോളിക്യൂൾ സോൾഡിഫൈ, ഇതാണ്. അത് ശരിയാണ്. നോക്കുക, ഇതിന്റെ കൗണ്ടർ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് ശരിയാണെന്ന് പറയുമ്പോൾ ഇത് തെറ്റ്. ഇനി ഇത് രണ്ടും കൗണ്ടർ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതാണ് ശരി, അപ്പൊ ഇത് തെറ്റാണ്. അപ്പൊ ഏതൊക്കെ ആൻസർ വരാം? എയും ഡിയും. ഇതും ശരിയാണ്, ഇതും ശരിയാണ്. ഓപ്ഷൻ ഏതാടാ? ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഇത് അക്വസിലാണെന്ന് മാത്രം വിചാരിക്കരുത്, കേട്ടോ? ഇപ്പൊ അസറ്റിക് ആസിഡ് സൊല്യൂഷൻ ഫ്രീസ് ചെയ്യുന്ന സമയത്ത് ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് ആണ് സെപ്പറേറ്റ് ചെയ്ത് പുറത്തു വരിക, കേട്ടോ? ഓക്കെ, അപ്പോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. റൈറ്റ്. 0.5 gram NaOH dissolved in deionized water to prepare 450 ml stock solution. What volume of this solution would be required to prepare 500 ml 0.1 molar solution? So 0.5 gram NaOH dissolved in deionized water to prepare 450 ml stock solution. Molarity കണ്ടുപിടിക്കൂ. എങ്ങനെ molarity കാണാം? Molarity is equal to mole per liter. എത്രയാ മോൾസ്? 5 gram divided by molar mass എത്രയാ? 40. NaOH അല്ലേ? 40 അല്ലേ? 40 divided by എത്രയാ? വോള്യൂം 450 ml 0.45 liters. So this is the molarity, that is M1. ചോദ്യം V1 എത്ര വോള്യൂം വേണം? So that you are producing M2, that is 0.1 molar, V2, that is 500 ml. അപ്പോൾ ഈ സൊല്യൂഷൻ ഉണ്ടാക്കാൻ ഇതിന്റെ വോള്യൂം എത്ര വേണമെന്നാണ് ചോദ്യം. സിമ്പിൾ. M1 V1 is equal to
M2 V2. M1 എത്രയാ? ഇതാണ് M1. V1 എത്രയാ? അതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. M2 എത്രയാ? 0.1. V2 എത്രയാ? 500. ഈസി ആയിട്ട് വർക്കൗട്ട് ചെയ്യാം. ഈസി ആയിട്ട് വർക്കൗട്ട് ചെയ്യാം. സോ M1 V1 ഈക്വൽ ടു M2 V2. ഇപ്പൊ M1 ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന്റെ എത്ര വോള്യൂം കിട്ടിയാലാണ് ഇത് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുക എന്നാണ് ചോദ്യം. കേട്ടോ, പ്ലീസ് വർക്കൗട്ട്. അതിന്റെ ആൻസർ വരേണ്ടത് 180 ml എന്ന് കിട്ടും, ഉറപ്പിക്കുക കേട്ടോ. 180 ml എന്ന് കിട്ടണം. ആൻസർ ചെക്ക് ചെയ്തോളുക. ഈസി കാൽക്കുലേഷൻ ആണ് കേട്ടോ, ഈസി കാൽക്കുലേഷൻ ആണ്. 180 ml എന്ന് ആൻസർ കിട്ടണം. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. വാട്ട് ഈസ് ദ മാസ് റേഷ്യോ ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ required for making 500 gram 0.25 molar 500 gram 0.25 molar and 250 ml 0.25 molar aqueous solution? വളരെ രസകരമായിട്ടുള്ള ഒരു ചോദ്യമാണ്. വാട്ട് ഈസ് ദ മാസ് റേഷ്യോ ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ? 0.25 molar 500 gram solution and 0.25 molar 250 ml solution. ഇതില് ഗ്ലൈക്കോളിന്റെ മാസ് റേഷ്യോ ആണ് ചോദ്യം. ഇതില് ഗ്ലൈക്കോളിന്റെ മാസ് റേഷ്യോ ഇതാണ് ചോദ്യം. മനസ്സിലായില്ലേ? തന്നിരിക്കുന്ന റേഷ്യോ നോക്ക്, 1:1, 3:1, ഒരു ഹോൾ നമ്പർ റേഷ്യോയിലാണ് തന്നിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഇനഫ് ഫോർ us to presume that molarity can be taken as molarity. മൊളാരിറ്റിയും സെയിം ആയിട്ട് എടുക്കാം. അതുപോലെ മാസ് ഓഫ് സൊല്യൂഷനും മാസ് ഓഫ് സോൾവെന്റും വോള്യൂം ഓഫ് സൊല്യൂഷനും ഈക്വൽ ആയിട്ട് എടുക്കാം. വിച്ച് അതർവൈസ് ഈവൻ വി ആർ ടേക്കിംഗ് ഫോർ എ വെരി ഡൈല്യൂട്ട് സൊല്യൂഷൻ. ഫോർ എ ഡൈല്യൂട്ട് സൊല്യൂഷൻ വി ടേക്ക് മൊളാരിറ്റി ആൻഡ് മൊളാരിറ്റി ആർ സെയിം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, വളരെ സിമ്പിൾ അല്ലേ? ഇത് രണ്ടും ഈക്വൽ ആയിട്ട് അസ്യൂം ചെയ്യുക. അല്ലെ, വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെ ചെറിയ വ്യത്യാസമല്ലേ വരിക. ഡൈല്യൂട്ട് സൊല്യൂഷനിൽ അവർ ഓൾമോസ്റ്റ് ഈക്വൽ ആണ് താനും അല്ലെ. ഇനി അതുപോലെ മാസ് ഓഫ് സോൾവെന്റ്, മാസ് ഓഫ് സൊല്യൂഷൻ, വോള്യൂം ഓഫ് സൊല്യൂഷൻ ഈക്വൽ ആയിട്ട് എടുക്കുക. അപ്പൊ നോക്കിയ മക്കളെ, ഇത് രണ്ടും സെയിം ആണ്. ഇതിന്റെ ഡബിൾ ആണ് ഇവിടെ. സോ ഇറ്റ് വിൽ ബി 2:1 റേഷ്യോ. ശരിയല്ലേ? ഇറ്റ് വിൽ ബി 2:1 റേഷ്യോ. ഏതാ? ഓപ്ഷൻ സി വരണം അല്ലെ. ഓപ്ഷൻ സി വരണം. ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. വർക്കൗട്ട് ചെയ്യാനൊന്നും പോകേണ്ട ആവശ്യമില്ല. കാരണം വളരെ സ്ട്രെയിറ്റ് ഡൗൺ റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അസ്യൂം ചെയ്യാം. എന്ത് അസ്യൂം ചെയ്യാം? സൊല്യൂഷന്റെ മാസും സൊല്യൂഷന്റെ വോള്യൂമും ഈക്വൽ ആയിട്ട് അസ്യൂം ചെയ്യാം. അതുപോലെ മൊളാരിറ്റിയും ഈക്വൽ ആയിട്ട് അസ്യൂം ചെയ്യാം. ഒറ്റ നോട്ടത്തിൽ തന്നെ ഇവിടുത്തെ ക്വാണ്ടിറ്റി ഇതിന്റെ ഡബിൾ ആണെന്ന് ഇതിന്റെ ഡബിൾ ആണ് ഇവിടെ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇസ് ഇറ്റ് ക്ലിയർ? ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ. The number of pairs of solution having same value of osmotic pressure. Same value of osmotic pressure. അതിനെന്താ പേര് പറയാ? ഓസ്മോട്ടിക് പ്രഷർ സെയിം വരുന്ന ആ വാല്യൂവിന് എന്താ പേര് പറയാ? ആ കണ്ടീഷൻ എന്താ പേര് പറയാ? സെയിം വാല്യൂ ഓസ്മോട്ടിക് പ്രഷർ വരുമ്പോൾ എല്ലാവർക്കും അറിയില്ലേ? ഐസോട്ടോണിക് എന്ന് പറയൂ അല്ലേ? ഇറ്റ് ഈസ് കോൾഡ് ഐസോട്ടോണിക് സൊല്യൂഷൻ. ഐസോട്ടോണിc solution. That means pi1 equal to pi2, isn't it? Pi1 equal to pi2. That is C1RT equal to C2RT. That is C1 equal to C2. Concentration same വരിക, isn't it? Concentration same ആയിട്ട് വരിക. അതാണ് ഐസോട്ടോണിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിയാണല്ലോ അല്ലേ? യെസ്. അപ്പൊ ഇവിടെ എവിടെയാണ് കോൺസെൻട്രേഷൻ സെയിം വരുന്നത്? എ നോക്കൂ, എ 0.5 മോളാർ എത്തനോൾ ഡസ് നോട്ട് അണ്ടർഗോ ഡിസോസിയേഷൻ. അപ്പൊ അതിന്റെ കോൺസെൻട്രേഷൻ 0.5 തന്നെ എടുക്കേണ്ടി വരും. നോ സപ്ലിമെന്ററി നോ ഡിസോസിയേറ്റഡ് പാർട്ടിക്കിൾസ് ഒന്നും ഇല്ല. കിട്ടോ? യെസ്. 0.25 മോളാർ KBr will give you K plus and Br minus. അപ്പൊ ഇവിടെ രണ്ട് പാർട്ടിക്കിൾ ഉണ്ട്. അപ്പോ രണ്ടിന്റെയും കോൺസെൻട്രേഷൻ എടുക്കുകയാണെങ്കിൽ 0.25 into 2 എന്ന് വരണം. അപ്പൊ എന്ത് വരും? 0.25 into 2 ചെയ്താൽ 0.5 മോളാർ എന്ന് വരും.
നോക്കൂ മക്കളെ, ഇവിടെയും 0.5, ഇവിടെയും 0.5. ദാറ്റ് മീൻസ് സെയിം കോൺസെൻട്രേഷൻ, ദാറ്റ് മീൻസ് ഐസോട്ടോണിക്. ക്ലിയർ ആയോ? അപ്പൊ എത്തനോളിന്റെ കോൺസെൻട്രേഷൻ 0.5, KBRന്റെ കോൺസെൻട്രേഷൻ 0.25. അതെന്ത് എങ്ങനെ എടുക്കണം? രണ്ട് പാർട്ടിക്കിൾ ഉണ്ട്. അസ്യൂമിങ് 100% അയണൈസേഷൻ 0.25 into 2 എന്ന് എടുക്കണം. ശരിയല്ലേ? അപ്പൊ 0.5 ആയി. അപ്പൊ രണ്ടുപേരും സെയിം കോൺസെൻട്രേഷൻ ആയി. ദാറ്റ് ടേൺ ഐസോട്ടോണിക് ഇൻ നേച്ചർ. അപ്പോൾ ഒന്നാമത്തേത് എ ഐസോട്ടോണിക് ആണ്. നമുക്ക് വേണ്ടത് നമ്പർ ഓഫ് പെയേഴ്സ് ആണ്. കിട്ടും, നമ്പർ ഓഫ് പെയേഴ്സ് ആണ്. അപ്പോൾ എ കറക്റ്റ് ആണ്, എ ഐസോട്ടോണിക് ആയിട്ട് വരും. നമുക്ക് ബി നോക്കാം. 0.1 മോളാർ K4Fe6. K4 എന്ന് പറയുമ്പോൾ 4 പാർട്ടിക്കിളായി കേട്ടോ. 1 2 3 4 പാർട്ടിക്കിളായി. അപ്പൊ 4 കാറ്റയോണും ഒരു ആനയോണും, ടോട്ടലി 5 പാർട്ടിക്കിൾ ഉണ്ട്. അപ്പൊ ഇതിനെ ഇൻറ്റു 5 ചെയ്യണം. അപ്പൊ എന്ത് വരും? 0.1 ഇൻറ്റു 5 ചെയ്താൽ മക്കളെ 0.5 ആയി കേട്ടോടാ. 4 കാറ്റയോണും 4 K പ്ലസും ഒരു കോംപ്ലക്സ് ആനയോണും, അപ്പോൾ 5 പാർട്ടിക്കിൾ കിട്ടും. അപ്പോൾ 0.1 ഇൻറ്റു 5 എന്ന് ചെയ്യണം, മറക്കണ്ട. വളരെ പ്രധാനപ്പെട്ട ക്രിട്ടിക്കൽ ഇഷ്യൂസ് ആണ് ഇതെല്ലാം കേട്ടോ. ഇനി അതിന്റെ കൂടെയുള്ള ആളെ നോക്കാം നമുക്ക്. 0.1 ഇവിടെ എത്ര പാർട്ടിക്കിൾ ഉണ്ട്? അയൺ ഒരു പാർട്ടിക്കിള്, സൾഫേറ്റ് ഒരു പാർട്ടിക്കിള്, അമോണിയ 2 പാർട്ടിക്കിള്, സൾഫേറ്റ് ഒരു പാർട്ടിക്കിള്, ടോട്ടലി 1 3 5 ആയി. അപ്പൊ ഇവിടെയും 0.1 ഇൻറ്റു 5 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 0.5 എന്ന് വരും. സോ ഇറ്റ് ഈസ് 0.5 ആൻഡ് 0.5 ആൻഡ് ദാറ്റ് ടു ഈസ് ആൻ ആൻസർ. അപ്പൊ എ ആൻസർ ആണ്, ബി ആൻസർ ആണ്. എയും ആൻസർ ആണ്, ബിയും ആൻസർ ആണ്. റൈറ്റ്. അടുത്തത് സി നോക്കാം. സിയിലോ 0.05 K4Fe6. ഓൾറെഡി ഇറ്റ് ഈസ് കമന്റഡ്. ഇറ്റ് ഈസ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് 5. അപ്പൊ 0.05 ഇൻറ്റു 5 ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 0.25 അല്ലേ? 0.05 ഇൻറ്റു 0.25 എന്ന് കിട്ടും. ഇവിടെയോ 0.25 NaCl ആണ്. NaCl 2 പാർട്ടിക്കിൾ ഉണ്ട്. 0.25 ഇൻറ്റു 2, അപ്പൊ 0.5 എന്ന് വരും. അപ്പൊ ഇവിടെ 0.25 കിട്ടി, ഇവിടെ 0.5 കിട്ടി. കോൺസെൻട്രേഷൻ ഈസ് നോട്ട് സെയിം ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഐസോട്ടോണിക്. അപ്പൊ സി വരില്ല കേട്ടോ, സി വരില്ല. എ വരും, ബി വരും, സി വരില്ല. ഡിയിലേക്ക് നോക്കാം. ഡി 0.15 ഇൻറ്റു 2, 0.15 ഇൻറ്റു 2, സോ യു ഗെറ്റ് 0.3. ശരിയല്ലേ? ഇനി ഇങ്ങോട്ട് വരൂ. 0.1 ബേരിയം ക്ലോറൈഡ് ആണ്. ഒരു കാറ്റയോണും 2 ആനയോണും. 0.1 ഇൻറ്റു 3, അവിടെയും 0.3 വരും. ഇവിടെയും 0.3, ഇവിടെയും 0.3. സോ അത് ആൻസർ ആണ്. അപ്പൊ എ ഉണ്ട്, ബി ഉണ്ട്, സി ഇല്ല, ഡി ഉണ്ട്. ഇനി ഒന്നും കൂടെ ചെക്ക് ചെയ്യാനുള്ളൂ. ഇ ചെക്ക് ചെയ്യണം. 0.02 K പ്ലസും Cl മൈനസും, അപ്പൊ ഇൻറ്റു 2 ചെയ്യണം. 0.04 എന്ന് വരും. അല്ലാട്ടോ, ഞാൻ നോക്കാൻ വിട്ടുപോയി. KCl മാത്രമല്ലല്ലോ, ദിസ് ഈസ് കാർണലൈറ്റ്. അപ്പൊ ഇൻറ്റു 2 ചെയ്താൽ പോരാ. K പ്ലസ് Cl മൈനസ് Mg2 പ്ലസ് 2 ക്ലോറൈഡ്. അപ്പൊ എത്രയായി? 2 3 4 5 ആണ്. ഇൻറ്റു 5 ചെയ്യണം. 0.02 ഇൻറ്റു 5, ദാറ്റ് ഈസ് 0.1 മോളാർ. ഇനി ഇങ്ങോട്ട് വന്നാല് 0.05 ഇൻറ്റു 2, ദാറ്റ് ഈസ് 0.1 മോളാർ. സെയിം ആയി. സോ ദാറ്റ് ഈസ് ഓൾസോ ഐസോട്ടോണിക്. അപ്പോ എ ഇലക്ട്രോലൈറ്റ് പാർട്ടിക്കിൾസ് അയോണൈസ് ചെയ്യുന്നത് കൂടെ പരിഗണിച്ചാൽ എയില് രണ്ടും സെയിം കോൺസെൻട്രേഷൻ വരും, ഐസോട്ടോണിക് ആണ്. ബിയില് സെയിം കോൺസെൻട്രേഷൻ വരും, ഐസോട്ടോണിക് ആണ്. സിയിൽ വരില്ല. എക്സെപ്റ്റ് സി, all other cases the concentration is coming same and that turn isotonic in nature. കേട്ടോ? അപ്പോൾ ആൻസർ എന്താ വരേണ്ടത്? ABCDE 5 എണ്ണത്തില് 4 എന്ന് ഉത്തരം വരണം. കേട്ടോ? 4 എന്ന ആൻസർ വരണം. ഞാൻ അതിൻ്റെ ആൻസർ കീ വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം, നമുക്കൊന്ന് വെരിഫൈ ചെയ്ത് പോകാം. 4 എന്ന ആൻസർ വരണം. കേട്ടോ? എക്സെപ്റ്റ് സി 4 എന്ന ആൻസർ വരണം. ഓക്കെ, റൈറ്റ്. കുറച്ച് വെള്ളം കുടിക്കട്ടെ. ക്ഷീണിച്ചോ എല്ലാവരും? ക്ഷീണിച്ചോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. Volume of 3 molar NaOH, formula weight 40 gram per mole, which can be prepared from 84 gram NaOH. അത് വോള്യൂം ഡെസിമീറ്റർ ക്യൂബ്, ലിറ്ററിൽ വേണം. കേട്ടോ? 3 molar NaOH. Apply in the formula.
ആ ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. മോളാരിറ്റി ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. മോളാരിറ്റി ഈക്വൽ ടു മോൾ പെർ ലിറ്റർ എന്നല്ലേ? Therefore volume is equal to moles by molarity. Moles എത്ര ഇടാം? 84 gram NaOH. It is 84 divided by molar mass 40. Molarity എത്രയാ? 3. ഇത്ര കിട്ടും. 2 1 21. അപ്പൊ ഇവിടെ 7.7 എന്ന് കിട്ടും കേട്ടോ. 0.7 ഡെസിമീറ്റർ ക്യൂബ്, 0.7 ലിറ്റർ എന്നാണ് കിട്ടുക. 84 വിത്ത് 4 ചെയ്യുമ്പോൾ 21, 2.40, 21/10 ഉണ്ട്. അപ്പൊ 3 7/10 എന്ന് വരും കേട്ടോ. 0.7 ഡെസിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. അപ്പൊ ആൻസർ എന്ത് വരണം? 10⁻⁻1 എന്ന് എഴുതാൻ മറക്കരുത് കേട്ടോ. സോ ഇറ്റ് ഈസ് 7 into 10⁻⁻1 ഡെസിമീറ്റർ ക്യൂബ്. 7 ഈസ് ദി ആൻസർ. 7 എന്ന ആൻസർ കിട്ടണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. 7 എന്ന ആൻസർ കിട്ടണം കേട്ടോ. ഓക്കെ, ഫൈൻ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മൊളാരിറ്റി ഈസ് മോൾ പെർ ലിറ്റർ. കാണേണ്ടത് വോള്യൂം ഇൻ ലിറ്റേഴ്സ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. റൈറ്റ്. A solution of two miscible liquids showing negative deviation from Raoult's law will have negative deviation from Raoult's law, increased vapor pressure, increased boiling point, increased vapor pressure, increased boiling point. നെഗറ്റീവ് ഡീവിയേഷൻ ആണ് കേട്ടോ. നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ വേപ്പർ പ്രഷർ ഇൻക്രീസ് ചെയ്യാണോ ചെയ്യുക? അല്ലല്ലോ, അല്ലേ? ഇൻക്രീസ്ഡ് വേപ്പർ പ്രഷർ ആണോ? അല്ല, ഇൻക്രീസ്ഡ് വേപ്പർ പ്രഷർ അല്ല. ഇറ്റ് ഈസ് ഡിക്രീസ്ഡ് വേപ്പർ പ്രഷർ. ഡിക്രീസ്ഡ് വേപ്പർ പ്രഷർ. വേപ്പർ പ്രഷർ കുറയും, ബോയിലിംഗ് പോയിന്റ് കൂടും. വേപ്പർ പ്രഷർ കുറയും, ബോയിലിംഗ് പോയിന്റ് കൂടും. സോ ഇഫ് യു ടേക്ക് വേപ്പർ പ്രഷർ composition diagram, vapor pressure mole fraction diagram, this is ideal solution, this is ideal solution, this is non-ideal solution, positive deviation, this is non-ideal solution, negative deviation. We are talking about negative deviation. Vapor pressure കുറയും, ബോയിലിംഗ് പോയിന്റ് കൂടും. ഇതേ ഗ്രാഫ് ബോയിലിംഗ് പോയിന്റിന് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇതേ ഗ്രാഫ് ബോയിലിംഗ് പോയിന്റിനാണ് എടുക്കുന്നത് എങ്കിൽ same graph if you take for boiling point. ഇതേ ഗ്രാഫ് ബോയിലിംഗ് പോയിന്റിന് എടുക്കുകയെന്ന് വിചാരിക്കാം. ബോയിലിംഗ് പോയിന്റ് വേഴ്സസ് കോമ്പോസിഷൻ. വൺസ് അഗെയിൻ ദിസ് ഈസ് ഐഡിയൽ സൊല്യൂഷൻ. എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ? നോക്ക്, വേപ്പർ പ്രഷർ കോമ്പോസിഷൻ ഗ്രാഫ് പോസിറ്റീവ് ഡീവിയേഷൻ ഇങ്ങനെയാണെങ്കിൽ ബോയിലിംഗ് പോയിന്റിൽ പോസിറ്റീവ് ഡീവിയേഷൻ ഇങ്ങനെയായിരിക്കും. വേപ്പർ പ്രഷർ കോമ്പോസിഷനിലെ നെഗറ്റീവ് ഡീവിയേഷൻ ഇങ്ങനെയാണെങ്കിൽ ബോയിലിംഗ് പോയിന്റിൽ നെഗറ്റീവ് ഡീവിയേഷൻ ഇങ്ങനെയായിരിക്കും. അപ്പൊ ഇവിടെ വരുന്ന ഗ്രാഫിന്റെ നേരെ ഉൾട്ടയാണ് ഇവിടെ വരിക. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഐ എം ജസ്റ്റ് റിമൈൻഡിങ് യു. വേപ്പർ പ്രഷർ വെൻ ഡിക്രീസസ്, ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ്. വേപ്പർ പ്രഷർ കുറയുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടും കേട്ടോ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ദി ആൻസർ ഈസ് ഏതാ വരണ്ടേ? ആൻസർ ഏതാ വരണ്ടേ? ഡിക്രീസ് ഇൻ വേപ്പർ പ്രഷർ, ഡിക്രീസ് ഇൻ ബോയിലിംഗ് പോയിന്റ് അല്ല, ഡിക്രീസ് ഇൻ വേപ്പർ പ്രഷർ, ഇൻക്രീസ്ഡ് ബോയിലിംഗ് പോയിന്റ്. ഓപ്ഷൻ ഡി കറക്റ്റ് ആൻസർ ആയിട്ട് വരണം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫോർ CrCl3X ammonia, elevation in boiling point of 1 molar aqueous solution is double of 1 molar aqueous solution of glucose. Find out X if complex is 100% ionized. So delta TB for the given complex is 2 times delta TB for glucose. Glucose, you know, it makes I factor 1. Glucose I factor 1 ആണ്. So you can very well understand delta TB ഗ്ലൂക്കോസിന് X ആണെന്ന് വിചാരിക്കാം.
ഡെൽറ്റ ടി ബി ഗ്ലൂക്കോസിന് എക്സ് ആണെങ്കിൽ ഇതിന് വരുന്നത് 2x ആയിരിക്കും. ആൻഡ് യു നോ ദിസ് ഈസ് കമ്മിങ് ആസ് I into KB into M. Right? I into KB into M. ഇവിടെ എന്താ വരിക? ഇതിനെന്താ വരിക? KB into M എന്നാണ് വരിക. ശരിയല്ലേ? കാരണം ഗ്ലൂക്കോസ് ഐ ഫാക്ടർ 1 ആണ്. ഗ്ലൂക്കോസിന് ഐ ഫാക്ടർ 1 ആണ്. സോ ഡെൽറ്റ ടി ബി ഫോർ ഗ്ലൂക്കോസ് ഈക്വൽ ടു KB into M and delta TB for the given complex it is equal to I into KB into M എന്നാണ്. മക്കളെ നോക്കടാ, ഇത് x ആണെങ്കിൽ this is given as 2x. That means I equal to 2. ശരിയല്ലേ? I equal to 2. I equal to 2 എന്ന് വെച്ചാൽ എന്താ അർത്ഥം? I equal to 2 means it is n value. Number of particles obtained is 2 because alpha given is 100%. Alpha given is 100%. I equal to 2 എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? n equal to 2. 2 പാർട്ടിക്കിൾ ഉണ്ട് എന്നർത്ഥം. ഈ തന്നിരിക്കുന്ന കോംപ്ലക്സ് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ 2 അയോൺസ് കിട്ടുന്ന അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഫോർമുല എന്ത് വരണം? ഈ കോംപ്ലക്സിന്റെ ഫോർമുല എങ്ങനെ വരണം? 2 പാർട്ടിക്കിൾ കിട്ടണം. സോ ഇറ്റ് വിൽ ബി CO. 2 പാർട്ടിക്കിൾ കിട്ടണമെങ്കിൽ ഒരു ക്ലോറിൻ പുറത്തായിരിക്കണം അല്ലേ? ഇങ്ങനെ വരണം. സോ ഇറ്റ് ഈസ് CONH3 4 times Cl2Cl ഇങ്ങനെ വരണം. Am I right? ശരിയല്ലേ? 3 ക്ലോറിൻ ഉണ്ട്. 3 ക്ലോറിൻ ഉണ്ട്. ഒരു ക്ലോറിൻ പുറത്ത് വരണം എന്ന് വെച്ചാൽ ബാക്കി 2 ക്ലോറിൻ സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്ത് വരണം. The basic science of coordination chemistry എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കൊബാൾട്ട് മേക്കിംഗ് എ ഒക്ടാഹീഡ്രൽ കോംപ്ലക്സ്. ആകെ 3 ക്ലോറിൻ ഉണ്ട്. ഒരു ക്ലോറിൻ പുറത്ത് വരണം. എന്താ സാറേ ഒരു ക്ലോറിൻ പുറത്ത് വരണം എന്ന് പറയാൻ കാരണം? ഐ ഫാക്ടർ 2 ആണ്. എന്ന് വെച്ചാൽ 2 പാർട്ടിക്കിൾ ഉണ്ടാവണം. എന്ന് വെച്ചാൽ 1 cation and 1 anion. That means 1 chlorine outside. That means 2 chlorine inside. കൊബാൾട്ടിന്റെ കോർഡിനേഷൻ നമ്പർ എത്രയാ? 6. 2 ക്ലോറിൻ അകത്തുണ്ട്. അപ്പൊ അമോണിയ എത്ര എണ്ണം വരണം? 4 എണ്ണം വരണം. സോ വാട്ട് ഈസ് ദ ഫോർമുല ഓഫ് ദി കോംപ്ലക്സ്? what is the structure of the complex? Cobalt octahedral complex ആണ് അല്ലേ? അമോണിയ 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 ക്ലോറിൻ ക്ലോറിൻ. A4 അമോണിയ. 4 അമോണിയയും 2 ക്ലോറിനും. Is it clear? നമ്മുടെ ചോദ്യം എന്തായിരുന്നു? X അമോണിയ. X എത്രന്നാ ചോദ്യം? 4 അമോണിയ. Right? X equal to 4. Our answer is 4. ഇനി ഈ ചോദ്യം ചെയ്താൽ പോരാ, ഇതിന്റെ വേരിയേഷൻസും കൂടെ ചിന്തിക്കണം. സപ്പോസ് ഐ ഫാക്ടർ കിട്ടുന്നത് 3 ആണെന്ന് വിചാരിക്കുക. സപ്പോസ് ഈ കിട്ടുന്ന ഐ ഫാക്ടർ കിട്ടുന്നത് 3 ആണെന്ന് വിചാരിക്കുക. അപ്പൊ എങ്ങനെയായിരിക്കും ഫോർമുല വരിക? ഫോർമുല എങ്ങനെ വരണം? ഐ ഫാക്ടർ 3 എന്ന് വെച്ചാൽ 3 പാർട്ടിക്കിൾ. അപ്പൊ എങ്ങനെ ആൻസർ വരേണ്ടത്? ഐ ഫാക്ടർ 3 വരികയാണെന്നുണ്ടെങ്കിൽ സപ്പോസ് if I factor is equal to 3, that is n equal to 3 വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വരണം അല്ലേ? CO 2 ക്ലോറിൻ പുറത്ത് വരണം. So that you get a complex cation and 2 anion. 1 complex cation and 2 anion. 2 ക്ലോറിൻ പുറത്ത് വരണം. That means അകത്ത് ഒരു ക്ലോറിനെ ഉണ്ടാവുള്ളൂ. That means അമോണിയ എത്ര എണ്ണം വരണം? അമോണിയ 5 എണ്ണം വരണം. Because coordination number is fixed. കൊബാൾട്ടിന്റെ കോർഡിനേഷൻ നമ്പർ 6 എന്ന് കിട്ടിയേ പറ്റൂ. അകത്ത് ഒരു ക്ലോറിൻ 2 ക്ലോറിൻ പുറത്തു പോയി. എന്താ 2 ക്ലോറിൻ പുറത്തു പോകാൻ കാരണം? ഇറ്റ് ഈസ് അയോണൈസിങ് ഓവർ ഹിയർ. സോ യു ഗെറ്റ് 2 Cl minus and 1 complex. So total 3 particles. So how many chlorine inside? Totally 3 chlorine. 2 chlorine outside. അപ്പോൾ ഒരു ക്ലോറിൻ അകത്ത് നിൽക്കണം. ഒരു ക്ലോറിൻ അകത്ത് നിന്ന് കഴിഞ്ഞാൽ അമോണിയ എത്ര എണ്ണം വേണം? 5 എണ്ണം വേണം. Why? Total coordination number for cobalt remain fixed. 6 എന്ന് വരണം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ ഫൈൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. If the freezing point of 0.01 molar aqueous solution of cobalt 3 chloride ammonia, that remain a same question I believe. Yes. If the freezing point of 0.01 molar aqueous solution of cobalt 3 chloride ammonia complex
which behaves as a strong electrolyte. എന്ന് വെച്ചാൽ ആൽഫ 100% ആണെന്ന് അർത്ഥം. എന്ന് വെച്ചാൽ I equal to N equal to ആ വാല്യൂ അങ്ങനെ വരുന്ന അർത്ഥം. സോ ഫ്രീസിംഗ് പോയിന്റ് തന്നിട്ടുണ്ട് 0.0558 degree Celsius. Number of chloride in the coordination sphere of the complex is. Number of chloride in the coordination sphere സെയിം ആണ്. നേരത്തെ ചോദിച്ചത് എത്ര അമോണിയ ഉണ്ടാവും എന്ന് ചോദിച്ചു. ഉദ്ദേശം കറക്റ്റാ. എത്ര അമോണിയ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ എത്ര ക്ലോറിൻ അകത്ത് എത്ര ക്ലോറിൻ പുറത്ത് എന്നാ ചോദ്യം. അമോണിയ 4, അപ്പൊ 2 ക്ലോറിൻ അകത്തും 1 ക്ലോറിൻ പുറത്തും. ഇവിടെയും ചോദ്യം അത് തന്നെയാണ്, അകത്ത് എത്ര ക്ലോറിൻ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ ഉദ്ദേശം സെയിം തന്നെയാണ്. അപ്പൊ എന്ത് ചെയ്യാം, ചെയ്യൂ. ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു കെ എഫ് ഇൻറ്റു എം. ഡെൽറ്റ ടി എഫ് എത്രയാ? ദിസ് ഈസ് ദ ഫ്രീസിംഗ് പോയിന്റ്. ദാറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് ഡെൽറ്റ ടി എഫ്. 0.0558 ഈക്വൽ ടു ഐ ഇൻറ്റു കെ എഫ് എവിടെ ഇടാം? 1.86 ഇൻറ്റു മൊളാലിറ്റി എവിടെ? 0.01 അല്ലേ? അപ്പോ ഇതങ്ങ് ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടും? 5.58 എന്ന് കിട്ടും അല്ലേ? 5.58 എന്ന് കിട്ടും. Therefore I is equal to 5.58 by 1.86 എന്ന് വെച്ചാൽ 6/2 3 എന്ന് കിട്ടും. ശരിയല്ലേ? I equal to 3 എന്ന് കിട്ടും. സിമ്പിൾ കാൽക്കുലേഷൻ. I equal to 3 എന്ന് വെച്ചാൽ 3 അയോൺസ് ഉണ്ടാവണം, 3 പാർട്ടിക്കിൾസ് ഉണ്ടാവണം. Therefore there must be 2 chlorine outside. 2 ക്ലോറിൻ പുറത്ത് വരണം. അപ്പൊ അകത്ത് വരുന്ന ക്ലോറിന്റെ എണ്ണം ഒരെണ്ണം. സോ ദ ഫോർമുല വിൽ ബി കൊബാൾട്ട് കോംപ്ലക്സ് അല്ലേ? ഇറ്റ് ഈസ് കൊബാൾട്ട് NH3 5 times Cl. 5 അമോണിയയും 1 ക്ലോറിനും. ബിക്കോസ് കോർഡിനേഷൻ നമ്പർ ഈസ് ഫിക്സഡ്. അമോണിയ 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 ക്ലോറിൻ. A4 അമോണിയ, A4 അമോണിയ. അപ്പൊ 5 അമോണിയയും 1 ക്ലോറിനും ആൻഡ് 2 ക്ലോറിൻ പുറത്തായിരിക്കും. സോ യു ഗെറ്റ് 2 anion and 1 cation. ടോട്ടൽ I equal to 3 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എപ്പോഴും ചോദിക്കുന്ന ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അതൊരു ഷുവർ ഷോർട്ടായിട്ട് കാണുക. അത് പ്രാക്ടീസ് ചെയ്യാത്തവർ അതൊന്ന് പ്രാക്ടീസ് ചെയ്യണം. റൈറ്റ്? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. 19.5 gram CH2FCOOH dissolved in 500 gram water. The depression in freezing point observed is 1 degree Celsius. Calculate the Van Hoff factor. Calculate the Van Hoff factor. So depression in freezing point തന്നിട്ടുണ്ട് 1 degree Celsius. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് തന്നിട്ടുണ്ട്. വെയിറ്റ് ഓഫ് സൊല്യൂട്ട് തന്നിട്ടുണ്ട്. വെയിറ്റ് ഓഫ് സോൾവെന്റ് തന്നിട്ടുണ്ട്. വാൻ ഡോഫ് ഫാക്ടർ കാണണം. സബ്സ്റ്റിറ്റ്യൂട്ട്. ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു കെ എഫ് ഇൻറ്റു എം. ഐ ഇൻറ്റു കെ എഫ് ഇൻറ്റു വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 1000 ബൈ വെയിറ്റ് ഓഫ് സോൾവെന്റ്. ഡെൽറ്റ ടി എഫ് എവിടെ മക്കളെ? 1 degree Celsius. So 1 equal to I into KF തന്നിട്ടുണ്ടോ? KF ഇല്ല. KF സാധാരണ തരും കേട്ടോ. 1.86 അറിയാലോ. വെയിറ്റ് ഓഫ് സൊല്യൂട്ട് തന്നിട്ടുണ്ട് 19.5 gram into 1000 divided by മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് എത്രയടാ? മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് CH2FCOOH. അതും സാധാരണ തരും കേട്ടോ. മോളാർ മാസ് തരും. 2 കാർബൺ 12 24, ഫ്ലൂറിൻ 19, 2 ഓക്സിജൻ 32. എത്ര ഹൈഡ്രജൻ ഉണ്ട് മക്കളെ? 3 ഹൈഡ്രജൻ അല്ലേ? 3 32 35 45 അല്ലേ? തെറ്റിയോ? 3 അല്ലല്ല, 3 ഹൈഡ്രജൻ. 35 45 54 74 78. ശരിയല്ലേ? 78. വെയിറ്റ് ഓഫ് സോൾവെന്റ് എത്രയാടാ? 500. വെയിറ്റ് ഓഫ് സോൾവെന്റ് 500. സോ ദിസ് ഈസ് 2 times. സോ I value is equal to
I value is equal to 78 divided by 1.86, 19.5. തെറ്റിയോ? ഇല്ലല്ലോ. ഇൻറ്റു 2 ഇല്ലേ? ഇൻറ്റു 2 തെറ്റിയിട്ടില്ലല്ലോ. 78 divided by 1.86, 19.2. Yes, correct. ഇത് 80/20 ചെയ്യുമ്പോൾ ഏകദേശം 4 എന്ന് വരും അല്ലേ? 4 എന്ന് വരും. തെറ്റിയിട്ടൊന്നുമില്ലല്ലോ. എവിടെയും തെറ്റിയിട്ടൊന്നുമില്ലല്ലോ. 500 gram വാട്ടർ. സോ ഇതും ഏകദേശം 4 തന്നെയല്ലേ? അപ്പോൾ ഐ ഫാക്ടർ എത്രയാ? 1 വരുമായിരിക്കും അല്ലേ? ഐ ഫാക്ടർ 1 എന്ന് വരുമായിരിക്കണം. ഐ ഫാക്ടർ കാരണം 4 divided by ഇതും ഏകദേശം 4 ആണ്. സോ നിയറസ്റ്റ് ഫിഗർ ഐ ഫാക്ടർ 1. 1ന്റെ 4/, 1ന്റെ തൊട്ട് മുകളിൽ വരും കേട്ടോ. 1ന്റെ തൊട്ട് മുകളിൽ വരും. 1ന്റെ തൊട്ട് മുകളിൽ ആൻസർ വരും ഐ ഫാക്ടർ. എവിടെയെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ തെറ്റിയിട്ടൊന്നുമില്ലല്ലോ. ഡെൽറ്റ ടി എഫ് 1 തന്നിട്ടുണ്ട്. ഐ കണ്ടുപിടിക്കണം. കെ എഫ് 1.86, മാസ് ഓഫ് സൊല്യൂട്ട് 19.5, 1000 by മോളാർ മാസ് 78, വെയിറ്റ് ഓഫ് സോൾവെന്റ് 500. ഇവിടെ 2 എന്ന് കിട്ടി. സോ ഇറ്റ് ഈസ് 78 divided by 1.86, 19.5 into 2. This if I am taking 80/20, 4 എന്ന് കിട്ടും. 4 ഇതൊരു 2 എന്ന് കിട്ടും. സോ ആൻസർ വിൽ ബി സ്ലൈറ്റ്ലി greater than 2 അല്ലെ? സ്ലൈറ്റ്ലി greater than 2/1.86. Slightly greater than 1 will be the answer. ഒരു 1.2ന്റെ 1.15 ആ റേഞ്ചിലൊക്കെ ഉള്ളൊരു ആൻസർ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. കിട്ടും. അതൊന്ന് വർക്ക്ഔട്ട് ചെയ്തോളൂ. 1 something ഐ ഫാക്ടർ സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ 1 അതായിരിക്കും കിട്ടുന്നുണ്ടാവും. കിട്ടും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അടുത്ത ചോദ്യം ഇതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. കിട്ടും. സെയിം ഇതെല്ലാം ഒരേ പാറ്റേണിൽ വരുന്ന ചോദ്യങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. mx2 dissociate into m2 plus x minus ion in an aqueous solution. mx2 ആണ് കേട്ടോ. So it is mx2 will give you m2 plus and 2x minus. So n value 2 ആണ്. ആൽഫ 100% ആണെങ്കിൽ I value 2 വരും. ഇവിടെ എന്താ ചോദിച്ചിരിക്കണമെന്ന് അറിയില്ല കേട്ടോ. നോക്കട്ടെ. aqueous solution with a degree of dissociation. ഓ ആൽഫ 100% അല്ല കേട്ടോ. ആൽഫ 100% അല്ല. ആൽഫ ഈസ് നോട്ട് 100%. ആൽഫ given is 0.5. Alpha given is 0.5. The ratio of observed depression in freezing point of the aqueous solution to the freezing point of solution in the absence of ionic dissociation. That means I എത്ര എന്നാണ് ചോദ്യം. I എത്ര എന്നാണ് ചോദ്യം. You know I is equal to observed colligative property divided by theoretical value. അതാണല്ലോ I എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ അതാണ് ചോദ്യം. I എത്ര എന്നാണ് ചോദ്യം. എങ്ങനെ ചെയ്യാ പറയൂ? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഇസ് ഈക്വൽ ടു I minus 1 by n minus 1. എല്ലാവർക്കും അറിയുന്ന ഫോർമുലയാണ്. ആൽഫ ഇസ് ഈക്വൽ ടു I minus 1 by n minus 1. ഹിയർ n എത്രയാ? n equal to 2 എന്ന് പറഞ്ഞത് തെറ്റല്ലേ? n equal to 2 അല്ലല്ലോ. ഇവിടെ രണ്ടും ഇവിടെ ഒന്നും. n equal to 3 വരണ്ടേ മക്കളെ? n equal to 3 കേട്ടോ. സോ ഇറ്റ് ഈസ് I minus 1 by 3 minus 1, 2 എന്ന് വരും. So it is 2 alpha is equal to I minus 1. I is equal to 2 alpha plus 1. I is equal to 2 alpha plus 1. എത്ര വരാ? 2 into 0.1. Sorry, 0.5. I തന്നിട്ടല്ലോ. Sorry, alpha തന്നിട്ടല്ലോ. 0.5. 2 into 0.5 plus 1. So you get 2. I factor 2 എന്ന് കിട്ടണം. I factor 2 എന്ന് കിട്ടണം. Simple question based on the relationship between alpha and I. Okay. അടുത്ത ചോദ്യം. Molality of 0.8 molar sulfuric acid solution density given is molality of 0.8 molar sulfuric acid solution density 1.06 gram per centimeter cube is in 10 power minus 3 molal എന്ന് വർക്ക്ഔട്ട് ചെയ്യണേ.
So how to find the molality? Molality is equal to mole per kilogram of the solvent. Mole per kilogram of the solvent. That is molality. എത്ര മോൾസ് ആണ്? 0.8 മോൾസ്. അതെങ്ങനെ മനസ്സിലായി? 0.8 മോളാർ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? 0.8 മോൾ ഇൻ 1 ലിറ്റർ, ദാറ്റ് ഈസ് 1000 ml സൊല്യൂഷൻ. So 0.8 mole in 1 liter 1000 ml solution. 1000 ml solution എന്ന് വെച്ചാൽ എത്രയാ മക്കളെ? It is mass എത്രയാ? Density equal to mass by volume. Mass is equal to density into volume. Volume 1000 ml, density 1.06 into 1000. ഇത്രയും ഗ്രാം ആണ് സൊല്യൂഷന്റെ മാസ് കേട്ടോ. അത്രയും ഗ്രാം ആണ് സൊല്യൂഷന്റെ മാസ്. So 0.8 molar means 0.8 mole in 1000 ml solution. 1000 ml solution എന്ന് പറഞ്ഞാൽ അതിന്റെ മാസ് എത്രയാ? Density is equal to mass by volume. Therefore mass equal to density into volume. Density 1.06 into volume 1000 ml. So that will be mass of solution. That will be mass of solution. We want mole per kilogram of solvent. അതാണ് നമുക്ക് വേണ്ടത്. So this is 0.8 mole in 1.06 into 1000 gram solution. That is, ഇതിനെ സോൾവെന്റിന്റെ വെയിറ്റിലേക്ക് മാറ്റുകയാണെങ്കിൽ 1.06 into 1000 മൈനസ് സൊല്യൂട്ടിന്റെ മാസ് സബ്ട്രാക്ട് ചെയ്യുക. സൊല്യൂട്ടിന്റെ മാസ് എത്രയാ? 0.8 മോൾ ആണ്. സോ ഇറ്റ് ഈസ് 0.8 into 98 gram. ഇതാണ് സൊല്യൂട്ടിന്റെ ഭാരം. അത് സബ്ട്രാക്ട് ചെയ്യുക. സോ ദിസ് ബിക്കംസ് മാസ് ഓഫ് ദ സോൾവെന്റ്. This becomes mass of the solvent. How? This is mass of solution and this is mass of solute. Solution mass minus solute mass. That will be the solvent mass. So this much mole in this much of solvent. So how many mole in 1000 gram solvent? That is the question. So the answer will be, എത്ര ആൻസർ വരെ പറയൂ? 0.8 into 1000 divided by 1.06 into 1000 minus 0.8 into 98. This will be your answer. Work out ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാം. വർക്ക് ഔട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാം കേട്ടോ. ഇനി ഒരു ഫോർമുല പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എല്ലാവർക്കും ക്ലാസ്സിൽ ഒരു ഫോർമുല എഴുതി തന്നിട്ടുണ്ട്. എന്താണത്? ഫോർ ദിസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ asking for molality where molarity given and density given. Asking for finding molality where molarity given, density given. A formula is given to you all in the classes and the formula is molality equal to 1000 molarity divided by 1000 density minus molarity into molar mass. Please review your notes. നോട്ട്സ് ഒന്ന് റിവ്യൂ ചെയ്യുക. അതിൽ തന്നിട്ടുണ്ടാവണം, ക്ലാസ്സിൽ തന്നിട്ടുണ്ടാവണം. മൊളാലിറ്റി ഫോർമുല തന്നിട്ടുണ്ടാവും. മൊളാലിറ്റി ഈസ് ഈക്വൽ ടു 1000 മൊളാലിറ്റി ബൈ 1000 ഡെൻസിറ്റി മൈനസ് മൊളാലിറ്റി ഇൻറ്റു മോളാർ മാസ്. അതിലങ്ങ് പഠിക്കുക. യു ഗെറ്റ് യുവർ ആൻസർ. പ്ലീസ് വെരിഫൈ വെദർ യു ഗെറ്റ് ദി ആൻസർ. പ്ലീസ് വെരിഫൈ വെദർ യു ഗെറ്റ് ദി ആൻസർ. ഏതാ ക്വസ്റ്റ്യൻ? ഇതാണോ ചോദ്യം? ഇതൊക്കെ കഴിഞ്ഞില്ലേ? നമ്മളൊക്കെ ചെയ്ത് കഴിഞ്ഞതല്ലേ? ഇതല്ല ക്വസ്റ്റ്യൻ. ഇതല്ലേ ചോദ്യം? ആൻസർ 815 എന്ന് കിട്ടുന്നുണ്ടോ നോക്കുക കേട്ടോ. 815 ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. എന്ന് വെച്ചാൽ 0.815 ആൻസർ. ഇത് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ 0.815 കിട്ടുന്നുണ്ടാവണം. കാരണം റിപ്പോർട്ട് ചെയ്യേണ്ട ആൻസർ 10⁻³ സോ ഇറ്റ് വിൽ ബി 815 into 10⁻³ എന്ന് വരും. 815 ആണ് റിപ്പോർട്ടിംഗ് ആൻസർ. എല്ലാവർക്കും കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. യെസ് യെസ് ഫൈൻ ഗുഡ്. Yes, I was just going through the messages now.
Yes, English. Fine. We'll try. We'll try, Adi. We'll try. Okay. Next question. Next question. A 0.001 molar solution, PT NH3 4Cl3. Oh my God. That's quite something absurd. Oh, coordination number comes 7. Sure. In water had a freezing point depression 0.0054 degrees Celsius. Kf for water 1.8. Correct formula of the above molecule is. So asking for correct formula. Asking for correct formula means you have to identify the I factor. Once again, you have to identify the I factor. What is given? Freezing point depression given. Kf value given, molarity given. Please find out. Please find out. Delta Tf is equal to I into Kf into M. Delta Tf എത്രടാ 0.0054 equal to I into Kf എത്രയാ 1.86. 1.86 into molarity എത്രയാ 0.001. So what do you get? ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 54 എന്ന് കിട്ടില്ലേ അല്ലേ അല്ല 5.4 എന്ന് കിട്ടും അല്ലേ 5.4 therefore I is equal to ഇതന്നല്ലേ നേരത്തെ ചെയ്തേ 5.4 by 1.86 that is 3 I equal to 3 I equal to 3 means 3 particles I equal to 3 means 3 particles. Here you have 1 cation 1 anion 2 particles. Here you have 1 cation 2 anion 3 particles, and that is the answer. Number of particles should be 3. Number of particles should be 3. That means in option 2 you get 1 cation and 2 anion. Okay. Next question. What about C? I think there is some sort of abnormality in the way the original complex is represented. And platinum complex, normally platinum complex is square planar complex. Normally platinum makes a square planar complex or octahedral complex. So for octahedral complex, there should be coordination number 6. This is coming 7. This is coming only, it's coming only 5. So the actual formula should be like this. Is there any other formula which we can take? We want 3 particles, right? 3 particles. So that is the only possible answer. Possible answer is only that. Let me cross check the answer key. It's I equal to 3. The possible answer key is only that one. The only that is possible. Because here 2 particle, option C, 2 particle, option D, it is non-electrolyte. So the actual, there is some problem in the formula actually represented. It should be like a PT NH3 5 times Cl2. This should be the formula. This should be the formula. 2 chlorine outside, agreed, 1 chlorine inside, and 5 ammonia coming, so that a total of coordination number 6. Is that perfect? Fine. Yes. Next question. If the freezing point of 0.01 molar aqueous solution of cobalt 3 chloride ammonia, that's a repetitive question. This question already we did. This question already we did. Okay. Next one. A solution of sulfuric acid 31.4% sulfuric acid by mass and has a density 1.25 gram per ml. The molarity of the solution is. So density of the solution, percentage mass of solution is given, percentage mass of sulfuric acid given, density given. We want to find out molarity. Let's see, molarity M is equal to mole per liter. It is given 31.4% by mass. What does that mean? 31.4 gram in 100 gram solution. Isn't it? 100 gram solution means, since density is given, density is equal to mass by volume. Therefore, volume is equal to mass by density.
Volume is equal to mass by density. That is 100 divided by 1.25. So this you can take it as 100 divided by 1.25 milliliters. So 31.4 gram in that much volume. That means 31.4 divided by sulfuric acid, 98. This much mole in 100 by 1.25 milliliter. So how many mole in 1000 milliliter? That is molarity. Molarity means mole per liter. Number of moles in 1000 ml solution, right? So what is the answer? What is the answer? 31.4 by 98,000 divided by 100 by 1.25 means this will go to top. So that becomes 31.4 into 10, 1.25 by 98. That is the answer. So your answer should be 31.4 into 10 into 1.25 by 98. That will be the answer. Not necessary to apply all these stereo conditions. You are taught in the class how to handle this kind of question. Molarity is equal to percentage given into 10 into density by molar mass. Apply this formula which is given to you. Apply that formula which is given to you. Molarity is equal to percentage into 10 into density divided by molar mass. Enough. You see that? Percentage into 10 into density by molar mass. That is enough. Apply in that formula and work out your answer. And your answer should be close to 4. 4 should be your answer. Please verify whether you get 4 or not. This is somehow it is going to be 10, so it is 3.14 into 1.25. Definitely you are getting the answer very close to 4. 3.14 into 1.25. You will get that answer, no doubt about it. Right? Yes. Yes. Next question. The osmotic pressure of a dilute solution is 7 into 10 power 5 Pascal at 273 Kelvin. Osmotic pressure of the same solution at 283 Kelvin is dash into 10 raised to 4 Newton per meter square. So 7 into 10 raised to 5 Pascal dash into 10 raised to 4 Newton per meter, same unit, right? So what do? Pi is equal to CRT. That is pi 1 by pi 2 equal to T1 by T2, 7 into 10 raised to 5 divided by X equal to T1 273 divided by T2 283. So this will be slightly greater than 7, maybe 7.2 something into 10 power 5. 7 point something. See, 273, 7. 283, it is 7 point something. Slightly greater than 7. Slightly greater than 7. That will be the answer. And we want to report in 10 raised to 4. 10 raised to 4. So our correct answer should be, the reported correct answer 73. 73. That means here you will get 7. I wrote 7.2. It is 7.3 into 10 raised to 5. That is 73 into 10 raised to 4. Answer is 73. Right? That is the reported answer. That is the reported answer. Fine. Please work out. You must put your effort in improving your calculation speed also. At the same time, you are not committing any mistake in the substitution level or the formula being applied. Okay. Next question.
So it is pi related to pi directly proportional to temperature, nothing more than that. Next question. The solution from the following with the highest depression in freezing point, lowest freezing point, highest depression in freezing point, lowest freezing point. Highest depression in freezing point, lowest freezing point. That means high colligative property. Which shows high colligative property? Which shows high colligative property? 180 gram acetic acid dissolved in water. Acetic acid in water dissociates. Acetic acid in water dissociates. Now 180 gram acetic acid dissolved in benzene. Acetic acid in benzene associates. When there is dissociation, colligative property increases. When there is association, colligative property decreases. So when you compare A and B, absolutely no doubt A is the answer. When you compare A and B, no doubt A is the answer. Why? Why? In water, acetic acid dissociate. In water, acetic acid dissociate. CS3COOH will give you CS3COO minus and H plus, partial dissociation. While acetic acid in benzene will undergo molecular association. You get CS3COOH. CS3COOH. You see, two molecules are uniting. രണ്ട് മോളിക്യൂൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടാണ് നിൽക്കുക, അസോസിയേഷൻ ഉണ്ടാവും. സോ ദർ ഈസ് മോളിക്കുലാർ അസോസിയേഷൻ ഇൻ ബെൻസീൻ, where is molecular dissociation for acetic acid in water. So when you compare A and B, no doubt for A, I factor is greater than 1. We are talking about depression in freezing point. Depression in freezing point, there is dissociation, so colligative property increases. I factor more than 1. Delta TF is equal to I into KF into M. For dissociation, I factor is more than 1. For association, I factor is less than 1. So for dissociation, colligative property will be greater. For association, colligative property will be lower. So that's about A and B. What about C? 180 gram benzoic acid in benzene. Benzoic acid in benzene, again association. Benzoic acid in benzene, association. And glucose in water. 180 gram glucose in water. Glucose, neither dissociation nor association. Glucose, neither dissociation nor association. Right? Then we need to compare this and this concentration. Acetic acid, CS3COOH. What is the molar mass? 24, 32, 4. 32, 52, 56, 60. 60 is the molar mass. Here the concentration will be 180 by 63. Here it is 180 by 180. 180 by glucose 180, so it is 1. So this is larger. Moreover, there is dissociation. So number of moles is 3 in acetic acid. Moreover, there is dissociation. So it will be greater than 3. Concentration will be greater than 3. Here it is only 1. So the answer is option A. So when you compare A and B, A is the answer. When you take C, C is out. B and C are out. B and C are out. Now coming to D, this is neither glucose, neither dissociating or associating, but you have to check the concentration. Here the concentration 180 gram by molar mass of glucose 180. 180 by 180, 1 mole. There it is 180 by 63 mole plus there is dissociation. So first choice is the correct answer. First choice is the correct answer. Fine? Good. Okay. Yes. Couple of times I told, again I am repeating, any kind of doubt if you feel like, please feel free to interact with us. We are ready to help you, no doubt about it, according to the available time. According to the available time in this tight schedule that is going on, we are ready to help you
at any cost according to the time availability. Kindly feel free to interact. Study well, work hard. Okay, next question. Yes. A solution containing 62 gram ethylene glycol in 250 water is cooled to minus 10 degrees Celsius. Kf for water given. The amount of water separated as ice, and that gives a clear explanation for one point we discussed earlier in one question. Which separated first? Which is crystallizing out? Solvent is crystallizing out. Water is crystallizing out as ice. See the question once again. A solution containing 62 gram ethylene glycol, 250 gram water cooled to minus 10 degrees Celsius. Kf given. Amount of water separated as ice. So you find out what water is available in this condition. So delta TF is equal to I vendalo ethylene glycol I is equal to 1. So it is Kf into M. That is Kf into mass of solute into 1000 by molar mass of solute into mass of solvent. Mass of solvent. You find out mass of solvent. You find out mass of solvent. What is the molar mass of ethylene glycol? CH2OH. CH2OH. What is the molar mass of ethylene glycol? 12, 24, 32. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 4 2 6 എണ്ണം ഉണ്ട്. എത്ര പേര് മക്കളെ? 24 30 62 അല്ലേ? 62. That is the molar mass of ethylene glycol. So the freezing point is minus 10 means depression in freezing point is 10. So 10 is equal to 1.86 into weight of solute 62, molar mass 62, 1000 divided by weight of solvent. ഇത് cancel ആയി. അപ്പം എന്ത് കിട്ടിയേ? ഇത് ഇവിടെ cancel ആയി 100 എന്ന് കിട്ടി. So it is weight of solvent is equal to 1.86 into 100 അല്ലേ? 186 അല്ലേ? എത്രയാ? 186 അല്ലേ? 1.86 into 100, that is 186 gram. That is weight of water. എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടോ? 62 cancels, 10 with 1000, 100. So it is weight of solvent is 186. 186 gram solvent is available under the condition where initially weight of water taken is 250. 250 is the weight of water taken. Now the water available is 186. So how much water separated? How much water separated? It is 250 minus 186. That is the answer. So the answer will be 4 6 64 അല്ലേ മക്കളെ? കറക്റ്റ് അല്ല? 64 gram. That should be the choice ഉണ്ട്. ഇവിടെ choice ഉണ്ട് അല്ലേ? I thought it's a numerical question. 64 gram. That is the correct answer. Right. Yes. Next question. So I hope you understood. 250 gram water is what taken. The question is how much water crystallized out when you go for such an experiment. Find out how much water is available in the solution. We are getting by calculation 186 gram. So 250 was the initial quantity. How much water came separated out? 250 minus now available in the solution 186. 64 gram separated. Beautiful question. Next. The amount of sugar required to prepare 2 liter of its 0.1 molar aqueous solution. 2 liter 0.1 molar aqueous solution. That is number of moles is equal to molarity into volume in liter. We want mass. Mass is equal to number of moles into molar mass. Number of moles into molar mass. That is molarity into volume in liter into molar mass. എത്രയുടെ വരിക? Molarity 0.1, volume in liter 2, molar mass എത്രയാ? ഷുഗർ അല്ലേ? 342 അല്ലേ? 342 എന്ത് വരും? So 34.2 into 2 68.4 അല്ലേ?
68.4, option A, correct answer. Option A, correct answer. Direct question. Direct question. Mass is equal to number of moles into molar mass. Number of moles is equal to molarity into volume in liter. Molarity given, volume in liter given, substitute. Right? Yes. I hope there is no doubts. Yes, yes. There can be doubt if you practice on these questions. There definitely will be some sort of doubts coming. Yes. Your involvement is what we are expecting in the subsequent part of the course, where if you are interacting properly, we are very much interested to help you as much as possible. Okay. Yes. Next question. Elevation in boiling point for 1 molar solution of glucose is 2 Kelvin. The depression in freezing point of 2 molar solution of glucose in the same solvent is 2 Kelvin. Relationship between Kb and Kf. Relationship between Kb and Kf. Another interesting question. Yes. Elevation in boiling point for 1 molar solution of glucose is 2 Kelvin. So delta Tf equal to 2 Kelvin for glucose. It is Kf. Elevation in boiling point, delta TB, right? Delta TB. Delta TB for glucose, it is equal to 2 Kelvin. That is Kb into M. Molality etraya? For 1 molar solution. For 1 molar solution. So it is Kb. The depression in freezing point of 2 molar solution of glucose. The depression in freezing point of 2 molar solution of glucose. It is Kf into 2. Kf into M. That is Kf into 2. Is 2 molar solution of glucose in the same solvent is 2 Kelvin. This is 2 Kelvin. So elevation in boiling point is 2 Kelvin for 1 molar solution. Depression in freezing point is 2 Kelvin for 2 molar solution. Asking relationship between Kf and Kb. Relationship between Kf and Kb. Just to take the ratio, it is 2 Kelvin, Kb by Kf, Kb by Kf. So it is Kb. Kb by 2 Kf is equal to, so Kb is equal to 2 Kf. Kb is equal to 2 Kf. Option box. Option second choice, box, this one. But at the same time, I am reminding you, there is a chance of committing mistake on this kind of question, because not because you don't know the concept, when you apply it, because it is twisting statement. Applying on such a twisting statements, there is a possibility of committing mistake happening two times or half like that. Okay. So please be very careful taking the ratio and all. So delta TB is equal to 2 Kelvin, that is equal to Kb. Delta Tf is equal to 2 Kelvin, that is Kf into M, Kf into 2 molar. So take the ratio, you get Kb, 2 Kelvin, so you get 1 equal to Kb by 2 Kf, Kb is equal to 2 Kf, option box. Next question. Yes. Liquids A and B form ideal solution in the entire composition range. At 350 Kelvin, the vapor pressure of pure A, pure B are given. Vapor pressure of pure A, it is given 7 into 10 power 3 Pascal. Pure B, it is given 12,000 Pascal. The composition of vapor in equilibrium. The composition of vapor in equilibrium with a solution containing 40 mole percent of A at this temperature is 40 mole percent of A at this temperature is. So pure vapor pressure of pure A and pure B is given. Composition of vapor in equilibrium with a solution containing
40 mole percentage of A at this temperature? That is what the question. So P0A given, P0B given, P0A given, P0B given. How to find the how to find the composition in vapor phase? How to find the composition in vapor phase? Here, what is the composition? 40 mole percentage of A. Once again, apply the condition. PA is equal to YA into P total. Few minutes back, I told you about this relation. I asked you to solve one question earlier. PA is equal to YA into P total, and this we need to find out. Okay, and now how to get PA? PA is equal to P naught A into chi A. What is P naught A? 7 into 10 raised to 3 into chi A. It is 40 mole percent, so it is 0.4. So this is PA. What is P total? P total is equal to PA plus PB. PA already calculated. What is PB? PB is equal to P naught B into chi B. P naught B into chi B. P naught B etrayada? 12 into 10 raised to 3 into chi B etraya? If this is 0.4, this is 0.6. So that is P naught B. So you get P total. How you get P total? This is PA. P total is equal to PA plus PB. PA you are calculating there, and PB you are calculating here, and you get P total, and hence you can get YA. YA is equal to PA by P total. YA is equal to PA by P total. And once you get YA, you get YB. What is YB? YB is equal to 1 minus YA. 1 minus YA. Please verify whether you get option 2 the correct answer. Option 2 the correct answer. XA 0.28 and XB 0.72. One you calculate, the other you know how to get it. 1 minus. So YA you are going to get 0.28. Please verify that whether you get it or not. Yes. I repeat. This is the relationship Dalton's law. PA is equal to YA into P total. YA is equal to PA by P total. How to get PA? PA is equal to P naught A XA. What is P naught A given? What is XA given? How to get P total? PA plus PB. PA already commented. What is PB? P naught B XB. What is P naught B? Given in the question. What is XB? This is 40%. The other one is 60%. 0.6. So that is P naught PB. So you get P total. You get your answer. Yes. This kind of question available in the NCERT and is a highly probable question for competitive exams. Okay. Next question. Yes. Next question. In fact, our time is over. Was that the? No, I think only one more question, right? That we will discuss. I think one more question. Yes. Yeah. Last question. That was the last question. That also we will discuss and complete. Yes. K2HGI4, 40% ionized in aqueous solution, the value of its Van der factor is very simple, no? Very simple. Alpha is equal to I minus 1 by N minus 1. N etrada? K2HGI4. It is K2HGI4. 2 cation and 1 anion. N equal to 3. So it is I minus 1. I minus 1 by 3 minus 1. So it is 2 alpha is equal to I minus 1 and I is equal to 2 alpha plus 1. Alpha 40%. So it is 2 into 0.4 plus 1. That is 1.8. 1.8. Option A the correct answer. Yes. So all the questions given to you is over. Yes.
Once again, I request you to go through the chapter first, have a review on the important formula and all, and try to work out as many questions as possible on the frequency level of the question that we have supplied today and discussed today, because that is going to be the kind of question that you're going to encounter in the coming examination. And whatever kind of doubt is coming across, please put it in a note and feel free to discuss with us. We are ready to help you to the maximum possible extent. എല്ലാവരും നന്നായിട്ട് പഠിക്കാം. We will meet in another class. Okay, bye, see you.